Hi, thank you friends for joining. Thank you for watching. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ആ വിഷയം ഇത് പ്രവചനത്തെക്കുറിച്ചാണ്. പള്ളി വേണ്ട, പാതിരി വേണ്ട, പട്ടം വേണ്ട, പാസ്റ്റർ വേണ്ട, ഉപവാസം വേണ്ട, ആത്മദമനം വേണ്ട, ഇങ്ങനൊക്കെ ആക്രോശിച്ചുകൊണ്ട് ഞങ്ങൾ മാത്രം മതി എന്നിവിടെ ആക്രോശിക്കുന്ന ഒരുപറ്റം ഭ്രാന്തന്മാരുടെ കൂട്ടം. അതിനെ ഭ്രാന്തെന്നല്ലാതെ എന്താ പറയുക? മതേതരത്വ രാജ്യം, അതാണ് ഇന്ത്യയുടെ മഹത്വം. നിസ്കാരം തഴമ്പുള്ളതായിരിക്കുന്ന മുസൽമാനും മുട്ടയിൽ തഴമ്പുള്ള ക്രൈസ്തവനും കണ്ടനാളത്തിലും തിരുനെറ്റിയിലും ചന്ദനക്കുരുതേച്ച ഹൈന്ദവനും മുട്ടി ഉരുമി തട്ടി ഉരുമി ഒരഞ്ഞു നടക്കുന്ന കവലകളിൽ വെച്ച് കാണുമ്പോൾ നമസ്തേ, ഗുഡ് മോർണിംഗ്, വന്ദനം എന്നൊക്കെ പറഞ്ഞ് പിരിയുന്ന അനുഗ്രഹീതമായിരിക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. അതിനകത്ത് ഒരു കൂട്ടം ആളുകൾ മാത്രം മതി എന്ന പ്രഖ്യാപനം ഭ്രാന്തിന്റെ പ്രകടനമാണ്. ഈ വ്യവസ്ഥിതിക്ക് മാറ്റമുണ്ടാക്കാൻ ഇവിടുത്തെ സമ്മതിദാനാവകാശ ഉള്ളവർ ആഞ്ഞുകുത്തുന്ന വോട്ടുകൊണ്ടല്ല, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ആ പ്രാർത്ഥനയ്ക്ക് മാത്രമേ അതിന് മറുപടി ഉണ്ടാക്കാൻ പറ്റൂ. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് ഇന്ന് രാത്രി? കേരള ജനതയുടെ വിരൽ വരാൻ പോകുകയാണ് ജനാധിപത്യത്തിന്റെ മഷിപ്പാട്. അടുത്ത ദിവസം 23-ാം തീയതി അല്ലേ? ഞാനൊരു കാര്യം പറയാം. 23-ാം തീയതി വോട്ടിന് പോകണം എല്ലാവരും. ഉപവാസം പറഞ്ഞ് കയറി ഇതിനകത്ത് ഇരുന്ന് കളയരുത്. ഓരോരുത്തരും അതാത് സമയങ്ങളിൽ എന്തോ ചെയ്തോണം, പൊയ്ക്കോണം. വോട്ട് ചെയ്യണം. ഏതിന് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. അങ്ങനെ വല്ലതും പറയുന്നുണ്ടോ എന്ന് ചിലർ ഇങ്ങനെ തുറച്ചു നോക്കിയിരിക്കുന്നു. ഇല്ലില്ല, ഏതിന് കുത്തണമെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം പറയുകയാണ്. അന്ന് ഉപവാസത്തിന് വന്നോണം, കുഴപ്പമൊന്നുമില്ല. മീറ്റിംഗ് ഉണ്ടല്ലോ, എല്ലാവരും വരണം. പക്ഷേ അതാത് സമയങ്ങളിൽ ഓരോരുത്തരും കൂട്ടമായി പൊക്കളയരുത്. അതാത് സമയങ്ങളിൽ ഓരോരുത്തരും പോയി എന്തോ ചെയ്തോണം, വോട്ട് ചെയ്തോണം. ആർക്ക് ചെയ്യണം എന്ന കാര്യം കൂടെ ഞാൻ പറയാം. രാവിലെ എഴുന്നേറ്റ് ഈ വിഷയത്തിന് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം. മുഴങ്കാലിരുന്ന് തന്നെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് ആത്മശക്തിയോടെ തന്നെ പോകണം. അവിടെ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ ദൈവാത്മാവ് ഒരു നിയോഗം തരും, എവിടെ കുത്തണമെന്നുള്ള കാര്യം. അവിടെ തന്നെ കുത്തണം. എനിക്ക് ആരോടും ഒരു പക്ഷവും ഇല്ല, എല്ലാവർക്കും ഇരിക്കട്ടെ എന്ന് പറയും. നിരത്തി കുത്തിക്കളയല്ലേ അല്ലേ? പൗരബോധമാണ് വോട്ടവകാശം. അത് ഒറ്റ ചിഹ്നത്തിലേ ഇടിക്കാവൂ. മനസ്സിലായല്ലോ? ഞാനൊരു കാര്യം ഇനി പറയാം. ഇത് 23-ാം തീയതി കഴിഞ്ഞിട്ട് തിരിച്ച് പ്രാർത്ഥനയിലേക്ക് നമ്മൾ വരുന്നു. അടുത്ത ദിവസങ്ങൾ കാത്തിരിക്കുന്നു. മെയ് 23-നോ മറ്റോ ആണ് റിസൾട്ട് അല്ലേ? ആണോ? റൈറ്റ്. മെയ് 23-ാം തീയതി രാവിലെ വേദപുസ്തകം തുറക്കണം. ഞാൻ ഈ പറയുന്ന വാക്യം വായിച്ചിട്ട് വേണം ടിവിയുടെ മുമ്പിലോ മൊബൈൽ ഫോണിന്റെ മുമ്പിലോ പത്രത്തിന്റെ മുമ്പിലോ നിങ്ങൾ റിസൾട്ട് കേൾക്കാനിരിക്കേണ്ടത്. ഈ രാത്രിയിൽ ഈ അനുഗ്രഹിതമായ വിശുദ്ധ കൂടാരമെന്ന് ഞാൻ പറയട്ടെ, ഉപവാസ പ്രാർത്ഥന തകൃതിയായി നടക്കുന്ന തേജോമയനായ ദൈവത്തിന്റെ മകനീയ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ആത്മീയ വേദിയിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം വേദപുസ്തകത്തിന്റെ വാക്യം. ആ വാക്യത്തിനനുസരിച്ചാണ് ഭാരതത്തിന്റെ റിസൾട്ട് വരാൻ പോകുന്നത്. ഏതാണ് വാക്യം എന്നറിയാമോ? നോക്കിക്കേ, ഇയ്യോബിന്റെ പുസ്തകം. ഇവിടെ വായിച്ചത് ഒരു മോള് മാത്രമാണ്. പക്ഷെ ഈ വാക്യം എല്ലാവരും പഠിക്കണം. എല്ലാവരും പഠിച്ചിട്ട് എല്ലാവരും അറിയണം. ഇയ്യോബിന്റെ പുസ്തകം 34-ാം അധ്യായം അതിന്റെ 24-ാമത് വാക്യം. നമ്മളിത് കേട്ടതാണ്. ഇതിൻ്റെ ബാക്കി 34-ന്റെ 24. പുള്ളി പറഞ്ഞത് പോളിംഗ് ബൂത്ത് ചെല്ലുമ്പോൾ ഒരു നിയോഗം വരും, അതനുസരിച്ച് ഒരു പ്രേരണ വരും എന്നൊക്കെയാണ് പറഞ്ഞത്. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചപ്പം പ്രാർത്ഥിച്ചത് മോഡിയോട് കൂടി എന്നെ മാടി വിളിച്ചാന്നുള്ള പാട്ടായിരിക്കും. അപ്പോൾ പോയി മോഡിക്ക് കുത്തി. അപ്പം ഇതാണ് സംഭവം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ നിങ്ങളൊരു പ്രധാന ഭാഗം കേട്ടായിരുന്നു. കേൾക്കാൻ നല്ല രസമുള്ളൊരു കാര്യം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതാത് സമയങ്ങളിൽ ഓരോരുത്തരും നമ്മുടെ രാജ്യം, അതിനകത്ത് ഒരു കൂട്ടം ആളുകൾ മാത്രം മതി എന്ന പ്രഖ്യാപനം ഭ്രാന്തിന്റെ പ്രകടനമാണ്. ഈ വ്യവസ്ഥിതിക്ക് മാറ്റമുണ്ടാക്കാൻ ഇവിടുത്തെ സമ്മതിദാനാവകാശ ഉള്ളവർ ആഞ്ഞുകുത്തുന്ന വോട്ടുകൊണ്ടല്ല, കണ്ണുനീർ മുസൽമാനും മുട്ടയിൽ തഴമ്പുള്ള ക്രൈസ്തവനും ആക്രോശിച്ചുകൊണ്ട് ഞങ്ങൾ മാത്രം മതി എന്നിവിടെ ആക്രോശിക്കുന്ന ഒരുപറ്റം ഭ്രാന്തന്മാരുടെ കൂട്ടം. അതിനെ ഭ്രാന്തെന്നല്ലാതെ എന്താ പറയുക? മതേതരത്വ രാജ്യം, അതാണ് ഇന്ത്യയുടെ മഹത്വം. നിസ്കാരം തഴമ്പുള്ളതായിരിക്കുന്ന മുസൽമാനും മുട്ടയിൽ തഴമ്പുള്ള ക്രൈസ്തവനും കണ്ടനാളത്തിലും തിരുനെറ്റിയിലും ചന്ദനക്കുരുതേച്ച ഹൈന്ദവനും മുട്ടി ഉരുമി തട്ടി ഉരുമി ഒരഞ്ഞു നടക്കുന്ന കവലകളിൽ വെച്ച് കാണുമ്പോൾ നമസ്തേ, ഗുഡ് മോർണിംഗ്, വന്ദനം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ എന്തായി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും യോജിച്ചു നിൽക്കുന്ന മതേതര രാജ്യം. ആ മതേതരത്വത്തിന് കളങ്കം ചാർത്തിയതിൽ പ്രധാന
കുറ്റവാളികൾ ഈ പെന്തക്കോസ്തുകാരാണ്. ഈ പെന്തക്കോസ്റ്റിലെ കഴിഞ്ഞ നാളുകളിൽ കാണുന്ന ഒരു പ്രവണതയാണ്, അവരുടെ ഇടയിൽ ആരെങ്കിലും ഒരു അബദ്ധം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അടുത്ത നിമിഷം കൈ കഴുകും, അയാൾ പെന്തക്കോസ്ത് അല്ല. ഇപ്പം ഇയാളെയും കൈ കഴുകി. ധാരാളം ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചു, ഇയാൾ പെന്തക്കോസ്താന്ന്. ആര് പറഞ്ഞു? അയാൾ ഞങ്ങളുടെ ആളല്ല, പക്ഷെ നിങ്ങളുടെ വേദികളിൽ അയാളെ കണ്ടു. കെ എബ്രഹാം എന്ന് പറഞ്ഞ് ഇതിനു മുമ്പ് ഒരാളുണ്ടായിരുന്നു, പതാക പ്രസംഗം. പതാക പ്രസംഗം മുകളിൽ കുങ്കുമം, നടുവിൽ വെള്ള, അടിയിൽ പച്ച എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് അദ്ദേഹത്തെ തള്ളി. അദ്ദേഹം പ്രസംഗിക്കാത്ത ഒരു പെന്തക്കോസ്ത് കൺവെൻഷനുമില്ല കേരളത്തിൽ. ഞാൻ പെന്തക്കോസ്റ്റിലുണ്ടാകും, എനിക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ അയാൾ പെന്തക്കോസ്ത് അല്ലെന്നാണ് പറയുന്നത്. അയാൾ പെന്തക്കോസ്ത് അല്ല, അതാണ് ഇപ്പോഴത്തെ വാദം. അതുപോലെ വേറൊരു പാസ്റ്റർ ഫോണിൽ കൂടെ ചീത്ത വിളിച്ചു, അസഭ്യങ്ങൾ പറഞ്ഞു. അടുത്ത നിമിഷം കൈ കഴുകി, അപ്പോൾ പറഞ്ഞു അദ്ദേഹവും പെന്തക്കോസ്ത് അല്ല. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ആര് പറഞ്ഞാലും എന്തെങ്കിലും ഒരു പിഴവ് വന്നു കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഇവർ പറയുന്നതാണ് അയാൾ പെന്തക്കോസ്ത് അല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ 52 വർഷം IPCയിൽ പാസ്റ്ററായിരുന്ന, IPCയുടെ പ്രസിഡൻ്റായിരുന്ന പാസ്റ്റർ KC ജോൺ പറഞ്ഞു ഈ പെന്തക്കോസ്ത് സഭകളൊന്നും സഭകളല്ല എന്ന് പറഞ്ഞ് അടുത്ത നിമിഷം ഇവർ പറയാം അത് പറയാൻ അയാൾ ആരാ? അപ്പം നമുക്കിത് മനസ്സിലാകുന്നില്ല. കാരണം ആര് ചോദിച്ചാലും അതൊന്നും പെന്തക്കോസ്ത് അല്ലെന്നാണ് പറയുന്നത്. ആര് ചോദിച്ചാലും അത് അവരും പെന്തക്കോസ്ത് അല്ല, ഇവരും പെന്തക്കോസ്ത് അല്ല. ഇപ്പൊ ഈ പറഞ്ഞ അബി അബ്രഹാം എന്ന് പറഞ്ഞ ഈ പാസ്റ്റർ, അദ്ദേഹവും പെന്തക്കോസ്ത് അല്ലെന്ന് ഇപ്പൊ പലരും എഴുതാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ നിരുത്തരവാദപരമായി ബൈബിൾ വിരുദ്ധമായ ഒരു പൊതുപ്രസ്താവന പെന്തക്കോസ്തിന്റെ ലേബലിൽ നടത്തിയിട്ട് ഈ പെന്തക്കോസ്തിൽ നിന്ന് ആരെങ്കിലും അത് ഞങ്ങളുടെ സഭയുടെ നിലപാടോ അത് ബൈബിളിന്റെ വ്യാഖ്യാനമോ അല്ല എന്നൊരു വിശദീകരണം കൊടുത്തോ? ഇല്ല. കാരണം അവർ മിണ്ടാതിരുന്നു. ഒത്താലൊക്കട്ടെ, നമുക്ക് ഇനിയിപ്പോ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന് പണ്ട് മുല്ലാ നാസറുദ്ദീൻ പറഞ്ഞ പോലെ ശരിയാകാണെങ്കിൽ ഒരു മൈലേജ് ഇരുന്നോട്ടെന്നോർത്ത് മിണ്ടാതിരുന്നു. ഇനിയുള്ള കാലം അങ്ങനത്തെ പരിപാടി ഒന്നും നടക്കത്തില്ല. കാരണം മാധ്യമങ്ങൾ ഇന്ന് വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് ഓരോ വ്യക്തിയും ഓരോ ടെലിവിഷൻ ചാനലാണ്. ഹായ് ജോസ്. ഹായ്. ജോസിനെ കണ്ട ഒത്തിരി സന്തോഷം. ഒത്തിരി നാളായി കണ്ടിട്ട്. നമ്മുടെ പ്രേക്ഷകരൊക്കെ ജോസിനെ അന്വേഷിക്കാറുണ്ട്. ജോസ് ഇന്ന് വളരെ ഹാപ്പി മൂഡിലാണ്. ജോസ് ബേസിക്കലി ഒരു കോൺഗ്രസ്സുകാരനാണ്. ജോസിന്റെ രക്തം വരെ 3 നിറത്തിലാന്ന് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്. അങ്ങനത്തെ ഒരു കോൺഗ്രസ്സുകാരന്. പുള്ളിക്ക് ഇങ്ങനെ 19 സീറ്റ് കിട്ടിയതിന്റെ ഒക്കെ സന്തോഷത്തിരിക്കുക. തീർച്ചയായിട്ടും ഈ ശശി തരൂർ പറഞ്ഞ പോലെ പുള്ളി ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് ഈ സെഞ്ചുറി അടിച്ചിട്ടും ടീം തോറ്റുപോയ ആളിന്റെ ഒരു വികാരമാണ് പുള്ളിക്കുന്നത്. ആ ഒരവസ്ഥ ഉണ്ടല്ലെന്ന് പറയാൻ പറ്റില്ല. കേരളം നമ്മള് നിശ്ചയമായിട്ടും ഇങ്ങനെ ഒരു ഭയങ്കര സ്കോറിംഗ് നടത്തിയെങ്കിലും കേന്ദ്രത്തിൽ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അത് നടന്നില്ല. അതിന്റെ ഒരു വിഷമമുണ്ട്. കേന്ദ്രത്തിൽ ലഭിക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷം മുഴുവൻ ഉഴപ്പി നടന്ന പിള്ളേർക്കും ഈ ചുമ്മാ പോയി പരീക്ഷ എഴുതി കഴിഞ്ഞ് ചുമ്മാ അങ്ങ് പ്രതീക്ഷിക്കും ജയിക്കുമെന്ന്. അല്ലെങ്കിൽ ചുമ്മാ പള്ളി നേർച്ചയിടുക. സത്യമാണ്, അതൊരു സത്യമാണ്. അപ്പൊ കോൺഗ്രസ് എന്ത് സംഘടനാ സംവിധാനം കോൺഗ്രസിന് ഉണ്ടായിരുന്നു? ഒന്നുമില്ലായിരുന്നു. ഇല്ല. ഇപ്പൊ അത് അറിയാമല്ലോ, അതൊരു രണ്ടും 2 ആംഗിളാണ്. കാരണം ഇപ്പൊ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും BJP ആണെങ്കിലും ഇത് രണ്ടും കേഡർ പാർട്ടികളാണ്. കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു പക്ക ഡെമോക്രാറ്റിക് വേയിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിലും BJP. ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ആകാശത്തിൽ നിന്ന് വീണതല്ല. 5 കൊല്ലം കഴിയുമ്പോൾ ഇലക്ഷൻ വരും എന്നുള്ളത് എല്ലാവർക്കും അറിയായിരുന്നു. അപ്പൊ 5 കൊല്ലം തയ്യാറെടുക്കാൻ സമയം ഉണ്ടായിരുന്നു. അല്ല 1-2 മാസം. അപ്പൊ സ്റ്റേറ്റുകളില് അലയൻസ് ഉണ്ടാക്കാൻ ഇപ്പം എന്തുകൊണ്ട് തോറ്റു ഇന്ന് കുറെ പേർ എന്നോട് ചോദിച്ചു. തോറ്റതിന്റെ കാരണം BJPയെ സംബന്ധിച്ച് നരേന്ദ്രമോദി എന്ന ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉള്ളൂ. ഇപ്പുറത്ത് 12 പേരാ കുപ്പായം തയ്പ്പിച്ചുകൊണ്ട് നിൽക്കുന്നത്. മനസ്സിലായോ? പ്രതിപക്ഷത്ത് 12 പേര് നിൽക്കുക പ്രധാനമന്ത്രിയാകാൻ. അരവിന്ദ് കേജ്രിവാൾ മുതല് എല്ലാരും കുപ്പായം കാൽസരായി എല്ലാം റെഡിയാക്കിയിരിക്കുക. മായാവതി, മമതാ ബാനർജി, അഖിലേഷ് യാദവ്, ചന്ദ്രബാബു നായിഡു, 12 പേർക്കാണ് പ്രധാനമന്ത്രിയാകേണ്ടത്.
അപ്പൊ പിന്നെ മോഡി ഇതിനകത്ത് ഈ ഇപ്പം നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു വസ്തുത, ഈ കഴിഞ്ഞ ചില മാസങ്ങളിലെ കാര്യങ്ങൾ നമ്മളൊന്ന് അനലൈസ് ചെയ്താലും BJP പോലും ഇത്രയും വലിയൊരു ഇത് പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് വേണം തന്നെ പറയാൻ. കാരണം നമുക്ക് അവസാന നാളുകളിലെ പ്രചരണത്തിലേക്ക് വരുമ്പോൾ നോക്കാം, ഈ 5 വർഷം അത് ചെയ്തു ഇത് ചെയ്തു വലിയ കാര്യങ്ങൾ പറയുന്ന BJP പോലും ഒറ്റ അവരുടെ വികസന നേട്ടങ്ങളെന്ന് മുൻപ് അവർ പറഞ്ഞുകൊണ്ടിരുന്ന ഒറ്റ കാര്യങ്ങൾ പോലും ഈ ഇലക്ഷനിൽ ഉയർത്തിയില്ല. അവരുടെ വക്താക്കള് അവരുടെ ആശയം പേറുന്നവരും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് നോട്ട് നിരോധനം കള്ളപ്പണം പിടിക്കാൻ വേണ്ടി ചെയ്ത് ഒത്തിരി പിടിച്ചു എന്നൊക്കെ. ഇതിനകത്ത് പറഞ്ഞിട്ടേ ഇല്ല. നോട്ട് നിരോധനം ഒരു നേട്ടമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടേ ഇല്ല. അതേപോലെ തന്നെ GST ഒരു നേട്ടമായിട്ട് പറഞ്ഞിട്ടില്ല. മറിച്ച് പിന്നീട് ഇങ്ങോട്ട് വന്നപ്പം വില കുറഞ്ഞ പ്രസ്താവനകളും രാഹുലിന്റെ തന്തയ്ക്ക് വിളി ഇങ്ങനെയൊക്കെ ആയിട്ട് കാര്യങ്ങൾ പോയി. അങ്ങനെ ഒരു പ്രചരണം കുഴപ്പിക്കാൻ, അല്ലെ റഫാലിൽ തുടരെ വെല്ലുവിളിച്ചിട്ടും അതിനൊരു സംവാദത്തിന് തയ്യാറായില്ല. അപ്പൊ ഇവര് പറയുന്ന ഈ മുന്നോട്ട് വെച്ച വികസനം നടത്തിയെന്ന് പറഞ്ഞ ഒരു കാര്യങ്ങൾ അതെല്ലാം വെറും ബ്ലണ്ടർ ആയിരുന്നു, അല്ലെങ്കിൽ അത് വിജയത്തിന് ഉതകുന്ന ഒരു വസ്തുതയായിരുന്നു. അവർക്ക് തന്നെ നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അത് ശരി. അതിന്റെ പരാക്രമങ്ങളൊക്കെ ഞാനതിനകത്ത് വേറൊരു കാര്യം പറയാം. അതൊക്കെ ശരിയാണ് തന്നെ. ഈ സമാന സാഹചര്യങ്ങൾ അമേരിക്കയിലായിരുന്നു എങ്കിൽ ഒരിക്കലും മോഡിയോ BJPയോ ജയിക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ അമേരിക്കൻ ജനസമൂഹം ചിന്തിക്കുന്നതും കാര്യങ്ങൾ വിലയിരുത്തുന്നതുമായ ആ ഒരു നിലവാരത്തിലല്ല ഇന്ത്യൻ ബഹുജനം നിൽക്കുന്നത്. അപ്പൊ അതിനെ അളക്കുന്നതിൽ രാഹുൽ ഗാന്ധിക്കൊക്കെ വീഴ്ച പറ്റി. കാരണം രാഹുൽ ഗാന്ധി ഈ പാശ്ചാത്യ രീതിയിലുള്ള സംവാദത്തിനൊക്കെ ക്ഷണിച്ചത്. ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ, TV-യിൽ സംവാദം നടക്കും, അത് നോക്കി ഇവാലുവേറ്റ് ചെയ്ത് ആളുകൾ വോട്ട് ചെയ്യും. ഞാൻ ഈ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ഇപ്പൊ തന്നെ നമുക്ക് നോക്കിയാൽ 1-2 കാര്യങ്ങൾ അറിയാം. ഇപ്പൊ തമിഴ്നാട്, കേരളം ഈ 2 മേഖലയിൽ തൊടാൻ പറ്റിയില്ല. ബാക്കി ഇപ്പൊ കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പോലും അവിടുത്തെ ഈ സ്ട്രോങ് റൂമിന് കാവൽ നിർത്തിയത് പട്ടാളക്കാരെയാണ്. അതായത് കേന്ദ്ര സേനയെ വരുത്തിയാണ് അവിടെ കാവൽ നിർത്തിയത്. അവിടുത്തെ പോലീസുകാരൊന്നും എൻട്രി ചെയ്യില്ലെന്നാണ് പറയുന്നത്. അപ്പം അവർക്ക് വ്യക്തമായ പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളുണ്ട്. എന്തോ ആയിക്കോട്ടെ, നമ്മളിപ്പം ജനവിധിയെ അല്ലെങ്കിൽ അവരുടെ ജയത്തെ അംഗീകരിക്കുന്നു. ഇപ്പം കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് പോലെ ഇന്നിപ്പോ കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു പ്രസ്താവന കണ്ടു, BJP മാറണമെന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസ്താവന കോൺഗ്രസിന് ഗുണം ചെയ്തു. ഇത് കണ്ടപ്പോ എനിക്ക് ശരിയാവുന്നു. എന്നാ പിന്നെ ഇയാൾക്ക് അതൊന്നും ഗുണമാക്കരുതായിരുന്നു. അങ്ങനെ അത് കാരണം അതെല്ലാം ബാലിശമായ വാദങ്ങളാണ്. ഈ BJP മാറുന്നതില് എന്നെ സംബന്ധിച്ച് ബേസിക്കലി ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഈ മോഡി വരുമെന്ന്. ഒരു ലൈവിലും പറഞ്ഞായിരുന്നു. കാരണം പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പൊ ജോസിന് വിയോജിപ്പുണ്ടായിരിക്കും. എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യക്ക് ഒരു സുശക്തമായ ഭരണം വേണമെങ്കിൽ ഒരു ഏകകക്ഷി ഭരണം വരുന്നതാണ് നല്ലത്. ഇപ്പറേ ഈ തമ്മിലടിക്കുന്ന ഒരു പൊരുത്തവും ഇല്ലാത്ത ഈ പ്രതിപക്ഷം എല്ലാം കൂടെ ചേർന്ന് ഒരു കൂട്ടുകക്ഷി മുന്നണി ഉണ്ടാക്കി ഭരിച്ചാൽ ഇന്ത്യ എന്ന ഈ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഈ വലിയൊരു ലോകത്ത് ഇന്ത്യ ഒരു ശക്തമായ രാജ്യമാണ്. ആ രാജ്യത്തിൽ ഒരു ഉറച്ച ഭരണം വേണം. ആ ഉറച്ച ഭരണം പിന്നെ കൊടുക്കാൻ കഴിയാതെ ഇവരെല്ലാം കൂടെ കൂട്ടുകക്ഷി ഉണ്ടാക്കി. ഇപ്പൊ തന്നെ ഓർത്ത് അഖിലേഷ് യാദവും മായാവതിയും മമതാ ബാനർജിയും ചന്ദ്രബാബു നായിഡുവും ഈ പിണറായി വിജയനും ഇവരെല്ലാം കൂടെ കൂടിച്ചേർന്ന് നോഹയുടെ പെട്ടകം പോലെ ഒരു സെറ്റപ്പിൽ ഭരിക്കാൻ കയറുന്ന എന്തായാലും സ്ഥിതി ഇന്ത്യയുടെ. അല്ല, ഈ പ്രാദേശിക കക്ഷികളുടെ വളർച്ച ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭീഷണി തന്നെയാണ്. ഇവിടുത്തെ കേരള കോൺഗ്രസുകളുടെ രീതി ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ അല്ല. കാരണം നമ്മുടെയൊക്കെ നമ്മൾ രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ, ശക്തമായി നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ, ഞാനിന്ന് സജീവ രാഷ്ട്രീയത്തിലൊന്നുമില്ല. ഞാൻ പിന്നെ പറഞ്ഞ പോലെ ശിവചന്ദ് മുമ്പേ പറഞ്ഞ പോലെ ഞാൻ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി സംവിധാനമല്ല, അതൊരു സംസ്കാരമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ സംസ്കാരമാണ്, അതിന്റെ ഒരു ഭാഗമാണ് ഞാൻ. അപ്പൊ അത് എന്റെ ബ്ലഡിലുണ്ട്. ഞാനതുകൊണ്ട് എനിക്ക് ആ സംസ്കാരത്തോട് അനുഭാവമുണ്ട്. എന്റെ ആശയങ്ങളും അതിനോട് ചേർന്ന് നിൽക്കുന്നു. പക്ഷെ ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ ഇപ്പൊ ഇല്ല. കർത്താവിന്റെ വിലയോടുള്ള ബന്ധത്തിൽ ഞാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ ബന്ധപ്പെടുന്നില്ല. അപ്പൊ തന്നെ നമുക്ക് ഉള്ളിലുള്ള ഒരു അനുഭാവമുണ്ട്, ആ സ്നേഹമുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു സ്റ്റാൻഡിൽ ഇത് ഇന്ന് ശിവചാൻ ഈ ലൈവിന്റെ ഇതിട്ടപ്പോ പറഞ്ഞ ഒരാൾ വന്ന് സിബി പുത്തൻ വീട്ടിൽ വർഗീസ് എന്ന് പറഞ്ഞ ഒരാൾ വന്നൊരു കമന്റ് എഴുതിയിട്ടുണ്ട്. ധർമ്മൻ ജോസിനെ പോലെയുള്ളവർ മോഡിയെ ട്രോളുന്നത് നിർത്തണം എന്ന്. അപ്പം ദൈവവേലയെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എനിക്കറിയത്തില്ല മലയാളിയുടെ ഒരു കൾച്ചർ എന്നാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ദൈവവേല ചെയ്യുന്നവരായ എല്ലാവരും വായിൽ വെള്ളം ഒഴിച്ച് മിണ്ടാതിരിക്കണം എന്നൊരു ആശയം, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ദൈവവേല ചെയ്യുന്ന ശിവചാനും ഞാനും നമ്മളൊക്കെ ഈ രാജ്യത്തിലെ ഓരോ പൗരന്മാരാണ്.
നമുക്ക് നമ്മുടേതായ ആശയങ്ങൾ പറയാനുണ്ട്. ഒരു അനീതി കണ്ടാൽ അതിനെ എതിർക്കരുത്, അതിനോട് നമ്മൾ മിണ്ടാതെ ഇരിക്കണം, അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കരുത് എന്ന് പറയുന്നത് ഇവരുടെ എല്ലാം ഈ അമിത മാന്യത കാണിക്കുന്നതിന്റെ ഒരു ഭാഗമാണ്. ഞാൻ അങ്ങനെ ഒരു മുഖംമൂടി ഇട്ട ഒരു ദൈവവേലക്കാരനോ അല്ല. എനിക്ക് അങ്ങനെയുള്ള ഈ അമിത മാന്യത പുറമേ കാണിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം ഓരോരുത്തർ ഇട്ടിരിക്കുന്ന കണ്ടു, ഒരാൾ ഒരു അപ്ഡേറ്റ് എഴുതി ഇട്ടിരിക്കുന്ന കണ്ടു, വേറൊരാൾ വേറെ ഇട്ടിരിക്കുന്ന കണ്ടു. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ല, മറക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറക്കുന്നു. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഇതിനൊക്കെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് പറയേണ്ട കാര്യമാണ്. ഇപ്പൊ ശിവചാൻ ഇപ്പൊ ആദ്യം എടുത്തു കാണിച്ച ഒരു ആശയം, ഈ യോബിന്റെ പുസ്തകം 34:24 പാസ്റ്റർ എബി എബ്രഹാമിന്റെ പ്രസംഗം, ഞാൻ സത്യത്തിൽ അതിന് ആ വിഷയത്തോടുള്ള ബന്ധത്തിലൊന്ന് സംസാരിക്കണമെന്ന് കരുതി തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ ശിവചാൻ ആ വിഷയമായിട്ട് വന്നുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങ് പറയും. ഇനിയിപ്പോ അത് വേറെ ഞാൻ വരേണ്ട കാര്യമില്ല, ഇതിനോട് ചേർത്തങ്ങ് പറയാം. എന്റെ സ്നേഹിതനായിരിക്കുന്ന ഒരു ഡിവൈഎസ്പി ഉണ്ട്, അദ്ദേഹം റിട്ടയർഡ് ആണ്, തിരുവല്ലക്കാരനാണ്, എന്റെ വളരെ അടുത്ത സ്നേഹിതനാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ, പുള്ളി നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു, കോൺഗ്രസ് ആശയമുള്ള ആളായിരുന്നു. എന്നാൽ ഇപ്പൊ പുള്ളി കടുത്ത BJP വാദിയാണ്, മോദിയുടെ വലിയ ആരാധകനാണ്. അപ്പം ഞങ്ങൾ തമ്മിലിങ്ങനെ രാഷ്ട്രീയപരമായ ആശയ സംവാദം ഇങ്ങനെ നടന്നു വന്നപ്പോൾ പുള്ളി എന്നോട് ഒരു ഇതിൽ ചോദിച്ചു, കമന്റിൽ ചോദിച്ചു, ജോസേ നിങ്ങളുടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ മോഡിയെ, യോബിന്റെ പുസ്തകം 34:24 പറഞ്ഞിട്ടുണ്ടോ മോഡിയെ താഴെ ഇറക്കും, നിങ്ങളുടെ ദൈവം താഴെ ഇറക്കും എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടി, ഞാൻ ഓർത്തിരുന്നോടെ ഈ പറയുന്നത്. അപ്പോഴേ ഞാൻ ഈ സാധനം കേൾക്കുന്നത് തന്നെ. ഞാനപ്പോ ഇപ്പൊ യോബിന്റെ പുസ്തകം 34:24 എന്താന്ന് എനിക്ക് പെട്ടെന്ന് പിടികിട്ടില്ല. ഞാൻ പുസ്തകം എടുത്ത് നോക്കിയപ്പോഴാണ് അവൻ ആലോചന കൂടാതെ ജില്ല വലിച്ചിറക്കും എന്ന് പറഞ്ഞൊരു വാക്യം. നമ്മുടെ ജോസ് നിരണം രസകരമായിട്ട് അത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഈ ചിന്താഗതി വളരെ അപകടമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ ആ പ്രസംഗത്തിൽ നമ്മൾ കേട്ടത് നിസ്കാര തഴമ്പുള്ള മുസൽമാനും കാൽമുട്ടൽ തഴമ്പുള്ള ക്രിസ്ത്യാനിയും കഴുത്തേലാണ്ട് ചന്ദനയുള്ള ഹിന്ദു എല്ലാം കൂടെ മുട്ടി ഉരുമി തട്ടി ഉരുമി ഒക്കെ നടന്നൊരു കാലഘട്ടം. ഇവൻ എന്താ മണ്ടത്തര പറയുന്നേ? ആ സമാധാനപരമായ സഹവർത്തിത്വത്തിനും മതേതര സംസ്കാരത്തിനും തുരങ്കം വെച്ചതും കളങ്കം ചാർത്തിയതും ഈ പാൽപ്പൊടിയും പഴന്തുണിയുമായി വന്ന ഈ ആളുകളാണ്. അത് നമ്മൾ ചിന്തിക്കണം. ഈ സമാധാനപരമായിട്ട് ജീവിച്ച ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും കൂടെ സമാധാനപരമായിട്ട് ജീവിച്ച ആ അന്തരീക്ഷത്തിൽ ഹിന്ദുക്കളുടെ ദൈവങ്ങളെ വില കുറച്ച് കാണിക്കുകയും അവിടെ ഒരു ദൈവം കുന്തക്കാലെ കുത്തിയിരിക്കുന്നെന്നും മറ്റേ ദൈവം നാക്ക് നീട്ടിയിരിക്കുന്നെന്നും ഒക്കെ പ്രസംഗിച്ച് പെന്തക്കോസ്ത് വേദികളിലാണ്. അങ്ങനെ പ്രസംഗിച്ച ആ കാലഘട്ടം ദശാബ്ദങ്ങളോളം പ്രസംഗിച്ചിട്ട് ഒരു പെന്തക്കോസ്ത് നേതാവും നേതൃത്വവും ഇടപെട്ടിട്ട് അങ്ങനെ പ്രസംഗിക്കരുത്, നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെയോ ബൈബിളോ പ്രസംഗിക്കണമെന്ന് പറഞ്ഞ് തിരുത്തിയോ? തിരുത്തിയിട്ടില്ല. അങ്ങനെ നിരന്തരമായി. അതുപോലെ തന്നെ മുസ്ലിം ജമാഅത്ത് പ്രവർത്തകര്, ഈ മുസ്ലിമുകളിലെ ബഹുഭൂരിപക്ഷം ആളുകളും സമാധാനകാംക്ഷികളും സംസ്കാര സമ്പന്നരും നല്ല തറവാട്ടി പറഞ്ഞവരുമാണ്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ പെന്തക്കോസ്തുകാർ എങ്ങനെയോ എന്നതുപോലെ ഒരു വിഭാഗം മുസ്ലിങ്ങളുടെ ഇടയിലുമുണ്ട് മതതീവ്രവാദ സ്വഭാവമുള്ളവർ. ഈ രണ്ടു കൂട്ടരുടെ നിരന്തരമായ പ്രവർത്തനങ്ങളും പ്രകോപനങ്ങളും കൊണ്ടാണ് ഹൈന്ദവരിലെ ഒരു വിഭാഗം തിരികെ പ്രതികരിക്കാൻ തുടങ്ങിയത്. അത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. എന്നിട്ട് വലിയവായി വർത്തമാനം പറയും ഇവിടെ മതേതരത്വം ഉണ്ടെന്ന്. നിന്റെ ഈ സുവിശേഷം, നിന്റെ ഈ എക്സ്ക്ലൂസീവ് സുവിശേഷം ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നിടത്തോളം കാലം എങ്ങനെ മതസാഹോദര്യം ഉണ്ടാവും? റിലീജിയസ് എക്സ്ക്ലൂസിവിസം പ്രസംഗിക്കുന്ന പെന്തക്കോസ്തുകാർക്ക് ഇവിടുത്തെ സമാധാന ജീവിതത്തിന് ഭംഗം വരുത്തുന്നതും ഇവിടുത്തെ സൗര്യ ജീവിതത്തെ തകർക്കുന്നതുമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ആലോചിതമായി നിങ്ങളുടെ സുവിശേഷത്തെ മാറ്റണം. നിങ്ങളുടെ തെറ്റായ സുവിശേഷമാണ്. കഴിഞ്ഞ പ്രളയത്തിന്റെ മുമ്പ് ഞാനത് പറഞ്ഞപ്പോൾ തൊട്ട് എന്നെ ആക്രമിക്കാൻ തുടങ്ങിയതാണ്. പ്രളയത്തിന്റെ സമയമായപ്പോൾ അതിന് വ്യക്തമായ തെളിവ് കിട്ടി. നിങ്ങൾ ഈ പറയുന്ന സുവിശേഷം തെറ്റായ സുവിശേഷമാണ്. അപ്പൊ റോങ് ഗോസ്പലാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും അവസാനത്തെ നിദർശനമായിട്ടാണ് ഈ ഭാരതത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. ഹലോ, കട്ടായിപ്പോയി. ഓക്കെ, അപ്പം അദ്ദേഹം എന്നോട് ഇങ്ങനെ ചോദിച്ചു, എന്റെ ഫ്രണ്ട് ഡിവൈസ് റിട്ടയർഡ് ആയ ആളാണ്. അദ്ദേഹം ചോദിച്ചതുപോലെ നിങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ മോഡിയെ താഴെ ഇറക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനപ്പോ ഈ പുസ്തകം എടുത്ത് നോക്കിയപ്പോഴേ ഇങ്ങനെ കാണും. പിന്നീട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇതുപോലെ പ്രസംഗം വന്നിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടത്. അപ്പൊ ഞാൻ ആ പ്രസംഗം കേട്ടു. അന്നേരം ഞാൻ അതിനോട് ചേർത്ത് പറഞ്ഞത് ഈ എന്തുവാ റോമാലേഖനം 13:1
ദൈവത്താലല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ, മറക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറക്കുന്നു എന്ന് പറഞ്ഞുള്ള കുറെ ആശയങ്ങളുമായി കുറെ പ്രസംഗങ്ങളും കുറെ അപ്ഡേറ്റുകളും ഒക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഇങ്ങനെയുള്ള എങ്ങും തൊടാതെയുള്ള കുറെ ആശയങ്ങൾ കൊണ്ടുവരിക, അതിനകത്തൂടെയൊക്കെ ആളാകാൻ ശ്രമിക്കുക, ഇത് ഒരു തെറ്റായ പ്രവണതയാണ്. ഇപ്പം ഈ എബി എബ്രഹാമിന്റെ പ്രസംഗത്തിനകത്ത് അയാൾ പറഞ്ഞിരിക്കുന്നത് 23-ാം തീയതി നിങ്ങൾ ടിവിയോ മൊബൈലോ എടുക്കാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ നേരെ ആദ്യം ഇയ്യോബിന്റെ പുസ്തകം വായിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അത് വലിച്ചു താഴെ ഇറക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഏത് ആശയത്തിലാണ് ഇവരൊക്കെ പറയുന്നറിയത്തില്ല. എന്നിട്ട് ശിവചാൻ അതിനകത്ത് അപ്ഡേറ്റിനകത്ത് ഇട്ട പോലെ ബന്ധുക്കോസാർ ദൈവം ലീവിന് പോയിരിക്കുകയാണോ എന്ന് ചോദിച്ച പോലെ, എന്തിന് ദൈവത്തെ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കിടന്ന് ഈ ഭയപ്പെടുന്നത് എന്തിന്? പെന്തക്കോസ്തുകാരുടെ ദൈവം അവധിക്ക് പോയി, പെന്തക്കോസ്തുകാർ പരിഹാസ്യരായി. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവര് പ്രാർത്ഥനാ യോഗങ്ങളും രാത്രി പ്രാർത്ഥനകളും ഓട്ടം ചാട്ടം കുത്തിയോട്ടം കബഡി പെന്തക്കോസ്ത് കൂടോത്രം നടത്തി ഇന്ത്യ മുഴുവൻ. അതിന് നേതൃത്വം കൊടുത്ത ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് പോൾ ദിനകരൻ. പോൾ ദിനകരൻ പറഞ്ഞു സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഇന്ത്യ ഭരിക്കാൻ പോകുന്നെന്ന്. എന്നിട്ട് പ്രവചനം തുടങ്ങി. ഇലക്ഷൻ ആയി കഴിഞ്ഞപ്പോൾ വെപ്രാളമായി, എവിടെയോ ഉള്ളവരെ എല്ലാം വിളിച്ച് ഇതെന്താ സമരമല്ലോ. ഓരോ സിറ്റിയിലും എനിക്ക് വ്യക്തമായ മുഴുവൻ കണക്കുകളാണ്, ഞാൻ അയാളെ ശരിക്കും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ സിറ്റിയിലും ലീഡേഴ്സിനെ പാസ്റ്റേഴ്സിനെ എല്ലാം വിളിച്ചിട്ട് ഇവര് പ്രാർത്ഥിക്കുക. ഇവർക്ക് ദൈവത്തെ പറ്റി യാതൊരു ധാരണയുമില്ല. ദൈവം ആരാണ് എന്ന് ഇവർക്ക് അറിയത്തില്ല, ദൈവ സ്വഭാവം എന്താണെന്ന് ഇവർക്ക് അറിയത്തില്ല. ഇവര് വിശ്വസിക്കുന്ന ഈ പെന്തക്കോസ്തുകാരുടെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ദൈവമല്ല. അവരെ ദയനീയമായ വിധത്തിൽ കൈവിട്ട് കളഞ്ഞു. ഞാൻ റിയലി ഞാൻ ആഗ്രഹിച്ചു മോഡി മാറണം എന്ന് റിയലി ആഗ്രഹിച്ചു. അത് മറ്റൊന്നും കൊണ്ടല്ല, സഭയ്ക്ക് എന്തെങ്കിലും എതിരെ പ്രവർത്തനം വരുന്ന ഉള്ളതുകൊണ്ടല്ല. അങ്ങനെ ഒരു ചിന്തയെ എനിക്കില്ല. കാരണം സഭയെ നട്ടത് ദൈവമാണെങ്കിൽ ദൈവം അതിനെ വളർത്തുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതിന് നമുക്ക് യാതൊരു സംശയമില്ല. മോഡി പിന്നെ ഇന്ന് ഈ കാണിക്കുന്ന ജനജീവിതം ദുസ്സഹമാക്കുന്ന ചില സാമ്പത്തിക നയങ്ങളും മറ്റു പരിപാടികളും അമ്ലേച്ഛമായ ചില പ്രവർത്തികളും അതുകൊണ്ടിട്ട് രാഷ്ട്രീയ നിലപാടുകളിൽ അധിഷ്ഠിതമായി മോഡി മാറണമെന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതൊരു രാഷ്ട്രീയ നിലപാടാണ്. എന്നാൽ തിരിച്ച് മതപരമായിട്ട് ചിന്തിച്ചാൽ കഴിഞ്ഞ 5 വർഷം മോഡി ഭരിച്ചിട്ട് ഇവിടെ എന്ത് ദോഷം ഉണ്ടായി? അല്ല, മതപരമായിട്ട് ചിന്തിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ ഇറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് ദൈവത്തെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. അത് തന്നെയല്ല, ആക്ച്വലി ഈ മോഡി ഭരിച്ചപ്പം ഈ ഗുജറാത്തിൽ ചെല്ലണം, മോഡി മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്തിൽ ചെല്ലണം. ഗുജറാത്തിൽ മോഡിയുടെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ പ്രോസ്പെരിറ്റി കൈവരിച്ച മുസ്ലിം വിഭാഗങ്ങളാണ്. ഈ മുസ്ലിങ്ങളുടെ വോട്ടാണ് ഏറ്റവും കൂടുതൽ അവർക്ക് കിട്ടിയത്. ഇത് ഞാൻ കെട്ടുകഥ പറയുന്നല്ല. ഈ ഇന്ത്യയിൽ തന്നെയാണെങ്കിലും ഗ്രഹാം സ്റ്റെയിൻസ് കൊല്ലപ്പെട്ടത് BJP ഭരിച്ചപ്പോഴല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മതപരിവർത്തന നിരോധന ബില്ലുകൾ പാസ്സായത് കോൺഗ്രസ് ഭരിച്ചപ്പോഴാണ്, BJP ഭരിച്ചപ്പോഴല്ല. അതുപോലെ കഴിഞ്ഞ 5 വർഷം മോഡി ഭരിച്ചിട്ടും മോഡി അവിടെ രാമക്ഷേത്രം പണിതിട്ടില്ല. അത് രാമക്ഷേത്രം മോഡി പണിയാത്തതിൽ എനിക്ക് തന്നെ വിഷമം തോന്നിയായിരുന്നു. ഇയാളെന്താ ഈ കയറിയിട്ട് പണിയാഞ്ഞെന്ന്. കാരണം പണിതിട്ട് നമുക്കതൊന്ന് കാണാൻ പോകായിരുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് വേറെ പ്രയോജനമില്ല. ഞാൻ പറഞ്ഞത് ഇവര് ഈ BJP എന്ന് പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അവര് വളരെ മികച്ച രീതിയിൽ ഇന്ത്യ ഭരിക്കുന്നുണ്ട്. അവര് ഭരിക്കട്ടെ. കോൺഗ്രസ് ശക്തിപ്പെട്ടു വരികയാണ്, വരട്ടെ. അതിന്റെ ഒരു വ്യത്യാസം, BJP പൊളിറ്റിക്കൽ പാർട്ടിയാണ്. പക്ഷേ BJPയുടെ അനുബന്ധ പോഷക സംഘടനകളെല്ലാം തികഞ്ഞ വർഗീയ സംഘടനകൾ തന്നെയാണ്. അവര് അത് ഇപ്പൊ ഇപ്പൊ നമ്മൾ അത് പറയുമ്പോ എല്ലാം പറയണം, അങ്ങേയറ്റം അതിനൊക്കെ വലിയ വർഗീയത ബന്ധുക്കോസുകാർ ഇടയ്ക്കുണ്ട്, 100%. സത്യത്തിൽ ഇവിടുത്തെ ഏറ്റവും വലിയ വർഗീയത മുസ്ലിങ്ങൾക്കും രണ്ടാമത് ബന്ധക്കോസുകാർക്കുമാണ്. അത് അംഗീകരിക്കുമ്പോ തന്നെ പിന്നെ ഈ പറഞ്ഞ യുവമാർക്ക് കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് പുറത്തിറങ്ങി അടിക്കാനും പിടിക്കാനും. ഞാൻ പറയട്ടെ, ഈ ഭൂരിപക്ഷ വർഗീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപകടകരമല്ല. ന്യൂനപക്ഷ വർഗീയത അപകടം. എന്റെ വ്യക്തിപരമായ നിരീക്ഷണത്തിൽ ഭൂരിപക്ഷമുള്ള ആ സംസ്കാരം ആ രാജ്യം ഭരിക്കുന്നതാണ് ആ രാജ്യത്തിന്റെ പ്രോസ്പെരിറ്റിക്ക് നല്ലത്. ഹിന്ദുക്കൾ ഇന്ത്യ ഭരിക്കട്ടെ, ഈ BJP ഇന്ത്യ ഭരിക്കട്ടെ, എന്താ കുഴപ്പം? BJP എന്നിട്ട് അതിന്റെ കീഴിൽ ആള് മറ്റു മതങ്ങൾ സമാധാനത്തോടെ അവർ ജീവിക്കട്ടെ. ഇപ്പൊ ഈ സൗദിയിൽ ജീവിക്കുന്ന പെന്തക്കോസുകാർക്ക് ഈ പ്രശ്നമൊന്നുമില്ല. അവിടുത്തെ രാജാവിനെ മറിക്കാൻ വേണ്ടി ഇവർ പ്രാർത്ഥിക്കുന്നില്ലല്ലോ. ഇല്ല, അതെന്താ പ്രശ്നം? എന്താ പ്രശ്നമില്ലാതെ അപ്പൊ ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു തെറ്റായ കാരണം. അപ്പൊ ഈ പോൾ ദിനകരൻ എന്ന് പറയുന്ന വ്യാജ മഷിഹ, അദ്ദേഹം എത്ര വലിയ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം വരാൻ പോണു സുമുഖനും ചെറുപ്പക്കാരനും ഇന്ത്യ ഭരിക്കും. ജനുവരി 1 പ്രവചനം നടത്തുക. പണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് ഒരു പ്രവചനമൊക്കെ നടത്തുമായിരുന്നു, അതൊക്കെ ഫലിക്കുമായിരുന്നു. അത് കണ്ടുകൊണ്ട് ഇദ്ദേഹം നടത്തിയിട്ട് കാര്യമുണ്ടോ?
അല്ലത് പുള്ളിക്ക് തോന്നിക്കാണും ഇപ്പം സുമുഖനായ ആളെന്ന് പറയുമ്പോൾ അടുത്ത പ്രധാനമന്ത്രി കാൻഡിഡേറ്റ്, പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് രാഹുൽ ഗാന്ധി ആണല്ലോ. അതുകൊണ്ട് അദ്ദേഹം വരുമെന്നുള്ള ആശയത്തിലായിരിക്കാം അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് അപ്പം ഈ പിന്നെ പോൾ ദിനകരൻ പ്രവചിച്ച് കേട്ടപ്പോ ശിൽബന്ധികൾ ചെറുകിട പ്രവാചകന്മാരെല്ലാം അങ്ങ് പ്രവചിക്കാൻ തുടങ്ങി ഈ രാഹുൽ ജയിക്കുമെന്ന്. അപ്പൊ അങ്ങനെ പ്രവചനം കേട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ എബി അബ്രാമിന് തോന്നി എന്നാ പിന്നെ തന്റെ വക, കാരണം ജയിച്ചാൽ ലോട്ടറി അല്ലേ, അപ്പൊ ഒരു ഷെയർ കിട്ടുമല്ലോ, റീച്ച് കിട്ടുമല്ലോ. ഇപ്പം രാഹുൽ പ്രധാനമന്ത്രിയായിരുന്നു, ഇന്നത്തെ എന്റെ അവസ്ഥ എന്തായിരുന്നു? ഈ എബി അബ്രഹാമിന്റെ പ്രസംഗത്തെ കുറിച്ച് ഒരു 6-7 വർഷം മുമ്പ് ഒരാൾ എന്നോട് പറഞ്ഞു. പുള്ളിയുടെ ഒരു പ്രസംഗം കേൾക്കാൻ ഒരാൾ പോയിട്ട് ഇങ്ങനെ ഏതോ ഒരു വിഷയം എടുത്ത് പ്രസംഗിച്ചിട്ട് പുള്ളി പറഞ്ഞ ഒരു കഴുതയോ കാള എന്തോ വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങനെ വരും, എന്നിട്ട് പിന്നെ അതിനെ അവിടുന്ന് വരും. ഇങ്ങനെ പുള്ളി പറഞ്ഞു ഈ വിഷയം തീർക്കുന്നില്ല. അവസാനം ഈ പോയ ആൾ എന്നോട് പറഞ്ഞു, എനിക്ക് പറയണമെന്ന് തോന്നി ബ്രദറെ, എടോ ഇനിയെങ്കിലും ആ വിശന്നിരിക്കുന്ന കാള ഇയാൾ വെള്ളം കുടിപ്പിക്കുക, അല്ലെങ്കിൽ അവിടെ ചെവിക്കലടിച്ച് ഞാൻ പൊട്ടിക്കും എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് പറഞ്ഞു. മനസ്സിലായി? ഈ കുറെ സാഹിത്യം ഒക്കെ കലർത്തി കുറെ നല്ല പുള്ളിക്കാരന് എനിക്ക് അറിയാവുന്ന വളരെ പ്രശസ്തനായ ഒരു ദേവദാസനോട് ഈ എബി അബ്രഹാം ഒരിക്കൽ പറഞ്ഞു, നമ്മൾ ലോക്കൽ ഭാഷയിലൊന്നും സംസാരിക്കരുത്, നല്ല ഭാഷയെ സംസാരിക്കണം, അതിന് ഒരു സാഹിത്യ പുസ്തകം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു പുസ്തകം പറഞ്ഞു കൊടുത്തു. അദ്ദേഹം ഈ കാശില്ലാത്ത സമയത്ത് അന്ന് ഒരു 8 വർഷത്തിന് മുമ്പ് പോയി അന്ന് 600 രൂപ കൊടുത്ത് ആ പുസ്തകമൊക്കെ മേടിച്ചു. പുള്ളി ആ പുസ്തകമൊക്കെ മേടിച്ച് കുറെ കട്ടിയുള്ള വാക്കുകളൊക്കെ പഠിച്ചിട്ട് പുള്ളി പോയി അടുത്ത സ്റ്റേജിൽ പോയി പ്രസംഗിക്കാൻ പോയി. പുള്ളിയുടെ നല്ല പ്രഭാഷകനൊക്കെ, പക്ഷേ പുള്ളി ഇങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു കാര്യവും നടക്കുന്നില്ല. അവസാനം ദൈവം പരിശുദ്ധാത്മാവ് പുള്ളിയോട് ചോദിച്ചാ, ഇന്ന് നീ അവിടെ പ്രസംഗിച്ച നിനക്കും എല്ലാം മനസ്സിലായോ? അവസാനം എന്ത് ചെയ്തു, ഈ പുള്ളിക്കാരൻ ഈ പുസ്തകം കീറി അടുപ്പിലിട്ട് ചുട്ടുകളഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്ന തലത്തിലുള്ള ഭൗതിക ജീവികൾ, അപ്പം ബുദ്ധി കൊണ്ടുള്ള ഒരു കളിയായിരുന്നു. അദ്ദേഹം ഒന്ന് വീശി നോക്കിയതാ. കാരണം ഇന്ന് അങ്ങനെയുള്ള ടീമുകൾക്കാണല്ലോ മാർക്കറ്റ് ഇതിനകത്തെ. അപ്പൊ ഇങ്ങനത്തെ ഈ പ്രവചനങ്ങള് പിന്നെ സ്ഥിരമായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ കൊട്ടാരക്കര ടിനു ജോർജ് എന്ന് പറഞ്ഞ ആള് ഒരു പ്രവചനം നടത്തി. അപ്പൊ ഞാൻ അന്ന് തന്നെ അതിന്റെ അബദ്ധം ചൂണ്ടിക്കാണിച്ചായിരുന്നു. പുള്ളി പറഞ്ഞത് ഗണേഷ് കുമാർ പിന്നെ 21,000 വോട്ടിന് മുകളിൽ അങ്ങാണ്ട് ഒരു ഭൂരിപക്ഷം 23,000 വോട്ടിലധികം ഭൂരിപക്ഷം ജയിക്കുമെന്ന് പരിശുദ്ധാത്മാവ് തെളിവായി പറയുന്നത്. അതിപ്പോ പരിശുദ്ധാത്മാവിന്റെ ആവശ്യമില്ല. പത്തനംതിട്ടയുള്ള ഒരു ബംഗാളിയോട് ചോദിച്ചാൽ പോലും ഗണേഷ് കുമാർ 24,000 വോട്ടിന് ജയിക്കുമെന്ന് പറയുമായിരുന്നു. ഏതെങ്കിലും ആട്ട്. പക്ഷെ പുള്ളി പറഞ്ഞ പ്രവചനത്തിന് അതിന് 1,500 വോട്ട് കൂടുതൽ കിട്ടി. 1,500 1000-ൽ താഴെ വോട്ട്, 23,000-ന് മേലെയുള്ള വോട്ടെന്നാണ് ടിന്നു പറഞ്ഞത്. ഷാർപ്പായിട്ട് ഒരു നമ്പർ പറഞ്ഞു. 24,000 വോട്ട് കിട്ടി. ഇല്ല, 23 സംതിങ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം. 23,000 സംതിങ് തന്നെയായിരുന്നു. 24-ലോട്ട് വന്നില്ല. 24 വന്നില്ല ശുച. ആ ഡിജിറ്റ് മാറിപ്പോയി. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് എക്സാക്ട് ഡിജിറ്റ് പറഞ്ഞില്ലെന്നുള്ളതാണ് എന്റെ അറിവ്. ഏതായാലും ഇത് ഇങ്ങനെയുള്ള കൊട്ടത്താപ്പ് പ്രവചനങ്ങളും ഈ തട്ടിക്കൂട്ട് പ്രവചനങ്ങളും, നമ്മൾ ഈ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോ ഉണ്ടല്ലോ ഒരു കോട്ടുണ്ട് ഈ നമുക്ക് ഇടാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ. അത് ആര് ചെന്നാലും അവർക്ക് ഫിറ്റ് ആവും. അല്ല, ഓരോരുത്തരുടെ അളവിന് കോട്ടൊന്നും എടുക്കുന്നില്ല. ഉണ്ടോ? ഈ സ്റ്റുഡിയോ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ കണ്ടിട്ടുണ്ടോ ഒരു കോട്ട് വരും. അതെങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവും. നമ്മളെല്ലാവരും മെലിഞ്ഞോ ചെന്നാലും അത് വെക്കും. ഈ കോട്ട് വെച്ചൊരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചേരുന്ന കുറെ കോട്ടുണ്ട്. അത്രയും പ്രവചനങ്ങളുണ്ട്. അത്രയും പ്രവചനമായിട്ട് അങ്ങ് ഇറങ്ങുക, എന്നിട്ട് കൊണ്ടുപോയി വെക്കുക. അപ്പം എന്നോട് ഒരാൾ കുറച്ചു മുമ്പ് മെസ്സേജ് ചോദിച്ചു, ഈ എബി അബ്രഹാം ഇപ്പൊ എവിടെ കാണുന്നു? ഞാൻ കാണിപ്പയ്യൂരിന്റെ വീട്ടിൽ തിരക്കി, ചിലപ്പോ അവിടെ കാണുമായിരിക്കും. കാണിപ്പയ്യൂരില്ലേ കഴിഞ്ഞ പ്രാവശ്യം പ്രളയം വരൾച്ചയാന്ന് പ്രവചിച്ചത്. ഈ വർഗീസ് പുത്തൻ വീട്ടിൽ സിബി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ ബുദ്ധിമുട്ടുള്ള ഒരാളാന്ന് തോന്നുന്നു. സുഹൃത്തെ, എന്റെ സ്റ്റാൻഡേർഡ് ഇയാള് നോക്കേണ്ട കാര്യമില്ല. ഇയാള് മുമ്പേ വലിയ വകുപ്പൊക്കെ അടിക്കുന്ന ആളാണ്. താൻ സുരേഷ് ഗോപിയുടെ ഡയലോഗൊക്കെ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. ഇയാളെ എനിക്ക് അളവുകളൊന്നും വെക്കേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഒരു മനുഷ്യനെയും പേടിക്കാതെ മുമ്പോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. ഒരു സുവിശേഷൻ എന്ന് പറഞ്ഞാൽ എന്റെ അന്തസ് അത് വ്യക്തമായിട്ട് പറയാൻ ശ്രമിച്ചു. കാരണം ഒരു സുവിശേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ അന്തസ് മറ്റാരുടെയും മുമ്പിൽ പണയം വെച്ചിട്ടില്ല, നട്ടലോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്റെ കാര്യങ്ങൾ പറയാനുള്ള സ്റ്റാൻഡ് ഉണ്ട്. നിങ്ങൾ ആരും ഇത്രമേൽ വികാരം കൊള്ളേണ്ട കാര്യമില്ല. എനിക്ക് എന്റേതായ രാഷ്ട്രീയമുണ്ട്. അത് ഏത് നിലവാരത്തിലാണെങ്കിലും ഞാനത് സഭ്യമായ രീതിയിൽ പ്രയോഗിക്കേണ്ടത് പ്രയോഗിക്കും. ഞാനെങ്കിലും ആരും തെറി വിളിച്ചിട്ടൊന്നുമില്ല. അതിന് യാതൊരു ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ജോസ് കമന്റ് വായിക്കാനുള്ള ആ ഒരു മനസ്സാസ്ഥയില്ല. ഞാൻ കമന്റ് വായിച്ചോളാം. ഇതിനകത്ത് പ്രശ്നം അല്ലല്ല, അത് ശരി. കാരണം പുള്ളിക്കാരൻ ഇപ്പൊ 2-3 തവണയായി വന്ന്, അതിന് മേളിൽ വേറൊരാളും ഉണ്ട്. ആളിനെ ഞാനങ്ങ് വിട്ടു. ആളിന്റെ മാനസിക നിലവാരം ശരിയല്ലെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ആ ആളിനെ പിന്നെ മൈൻഡ് ചെയ്തില്ല. കാരണം ആ ഒരു റേഞ്ചിലാണ് ഇട്ടേക്കുന്നത്.
സിബി കുറച്ചുകൂടെ മെന്റലി ഫിറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് സിബിയോട് അപ്പൊ മറുപടി പറഞ്ഞത്. നമ്മളിതെന്നാ വെച്ച് കഴിഞ്ഞാൽ ഈ തെറ്റായ സ്പിരിച്വാലിറ്റി ഉണ്ട്. ഇപ്പം ഈ പറഞ്ഞ ഈ മോഡി ഭരിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ ഒന്നും ഒരു ദോഷവും വരുന്നില്ല. പക്ഷെ ഇവിടുത്തെ മതഭ്രാന്തന്മാർക്ക് ചിലപ്പോൾ ചില ദോഷങ്ങൾ അല്ലെ അവരുടെ ചില നടന്നില്ല. പറഞ്ഞാല് നമ്മള് റിലീജിയോസിറ്റിക്ക് എന്നും എതിരാണ്. ശിവജാൻ അറിയാമല്ലോ, റിലീജിയോസിറ്റി അത് ക്രിസ്ത്യാനിറ്റി ആയാലും ഹൈന്ദവ ഇതായാലും എല്ലാം റിലീജിയോസിറ്റിയെ നമ്മള് തീർത്തും കണ്ടം ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. നമ്മൾ നിശ്ചയമായിട്ട് അതിനോട് മതസംവിധാനത്തോട് യോജിക്കുന്നില്ല. ആ ഒരു ആശയത്തിൽ ഞാൻ മാർക്സ് പറഞ്ഞ ആശയത്തോട് വളരെ യോജിക്കുന്ന ആളാണ്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ്. കാരണം മതം മനുഷ്യന്റെ തലയ്ക്കകത്ത് കയറിയാൽ ഏതറ്റം വരെയും പോകും. അപ്പൊ ആ ഒരു ആശയത്തെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ, മനുഷ്യത്വമുള്ള വ്യക്തി എന്ന നിലയിൽ അതിനെ എതിർക്കുന്ന ആള് തന്നെയാണ്. ഈ കാറൽ മാർക്സ് പറഞ്ഞതിനെ തെറ്റിദ്ധരിച്ചറിയാം. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാന്ന് കാറൽ മാർക്സ് പറയുന്ന കാലത്ത് യൂറോപ്പിൽ കറുപ്പ് എന്തിനാ ഉപയോഗിച്ചതെന്ന് ചോദിച്ചറിയോ? വേദനാസംഹാരിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, പെയിൻ കില്ലറായിരുന്നു. അപ്പം കാറൽ മാർക്സ് പറഞ്ഞത് ആ ഒരു പെയിൻ കില്ലറാന്നാണ്. എന്ന് പറഞ്ഞാൽ മതം മനുഷ്യന് വേദനകളെ കുറെ ഈസാക്കി കൊടുക്കും എന്നാ മാർക്സ് പറഞ്ഞത്. അത് പിന്നീട് ഈ കറുപ്പ് പിന്നെ വിവക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ആ ഒരു അർത്ഥത്തിലല്ല. അല്ല ആ അർത്ഥത്തിലല്ല. പക്ഷെ മാർക്സ് പറഞ്ഞ കാലഘട്ടത്തെ അതായിരുന്നു. പുള്ളി പറഞ്ഞ മതം ഒരു പെയിൻ കില്ലറാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഓക്കെ, ഈ ഒരു ആശയത്തിലാണെന്നുണ്ടെങ്കിൽ അത് വളരെ കറക്റ്റ്. ഈ ഒരു ആശയത്തിലാണെങ്കിൽ അത് വളരെ കറക്റ്റ് ആണെന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഇതും അല്ല. അദ്ദേഹം പറഞ്ഞതിനകത്തൊരു നെഗറ്റീവും പറഞ്ഞു. കാരണം ഈ മതം പെയിൻ കില്ലർ ആയതുകൊണ്ട് മതം നിമിത്തം ആളുകൾ പെയിൻ മറക്കുന്നു, അതുകൊണ്ട് വിപ്ലവത്തിന് തയ്യാറാകുന്നില്ല. അതാ അദ്ദേഹം ഉദ്ദേശിച്ചത്. മതം മനുഷ്യനെ അത് അദ്ദേഹം ഉദ്ദേശിച്ച കോണ്ടെക്സ്റ്റ്. ഇനിയിപ്പം മറ്റേ കോണ്ടെക്സ്റ്റിലാണെങ്കിലും, അതായത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്നുള്ള ആ ഒരു ആശയത്തിലാണ്. കാരണം മനുഷ്യന്റെ മസ്തിഷ്കത്തെ പ്രക്ഷാളനം ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ്. ആ ഒരു ആശയത്തിൽ ഞാൻ പറഞ്ഞത് അതൊരു ക്ലാസിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി മാർക്സിന്റെ. അതെ. അപ്പൊ അതുകൊണ്ട് ഇപ്പം ഇതൊരു തെറ്റായ ധാരണയാണ്. പിന്നെ ആളുകളെ പറഞ്ഞ് പേടിപ്പിക്കുന്നത്. അതിൽ കൂടുതലും ഈ മുസ്ലിം തീവ്രവാദ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പങ്കുണ്ട്. അവര് ധാരാളം ക്രിസ്ത്യൻ പേരുകളിലും ഹിന്ദു പേരുകളിലും ഒക്കെ ഐഡിയകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കിയിട്ട് ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ കമന്റ് പ്രളയം അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പൊ 25 ഫേസ്ബുക്ക് ഐഡി ഒരാൾ ഉണ്ടാക്കിയാലും അയാൾക്ക് ഒരു ഹോട്ടലേ ഉള്ളൂ. അതുകൊണ്ടാ തോറ്റുപോയത്. മനസ്സിലായോ? ഇത് ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇലക്ഷന്റെ ആ സമയത്ത് ഒരു ബന്ധക്കോസുകാരനാണ്, പുള്ളിക്കാരന് വന്നൊരു സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് കേരളത്തില് UDF 10 സീറ്റിനപ്പുറം കിട്ടത്തില്ല, 10 സീറ്റ് താഴെ കിട്ടത്തുള്ളൂ, വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ. എന്തായാലും ദൈവാദിനത്തിന് ഞാൻ അന്നേരം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ഇത് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. തിരിച്ച് അയച്ചത് കാരണം ഇതിപ്പോ ഇവരുടെ വിചാരം പറഞ്ഞാൽ ദൈവം ഇവരുടെ പോക്കറ്റിൽ ഇരിക്കുകയാണെന്നും ഇവർ ഒച്ചത്തിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴേക്കും ദൈവം വന്ന് പ്രവർത്തിക്കും, ഇങ്ങനെയൊക്കെയുള്ള മൂഢ വിചാരങ്ങളാണ് ഇവരുടെ ചിന്തയിൽ വരുന്നത്. ഈ ശിവജ, എനിക്കറിയാം ഇതുവരെ ആലോചിച്ചിട്ട് മനസ്സിലാവാത്തൊരു കാര്യമാണ്, ഞാനൊന്ന് ചോദിക്കാം. ഈ പെന്തക്കോസ്തിനകത്ത് ഇത്ര ഈ കമ്മ്യൂണിസ്റ്റ്, അതായത് ഭൗതികവാദം പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടായത് എങ്ങനെയാണ്? അതാണ് ഞാൻ അടിസ്ഥാനപരമായിട്ട് ട്രിനിറ്റി പറയാൻ തുടങ്ങിയപ്പം സംഭവിച്ചത്. ഈ ട്രിനിറ്റി എന്നതാണ് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന ഉപദേശം. ആ ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പാണ്. ആ റിലേഷൻഷിപ്പിലുള്ള ക്രിസ്ത്യാനിറ്റിയാണ് ഏർലി ചർച്ച്, ഏർലി ക്രിസ്ത്യാനിറ്റി. ആ ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ടായിരുന്ന ആർക്കും മരണഭയമില്ലായിരുന്നു. ഈ മോൺസ്റ്റർ ഗോഡിനെ, അതായത് സിംഗിൾ ഗോഡിനെ വർഷിപ്പ് ചെയ്യുന്നതിന് മരണഭീതി ഉണ്ടാവും. അതുകൊണ്ട് അവിടെ മുഴുവൻ ഈ സുറിയാനിക്കാരാണ് കൊല്ലപ്പെട്ടത്. ഇന്നും അവിടെ കൊല്ലപ്പെടുന്നുണ്ട്. അവർക്ക് ആർക്കും ഭീതിയില്ല. അവിടെ 40 പേര് ബോംബ് പൊട്ടി കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടതിന്റെ അവരുടെ കല്ലറയ്ക്കൽ ധൂപം വെക്കാൻ വേണ്ടി പാത്രികീസ് ബാവ പോയി. ഇപ്പം നമ്മുടെ കേരളം സന്ദർശിക്കുന്ന പാത്രികീസ് ബാവ, അദ്ദേഹം പോയപ്പം അവിടുത്തെ പട്ടാളം പറഞ്ഞു അവിടെ ഞങ്ങൾക്ക് സെക്യൂരിറ്റി ഉറപ്പ് പറയാൻ പറ്റത്തില്ല, അവിടെ ഭയങ്കര ഡേഞ്ചറാണ്, നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, എനിക്ക് അവിടെ ഞങ്ങളുടെ വിശ്വാസികളാണ്, പോയി ധൂപം വെച്ചേ പറ്റത്തു. ആ ധൂപം വെക്കാൻ പോയ ബാവായുടെ മോട്ടോർക്കേഡിന് നേരെ ബോംബാക്രമണം ഉണ്ടായി. അതിനകത്ത് 3-4 പേര് കൊല്ലപ്പെട്ടു. എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്ത് പോലും അവര് പോവാണ് പ്രാർത്ഥിക്കാൻ. പക്ഷെ ഈ ഒറ്റപ്പെട്ട ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ഭയങ്കര മരണഭീതിയാണ്. ജോസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പെന്തക്കോസുകാരൻ വിദേശത്ത് പോകണമെങ്കിൽ ഏറ്റവും മിനിമം 5 പേര് പ്രാർത്ഥിക്കും. ലോക്കൽ പാസ്റ്റർ പ്രാർത്ഥിക്കും, പിന്നെ സഭയിലെ വിശ്വാസികള് സെക്രട്ടറിയോ വല്ലോ ഒന്ന് വന്ന് പ്രാർത്ഥിക്കും. അതുകൂടാതെ അവിടുത്തെ ഒരു പ്രമുഖ പാസ്റ്റർ, സെൻട്രൽ പാസ്റ്ററോ പ്രാർത്ഥിക്കും. പിന്നെ പ്രവാചകൻ വന്ന് പ്രാർത്ഥിക്കും.
പിന്നെ എവിടെയെങ്കിലും 3-4 പ്രവാചകന്മാരെ വിളിച്ചു പ്രാർത്ഥിപ്പിക്കും. ഇങ്ങനെ ഭയങ്കരമായ പ്രാർത്ഥനകളാണ് നടത്തുന്നത്. ഇവൻ ഇതിന് മാത്രം പ്രാർത്ഥിക്കുന്നത് എന്തിനാ? ഇവരെന്നെ ഇത്ര പേടി? ഈ വിമാനത്തെക്കാരെ എന്ത് ഇത്ര പേടി എന്നാ? എടാ, ഇവിടെ യാക്കോക്കാർ വിമാനത്തിൽ ഇത്ര പ്രാർത്ഥനയും വേണമെന്നില്ല, അവരങ്ങ് പോവാണല്ലോ. എന്നിട്ട് പിന്നെ എനിക്ക് ഞങ്ങൾക്ക് മരിക്കാൻ പേടിയില്ല എന്ന് പറയുന്നത് തട്ടിപ്പല്ലേ? പറച്ചിലല്ലേ ഉള്ളൂ. അത് നമുക്കറിയാം. പിശാചിനെ പോലും, പിശാച് എന്ന് പറഞ്ഞില്ലാത്തൊരു സാധനത്തെ പോലും പേടിയാണ്. പിശാചിനെ പേടിയാണ്. അത് ഈ വിഷയങ്ങൾ വെച്ചോണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ. അവര് ഇടം വലം തിരിഞ്ഞാൽ ദൂത് കേൾക്കണം, അല്ലെങ്കിൽ 100 പ്രാവശ്യം മുദ്രയിടണം. ഇതൊക്കെ ഈ ഭയത്തിനകത്തുനിന്നുണ്ടാകുന്ന കാര്യങ്ങളാണ്, നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു മതമാണ്. അപ്പൊ അതാണ് അതിന്റെ സംഭവം. അതുകൊണ്ട് അവർക്ക് ഈ പേടി വരുന്നത്. അവരുടെ ജോസിന്റെ സംശയം വളരെ യഥാർത്ഥമായ ഒരു സംശയമാണ്. ആ സംശയത്തിന്റെ ഉത്തരം കാരണം എനിക്കറിയാം, ഇപ്പൊ ഇതിനകത്ത് ഈ MBFT പോലെയുള്ള ഫ്രീ തിങ്കേഴ്സ് ഗ്രൂപ്പിനകത്തൊക്കെ വളരെ ശക്തമായി അതിന്റെ ലീഡിങ് അഡ്മിൻസ് ആയിട്ട് നിൽക്കുന്നവരും അങ്ങനെയുള്ളവരും ഒക്കെ, അതിനകത്ത് ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഈ കമ്മ്യൂണിസത്തിന് വേണ്ടി അങ്ങ് വാദിക്കുക. അതായത് നമുക്കറിയാം, ഇപ്പം നിഷ്പക്ഷമായിട്ട് പറഞ്ഞാൽ പോലും ചിന്തിക്കുന്ന ഒരാൾക്ക് പോലും നോക്കിയാൽ പറയും, വടകരയില് ആള് പി ജയരാജൻ എന്ന് പറഞ്ഞ ആള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിടുത്തെ കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുന്നയാള്, എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യം. അപ്പൊ ജയരാജന് വേണ്ടി പോലും ഞങ്ങളുടെ ചെന്താരകമാണ്, ചെന്താരകത്തെ ഞങ്ങൾ സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പെന്തക്കോസ്തുകാർ വിചാരിച്ച് പെന്തക്കോസ്തുകാരെല്ലാം സപ്പോർട്ട് ചെയ്യുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ജയിക്കുമെന്നും ഒക്കെയാണ് ചിന്തിച്ചത്. അപ്പം ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇവരെല്ലാം ഇട്ടങ്ങ് പോസ്റ്റ്, ഞാനതിൽ 2-3 പേരെ കിട്ടു, നിങ്ങൾ ഇതാ രാഷ്ട്രീയ അതിപ്രസരമാണ്, അത്രയും നിങ്ങൾ പോസ്റ്റ് ഇടരുതെന്ന് പറഞ്ഞിട്ട് എവിടെ? ഇവർക്ക് അങ്ങ് കമ്മ്യൂണിസ്റ്റ് തിമിരം ബാധിച്ചു. ഇവരുടെ വിചാരം പിണറായി വിജയൻ ഒന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് ഇവിടെ അങ്ങ് ഭരിക്കും. എനിക്ക് മനസ്സിലായ രാഷ്ട്രീയമുണ്ട്. അതായത് ഈ ഇവര് യേശുവിലല്ല ഇവര് ഇവരുടെ രക്ഷകനെ. കഴിഞ്ഞ ദിവസം ഒരുത്തൻ പ്രസംഗിച്ചോണ്ടിരുന്നപ്പം ഒരു കള്ളുകൂടിയൻ ഒരു കപ്പപ്പത്തലുമായിട്ട് വന്നു. അയാൾക്ക് നിലത്ത് പോലും കാലിറങ്ങുന്നത്. അയാൾ അടിച്ച് ഇവന്റെ പ്രസംഗിക്കുന്നതിന് സൈഡിലും കണ്ടിട്ട് ചെറിയ കപ്പക്കോലും ഉണ്ട്. അയാൾ അന്നേരം അലച്ചിട്ട് താഴെ വീഴുകയും ചെയ്തു. ഭയങ്കര സുവിശേഷ വീടനാണെന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുക. അപ്പൊ ഇത്രയുമുള്ള ഈ മരണഭയത്തിൽ ഇത്രയും പേടിയുള്ള ഇനി പണിക്കിറങ്ങി. അപ്പൊ ആ പേടിയിൽ നിന്നാണ് ഇവർ സംരക്ഷകരെ കണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരിലാണ്. DYFIക്കാർ സഹായിക്കും, കമ്മ്യൂണിസ്റ്റുകാർ സഹായിക്കും എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണ് പെന്തക്കോസ്തുകാരെല്ലാം ഈ കമ്മ്യൂണിസ്റ്റിൽ ചേർന്നിരിക്കുന്നത്. ഇവർക്കിത് അറിയാൻ മേലാത്തതുണ്ട്. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രബലമായിട്ടുള്ളിടത്തൊക്കെ മത സംവിധാനത്തെ തകർത്ത് കളഞ്ഞ ചരിത്രമേ ഉള്ളൂ. ചൈനയിൽ സ്വാതന്ത്ര്യമുണ്ട്. ജോസ് ചൈനയുടെ കാര്യം അതിനകത്ത് ഞാൻ ഒരിക്കൽ ലൈവിൽ പറഞ്ഞ ഒന്നുകൂടെ പറയാം. തണ്ണിമത്തങ്ങ, നമ്മുടെ വാട്ടർമെലൺ ഉണ്ടല്ലോ, തണ്ണിമത്തങ്ങ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പുറത്ത് പച്ച, അകത്ത് ചുവപ്പ്. ഇതാണ്. നിങ്ങൾ മുസ്ലിം രാജ്യങ്ങളെയും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെയും നോക്കൂ. മുസ്ലിം രാജ്യങ്ങളിൽ ഒരിടത്തും ജനാധിപത്യം ഇല്ല, മതസ്വാതന്ത്ര്യം ഇല്ല, അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഒരിടത്തും മതസ്വാതന്ത്ര്യം ഇല്ല, ജനാധിപത്യം ഇല്ല, അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും കമന്റും പോസ്റ്റ് വിടുന്നത് ഈ 2 കൂട്ടരാണ്. ഫ്രീ തിങ്കേഴ്സ് എന്നുള്ള ഗ്രൂപ്പിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ വാചകം കേട്ട് കഴിഞ്ഞാൽ നമ്മളവർക്ക് ഇവരിപ്പോ അങ്ങ് ശരിയാക്കി തരുമെന്ന്. ഇവർക്ക് ഭൂരിപക്ഷം കിട്ടിയ ഒരിടത്തും ജനാധിപത്യം ഇല്ല, മതസ്വാതന്ത്ര്യം ഇല്ല, മതേതരത്വം ഇല്ല, മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച ഒരിടത്തും ഇല്ല. ഏറ്റവും കൂടുതൽ ആളുകളെ കൂട്ടക്കൊല ചെയ്ത രാജ്യങ്ങൾ അതല്ല. ജനാധിപത്യ സംവിധാനങ്ങളെ ഒരു ജനാധിപത്യവും ഇല്ല. ഇപ്പൊ തന്നെ ഈ എബി അബ്രഹാമിന്റെ ഇയ്യോബ് 34:24 എന്നുള്ള വാക്യം ഈ വടക്കൻ കൊറിയയിലൊന്നും പ്രയോഗിച്ചേക്കത്തില്ലേ? അവിടെ ഒരു ബലശാലിയെ തകർത്തിട്ട് പകരം വേറെ ആളുകളെ നിയമിക്കാൻ ഇവനെ വടക്കൻ കൊറിയക്ക് വിടട്ടെ. ഇവൻ അവിടെ പോയി കിങ് ജോങ്ങിനെ ഈ വാക്യം വായിച്ച് ഇളക്കട്ടെ. പറയത്തില്ല, കാരണം അത് മലയാളം ബൈബിളിലേ ഉള്ളൂ. കൊറിയൻ ബൈബിളില് ഈ സംഗതി ഇല്ല. ഈ കൊറിയ എന്ന് പറഞ്ഞ രാജ്യത്തിൽ നിന്നാണ് കേരളത്തിലോട്ട് ബൈബിൾ അടിച്ചിറക്കുന്നുള്ളത് ജോസിനറിയോ? അറിയാം. അപ്പൊ ആ കൊറിയ എന്നാണ് ഇവന്റെ പുസ്തകം വരെ അടിച്ചുകൊണ്ട് വരുന്നത്. എന്നിട്ട് ആ കൊറിയയിലിരുന്ന് ഏകാധിപതി ഇരിക്കുകയാണ്. ഈ വാക്യം അവിടെ ഫലിക്കുന്നുമില്ല. ഈ ഇത്രയും പോലും കോമൺ സെൻസ് ഈ പെന്തക്കോസ്തുകാർക്കില്ല. അല്ല, ഇതിനകത്ത് ഈ ശുദ്ധ വിവരക്കേടെന്നല്ല, ഈ കോണ്ടെക്സ്റ്റ് നോക്കാം. ഇവരുടെ പ്രശ്നമല്ല അതാണ്. ഇവർ മറ്റ് പ്രസംഗങ്ങൾ, ഇപ്പൊ നമ്മളിപ്പോ ഇന്ന് രാഷ്ട്രീയ വിഷയമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ പോലും ഈ നമ്മള് മറ്റ് പ്രസംഗ വിഷയങ്ങൾ എടുത്തു നോക്കിയാൽ ഈ കോണ്ടെക്സ്റ്റ് ഇല്ലാത്ത മെസ്സേജ് ആണല്ലോ. എന്തെങ്കിലും ഒന്ന് കണ്ടാൽ ഉടനെ അതെടുത്തിട്ട് വെറുതെ അന്നേരത്തെ വിഷയങ്ങളോടൊക്കെ ബന്ധിപ്പിക്കുക.
ഇപ്പം അങ്ങനെ ഒരു പ്രസംഗം അങ്ങ് നടത്തുക, വായി വരുന്നത് കോതയ്ക്ക് പാട്ട്, അതാണ് അവരുടെ ശൈലി. അതിന്റെ ആശയം എന്താണെന്നോ. എന്നിട്ട് അതിൽ ഒരാൾക്ക് വീഴ്ച വന്ന പറഞ്ഞ അയാൾ ഞങ്ങളുടെ കൂടെ ഉള്ള ആളല്ലെന്ന് കൈ എഴുതും. കഴിഞ്ഞ ദിവസം തൃശ്ശൂര് ഒരു വലിയ PhD ഉള്ള ഒരു പാസ്റ്റർ, പുള്ളി പഞ്ചഗ്രന്ഥങ്ങളിലെ ക്രിസ്തു എന്ന് പറഞ്ഞ ആശയത്തിനകത്ത് PhD ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ നമ്മൾ പ്രസംഗിക്കുന്ന ആശയമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരനൊരു വാക്യം എടുത്തിട്ട് നമ്മളെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്ത ഇതിന് ഞാൻ പറഞ്ഞു, പാസ്റ്റേ അതിന്റെ മറുപടി അതിന്റെ തൊട്ട് താഴത്തെ വാക്യത്തിൽ കിടപ്പുണ്ട്, വായിച്ചോളാൻ പറഞ്ഞു. പുള്ളി അത് വായിച്ച് തൃപ്തിയായി അങ്ങ് പോവുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു വാക്യം കിട്ടി ഉടനെ അതുമായിട്ട് ചാടിത്തുള്ളി അങ്ങ് ഇറങ്ങിയിരിക്കുക, അതിന്റെ താഴെയുള്ളതും മേളിലുള്ളതും അടുത്ത വാക്യം പോലും വായിക്കാൻ മെനക്കെടുന്നില്ല എന്നുള്ളതാണ്. അതെ, അത് തന്നെയാണ് ഈ എബി അബ്രഹാമിനും പറ്റിയത്. ഇയാള് പറഞ്ഞ വാക്യത്തിന് തൊട്ട് താഴെ യഹോവ പറയുന്നുണ്ട് ഇത് അറിവില്ലാത്ത വാക്കുകളാണ്. അതുകൂടെ വായിച്ചിരുന്നെങ്കിൽ ഇത് പറയുമോ? അപ്പൊ ഇതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു ബൈബിൾ വാക്യം വെച്ചും ദൈവം എന്ന് പറഞ്ഞ ഈ മനുഷ്യന്റെ കാര്യത്തിൽ ഇവിടുത്തെ വോട്ട് പിടിക്കാനും ഇതിനൊക്കെ ഇറങ്ങി നിൽക്കുവോ, ഇവരുടെ ചെറിയ ചെറിയ വൈകാരികതകൾക്ക് പ്രതികരിക്കാൻ നിൽക്കുവൊന്നും അല്ല. ദൈവത്തിന് എല്ലാ കാര്യങ്ങളും ഫോർനോളജ് ഉണ്ടല്ലോ, സർവജ്ഞാനിയാണ്. അപ്പോ ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്നതൊക്കെയാണ് ദൈവത്തിന് അറിയാം. അപ്പൊ ഇന്നത് ചെയ്യണം എന്ന് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ ദൈവത്തിന് കൊടുത്തിട്ട് വേണം ദൈവം പ്രവർത്തിക്കാൻ. എന്റെ ഒരു ചോദ്യം അതാണ്. അതെ, അതാ ഇവരെ ഈ മല്ല് പിടിച്ച് ഈ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുക, എന്തെല്ലാം പരിപാടികളാണ് നടത്തുന്നത്. അപ്പൊ ഞാന് ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് നോമിനേഷൻ ഒക്കെ കൊടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പാണ് നമ്മുടെ സ്വർഗീയ മാലാഖമാരെ പറ്റി ഒരു ലൈവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫേസ്ബുക്കിൽ ഇപ്പോഴും കിടപ്പുണ്ട്, ഡേറ്റ് നോക്കിയാൽ. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു, നിങ്ങളാരും ഈ ഭരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മെനക്കെടണ്ട, ആ സമയത്ത് പോയി വല്ല ഉണ്ടമ്പരിയൊക്കെ കഴിച്ച് സുഖമായിട്ട് നടക്കടാ പോയെന്ന് പറഞ്ഞു. നിന്റെ ഒന്നും പ്രാർത്ഥനയ്ക്ക് ഒരു ഫലം ഉണ്ടാകത്തില്ല. അല്ല, ഞാൻ ഇപ്പൊ നുണ പറയുന്നല്ല, നിങ്ങൾ ജസ്റ്റ് ഗോ ബ്രൗസ് ത്രൂ മൈ ടൈം ലൈൻ, നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. ആ വീഡിയോക്കകത്ത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് യാതൊരു ഫലം ഉണ്ടാകാൻ പോകുന്നില്ല, മോഡി തന്നെ വരും, നിങ്ങൾ ഹൃദയം മെനക്കെടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇപ്പൊ ജയിച്ചു കഴിഞ്ഞോ പറയുന്നില്ല, അന്നേ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. അതിനൊന്നും നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. ചുമ്മാ ഇരുന്ന് രാത്രിയിലൊക്കെ ഇരുന്ന് ശാസിക്കുക, ബത്സിക്കുക. എന്റെ ഒരു ചോദ്യം ഇതാണ്, നമ്മള് ഒരു കാര്യം ഒരു രാജ്യത്ത് നടക്കുക അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു കാര്യം നടക്കണമെങ്കിൽ ദൈവം നമ്മളോട് പറയുക, നീ അത് പ്രാർത്ഥിക്കാമെങ്കിൽ ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റെക്കമെൻഡ് കിട്ടിയിട്ട് വേണോ ദൈവത്തിന് അത് ചെയ്യാൻ? അതിന്റെ രാജ്യത്ത് നടക്കേണ്ട കാര്യമാണെങ്കിൽ ദൈവത്തിന് അത് ത്രൂ അങ്ങ് ചെയ്താൽ പോരെ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. ഇവരങ്ങനെയല്ല പറയുന്നത്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവത്തിനൊരു കാര്യം പ്രവർത്തിക്കണം, ദൈവത്തിന് ബാറ്ററി ചാർജ് ചെയ്യണം. ഈ ബാറ്ററി പ്രസംഗത്തിനകത്ത് ആശയത്തിനകത്ത് തന്നെ മുട്ടത്തഴമ്പുള്ള ക്രിസ്ത്യാനി, എവിടുത്തെ വകുപ്പാ ക്രിസ്ത്യാനിക്ക് മുട്ടത്തഴമ്പ് വരണമെന്ന് എവിടെ എഴുതിയിരിക്കുന്നു? ബന്ധക്കോസ്താരുടെ മുട്ട് കുത്തുന്നേ ആശയം കടുപ്പി മുട്ടത്തഴമ്പുള്ള പദപ്രയോഗത്തിന്റെ ശൈലിയാണ്. ഇപ്പൊ ഇതിനകത്ത് നമ്മുടെ ഒരു ഒരു ഹിന്ദു ജ്യോത്സ്യൻ 4 മാസം മുമ്പ് പ്രവചിച്ച യൂട്യൂബിലുണ്ട്. ഇപ്പൊ അത് വൈറലായിക്കൊണ്ടിരിക്കുക. അദ്ദേഹം വളരെ വ്യക്തമായി മോഡി ഗോപാലകൃഷ്ണൻ അങ്ങനെ കണ്ട പേരുള്ള എന്തോ പേര് മറന്നുപോയി. അപ്പൊ അദ്ദേഹം വളരെ അപ്പൊ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അപ്പൊ ഈ പറഞ്ഞു, ഒരു പെന്തക്കോസ്ത് പാസ്റ്ററുടെ പ്രവചനം 8 നില പൊട്ടിപ്പോവുകയും ഒരു ഹിന്ദു ജ്യോത്സ്യന്റെ പ്രവചനം അച്ചട്ടാകുകയും ചെയ്തു. ഇനിയെങ്കിലും ഈ പെട്ടിക്കട പൂട്ടി വെച്ച് പോകാൻ മേലെ, അടുത്ത പണി നോക്കാൻ മേലെ, ഇനി ആളുകളെ കളിപ്പിക്കാൻ വേണ്ടി. ഇത് പറഞ്ഞുകൊണ്ട് ഇനിയും ഇത് വെച്ചിട്ട് ഉള്ള ക്രിസ്ത്യൻ മേഖലയിലെ എല്ലാ പ്രവാചകന്മാർക്കും ഇട്ട് തൂത്തുവാരി അടിക്കാൻ അതിനകത്തെ പരീക്ഷന്മാർക്ക് വടിയായി. ക്രിസ്ത്യൻ മേഖലയിലെ പ്രവാചകന്മാരല്ല, പ്രവചന വരം ഉള്ളവരുണ്ട്. അതാ പറഞ്ഞത്, ക്രിസ്ത്യൻ മേഖലയിലെ പ്രവചന വരം ഉള്ളവരുണ്ട്. അല്ല, അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളിനോട് പറഞ്ഞായിരുന്നു, ഈ വളരെ എക്സാക്റ്റ് ആയിട്ട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുണ്ട്, അവരെ ഇവർക്ക് ദേഷ്യമാണ്. അവര് പ്രവചിക്കുന്നുണ്ട്, ഉടനെ ഇവരിളകി ചോദിക്കും, പിന്നെ കണിയാന്റെ പണിയാണോ, അതാണോ ഇതാണോ എന്ന് വിമർശിക്കും. അതേസമയം പെന്തക്കോസ്തുകാരുടെ ഇത് നോക്കിയേ, അവർക്ക് ഒരു ലുട്ടിലൊടുക്ക് പ്രവാചകനില്ലാതെ അവരുടെ കാര്യങ്ങൾ നടക്കത്തില്ല. എന്തിനും ഇതിനും പ്രവാചകൻ വേണം. പക്ഷെ എക്സാക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പേരോ അല്ലെങ്കിൽ എന്താ തീയതി മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വളരെ ഷാർപ്പായിട്ട് പ്രവചിക്കുന്ന ഒരു പ്രവാചകനെ കണ്ടാൽ ഉടനെ പെന്തക്കോസ്തുകാർ വിമർശിക്കും. ഇതെന്നെ കണിയാന്റെ പരിപാടിയാണോ, ഇങ്ങനത്തെ ഇതിന്റെ ആവശ്യമില്ല സഭയ്ക്കകത്ത്. പക്ഷെ പെന്തക്കോസ്തുകാരന്റെ ലൈഫ് നോക്കിയേ, മുഴുവൻ പ്രവാചകൻ ഇല്ലാത്തൊരു ഇടപാടിൽ എന്തെങ്കിലും ഒരു ദൂതെങ്കിലും കേൾക്കാതെ പറ്റത്തില്ല. ശരിയല്ലേ? അത് വളരെ ശരിയാണ്. ഇപ്പൊ ഈ പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് ഈ പെന്തക്കോസ്തുകാര് ക്രിസ്ത്യാനിറ്റിക്ക് മൊത്തത്തിൽ അപമാനം ഉണ്ടാക്കുന്ന, ഇപ്പം ആ പാസ്റ്റർ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും തോളോട് തോൾ ചേർന്ന് ഒരുമിച്ച് നടത്തണമെങ്കിൽ ഇങ്ങനെയുള്ള ചിത്ര വാസനകളെ നിങ്ങൾ അവസാനിപ്പിക്കണം. ഈ തരത്തിലുള്ള
പൊതുസമൂഹത്തിൽ വന്നിച്ച് അലറി വിളിച്ച് രാഷ്ട്രീയ തിമിരം ബാധിച്ച് വർഗീയ വിഷം കുത്തിവെക്കുന്ന പ്രസംഗങ്ങളാണ്. അല്ല, ഇവരുടെ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഇത്രയും ദോഷങ്ങൾ രാജ്യത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഒരാളുടെ അപ്ഡേറ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു, 2021 കർത്താവ് ഇന്ത്യ പിടിക്കും, കർത്താവ് ഇന്ത്യ പിടിക്കും. അപ്പൊ ഇതുവരെ ഇന്ത്യയിലുള്ള മനുഷ്യരെയൊക്കെ കർത്താവ് തള്ളിക്കളഞ്ഞിരിക്കുകയായിരുന്നു. 2020 ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്ത് പിന്നെ ക്രിസ്തീയ ഗാനം ആലപിക്കും, ഇന്ത്യ ക്രിസ്ത്യൻ രാജ്യമായി മാറുമെന്ന് ആഞ്ചലീന പോള് എന്ന് പറഞ്ഞൊരു കത്തോലിക്ക കന്യാസ്ത്രീ പെന്തക്കോസിൽ ചേർന്നപ്പോ പറഞ്ഞു. ഇതിനകത്ത് പ്രേരിതയായി ഈ കത്തോലിക്ക അതെ അഞ്ജലി പോളിന്റെ മരിച്ചുപോയ ആള് ബസാപടത്തിൽ മരിച്ചില്ല ഈയിടെ. അപ്പൊ അവരുടെ ആ പ്രസ്താവനയിൽ ആവേശം കയറി അത് വളരെ കൃത്യമായ ഒരു പ്രവാചനമാണ് എന്ന് പാസ്റ്റർ TJ ശാമുവൽ പറഞ്ഞു. പാസ്റ്റർ TJ ശാമുവൽ അത് പറയുക തന്നെയല്ല, അദ്ദേഹം പിന്നെ തനിക്കും അത് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞു. അതിശക്തമായിട്ട് ഈ 2013, 2014 ആ കാലഘട്ടങ്ങളിലൊക്കെ TJ ശാമുവലിന്റെ മെയിൻ പ്രസംഗം അതായിരുന്നു, 2020 ഇന്ത്യ ക്രിസ്തീയ രാജ്യമാവും. ഇപ്പൊ 2020 ക്രിസ്തീയ രാജ്യം ഇനിയുണ്ടല്ലോ 8 മാസം. ഇനിയിപ്പം 7 മാസവും കൂടെ ഉണ്ട്. അടുത്ത 7 മാസം കൊണ്ട് TJ ശാമുവലും ദൈവവും കൂടെ ഇന്ത്യ ക്രിസ്തീയ രാജ്യമാക്കി മാറ്റും. അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം. അപ്പൊ എന്ന് പറഞ്ഞ് ഇവർക്ക് ശരിക്കും ദൈവം ആരാണെന്നോ ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നോ ദൈവത്തിന്റെ രാജ്യം എന്താണെന്നോ മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇവർ ഈ മതപ്രചരണത്തിന് വേണ്ടി ഇന്ത്യ ക്രിസ്തീയ രാജ്യമാക്കണം എന്ന് വിചാരിക്കുന്നത്. ഇന്ത്യ ക്രിസ്തീയ രാജ്യമാകാതെ ഇന്ത്യയിലെ ക്രിസ്ത്യാനിറ്റി ഈ 1.5% നിൽക്കുമ്പോ തന്നെ ഇന്ത്യയിൽ ദൈവരാജ്യം വരാൻ കഴിയും. അത് ഇവർക്ക് ദൈവരാജ്യം അറിയത്തില്ല, ഇവർക്ക് ദൈവരാജ്യം എന്താണെന്ന് അറിയത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇവര് ബൈബിൾ ആണ് എല്ലാം എന്ന് പറയുമ്പോൾ തന്നെ ഇവർക്ക് ബൈബിൾ അറിയത്തില്ലെന്നുള്ളതാണ് ഏറ്റവും പരമാർത്ഥമായ ഒരു കാര്യം. ബൈബിളിനകത്തേക്ക് കടന്ന ഒരു ആശയത്തിലേക്ക് നമ്മൾ സംസാരിച്ചാൽ അവർക്ക് പറയാൻ നമുക്ക് ആ പേര് തന്നെ പറഞ്ഞ് എനിക്ക് ആ പേര് പറയുന്നതിൽ വലിയ താല്പര്യമുണ്ട്. പേര് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത് പാസ്റ്റർ TJ ശാമുവൽ. പാസ്റ്റർ TJ ശാമുവലോ അദ്ദേഹത്തിന്റെ അനുയായികളോ സിൽബന്തികളോ വകയിലുള്ള ബന്ധുക്കളോ ചാർച്ചക്കാരോ ആരെങ്കിലും ഈ വീഡിയോ കാണാൻ ഇടയാകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കണം. അദ്ദേഹം 2020 ഇന്ത്യ ക്രിസ്തീയ രാജ്യമെന്ന് പ്രവചിച്ചു ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ ഇളക്കി. അതൊരു താൽക്കാലികമായിട്ടൊന്ന് ഇളക്കിയതാണോ? ഒന്നുകിൽ അതിന് വിശദീകരണം തരിക, അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം, ആർജവത്വം കാണിക്കണം, പൊതുസമൂഹത്തോട് പറയണം എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. 2 പേരാ പറഞ്ഞു, അഞ്ജലി പോളും TJ ശാമുവലുടെ പറഞ്ഞത്. അഞ്ജലി പോൾ ഇന്ന് ഇല്ല, അപ്പൊ പിന്നെ TJ ശാമുവലായി ഉത്തരം പറയണ്ടേ? അദ്ദേഹം എത്രയോ സ്ഥലത്ത് പറഞ്ഞു 2020 ഇന്ത്യ ക്രിസ്തീയ രാജ്യമാകുന്നു. ഈ രീതിയിലുള്ള മതവിദ്വേഷമല്ലേ പ്രചരിപ്പിച്ചത്? അപ്പൊ ഈ രാജ്യത്തെ മതസാഹോദര്യത്തെ ജനത്തിന്റെ സമാധാനത്തെ തകർക്കുന്നതിൽ തന്റേതായ ഒരു കോൺട്രിബ്യൂഷൻ ഈ TJ ശാമുവൽ നടത്തിയിട്ടുണ്ട്. ഓക്കെ സതീഷ് പരമേല പറയുന്നു അഞ്ജലി പോൾ അല്ല. എനിക്കും സംശയം ഉണ്ടായിരുന്നു. ഏഞ്ചലിക്ക സിസ്റ്റർ ആണ്, ഏഞ്ചലിക്ക. അവർക്കൊരു ടീമുണ്ട്. സതീഷ് പാസ്റ്റർ അത് എഴുതിയിട്ടുണ്ട്, സിസ്റ്റർ ഏഞ്ചലിക്ക. എന്നാ ഇത് രണ്ടായിരിക്കും. എന്നാ അത് ക്ഷമിക്കാം. അപ്പൊ എനിക്ക് സംശയം തോന്നിയായിരുന്നു അവരങ്ങനെ പറഞ്ഞതായിട്ട്. എനിക്കൊരു ആ സാധനം അങ്ങനെ ഒരു സാധനം ഉണ്ടോ? ഈ അഞ്ജലി പോൾ ഇറങ്ങുന്നതിന് മുൻപേ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു സിസ്റ്റർ ഏഞ്ചലിക്ക. ഇവരൊക്കെ ഒരേ പേരിൽ ഇറങ്ങിയ നമ്മൾ കുഴഞ്ഞു പോകത്തുള്ളൂ. ഇതിപ്പോ 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ എന്ന് പറഞ്ഞാലായി പോയി. അപ്പൊ എല്ലാ പ്രേക്ഷകരും ക്ഷമിക്കുക, എനിക്ക് തെറ്റിപ്പോയി. അത് അഞ്ജലി പോൾ അല്ല, അഞ്ജലി ഏഞ്ചലിക്ക. ആഞ്ചലിക്ക എന്ന് പറഞ്ഞ സിസ്റ്റർ ആണ് അത് പറഞ്ഞത്. അപ്പൊ ആഞ്ചലിക്ക സിസ്റ്റർക്കും പറയാം, പിന്നെ TJ ശാമുവലിനും പറയാം. അപ്പൊ ഇവരെന്ന് പറഞ്ഞ് ഇതൊക്കെ TJ ശാമുവൽ ബന്ധക്കോസല്ലെന്ന് ഇപ്പൊ പറയുക. ഇപ്പൊ TJ ശാമുവൽ, സതീഷ് പരുമല, താങ്ക് യു വെരി മച്ച് ഫോർ ദ ക്ലാരിഫിക്കേഷൻ. അപ്പൊ നമ്മളൊരു വലിയ അബദ്ധം പറഞ്ഞ. അപ്പം ഈ പറഞ്ഞ ഈ TJ ശാമുവല് ഇപ്പൊ ബന്ധക്കോസല്ലെന്ന് പറയുമായിരിക്കും. ഇനിയും അങ്ങനെ അല്ല, പുള്ളി ബന്ധക്കോസിന്റെ നേതാവായിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അപമാനം എന്ന് പറഞ്ഞ ആളാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇതൊക്കെ എന്ന് പറഞ്ഞ നിരുത്തരവാദപരമായ പ്രസ്താവനകള് എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം എന്തുകൊണ്ടാ? വ്യക്തമായ ദൈവശാസ്ത്രം ഇല്ലാത്തത് കൊണ്ടാണ്. ഈ പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വെറും ആൾക്കൂട്ടമാണ്. അപ്പൊ അവർക്ക് വ്യക്തമായ ദൈവശാസ്ത്രം ഇല്ല, ആർക്കും എന്തും പ്രസംഗിക്കാം. ആൾക്കൂട്ടം എന്ന് മാത്രമല്ല, ഇമോഷൻ, ഞാൻ ഇങ്ങനെ പറയാം, ഇമോഷൻ ഗൈഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. ഇമോഷൻ ഗൈഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ ആരും അക്കൗണ്ടബിൾ അല്ല ആരോടും. ആരും അക്കൗണ്ടബിൾ അല്ല. ഇപ്പൊ ഒരു അച്ഛനോ, ഒരു യാക്കോബായിലെ ഒരു അച്ഛനോ, അല്ലെ ഒരു ഓർത്തഡോക്സിലെ ഒരു അച്ഛനോ, കത്തോലിക്കയിലെ ഒരു അച്ഛനോ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അച്ഛൻ ആ ബിഷപ്പിനോട് അക്കൗണ്ടബിൾ. അച്ഛൻ പ്രസംഗിച്ച് കഴിഞ്ഞാൽ ബിഷപ്പ് വിളിച്ചു ചോദിക്കും, എടാ നിങ്ങൾ എന്തോ പ്രസംഗിച്ച് എന്ന് ചോദിക്കും. ബിഷപ്പ് പ്രസംഗിച്ച ബിഷപ്പിന് മുകളിലുണ്ട്, അതിന് മുകളിൽ അതിനും കൗൺസിലുണ്ട്.
ഇനി ഒരു സഭ കംപ്ലീറ്റ് ആയിട്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ മറ്റ് സഭ എക്യുമെനിക്കൽ കൗൺസിൽ ഉണ്ട്, വേറെ സഭ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അവര് തമ്മിൽ ഒരു സാഹോദര്യ ബന്ധമുണ്ട്. അപ്പൊ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയുടെ കോൺസെപ്റ്റ് അതാണ്. ഇൻഡിപെൻഡന്റ് എന്നുള്ള കോൺസെപ്റ്റ് ക്രിസ്ത്യാനിറ്റിക്കകത്തില്ല. ഇന്റർ ഡിപ്പെൻഡന്റ് എന്നുള്ള കോൺസെപ്റ്റ്. ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്, ഇൻഡിപെൻഡന്റ് അല്ല. കാരണം ഇതൊരു ശരീരമാണ്. ശരീരത്തിൽ ഓരോ അവയവവും സ്വതന്ത്രമായിട്ട് നിൽക്കുന്നില്ല. ജോസ് ഇന്നലെ കണ്ടോ ഒരു കൈ അന്തരീക്ഷത്തിൽ കൂടെ പറന്നു പോകുന്നത്, ഈ ചിത്രകഥക്കകത്തൊക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ. അപ്പൊ കോർപ്പറേറ്റ് ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ്. കോർപ്പറേറ്റ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ആ ശരീരം ഒന്നിച്ചായിരിക്കുന്നു. അപ്പൊ കർത്താവിന്റെ ശരീരത്തോട് ബന്ധമില്ല. വേർപാട് പാലിക്കുക എന്ന് പറഞ്ഞു, വേർപാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോകുന്ന എന്താ? കർത്താവിന്റെ ശരീരത്തിൽ നിന്ന് സജീവ അവയവം വേർപെട്ടൊന്നും പോകത്തില്ല. നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപാടെന്ന് പറയുന്ന ആശയത്തെയൊക്കെ ഒത്തിരി തെറ്റിദ്ധരിച്ച് ആ തോന്നുന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുക. അവരൊന്നും പറയുന്ന ഒന്നുമല്ല, അതൊന്നും അല്ലല്ലോ അത് പറഞ്ഞിരിക്കുന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആശയം അതൊന്നുമല്ല. പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ സഹോദരനോട് മിണ്ടാഞ്ഞാൽ നീ എങ്ങനെ അവനെ നേടും? അല്ലെങ്കിൽ അത് ആ ആശയമൊക്കെ പിന്നെ ഈ വേർപാടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിൽ അല്ലാതെ ഒരാളിനെ കണ്ടാൽ മിണ്ടത്തില്ല, അല്ലെങ്കിൽ അവർ വന്ന വഴി ഒഴിഞ്ഞു പോകും, ഇതൊക്കെയാണോ വേർപാട്? അല്ലെങ്കിൽ അവർ കളർ ഡ്രസ് ഇട്ടാൽ ഇപ്പുറത്ത് വെള്ള ഡ്രസ് ഇടുന്നു, അവർ ആഭരണം ധരിച്ചാൽ ഇപ്പുറത്ത് ആഭരണം ധരിക്കാതെ, ഇതൊക്കെയാണോ വേർപാട്? ഞങ്ങൾ ലോകം എനിക്ക് വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട. ഈ പറയുന്നവര് എല്ലാ ഇമ്പങ്ങളിലും ജീവിക്കുന്നവരാണ് എന്നുള്ളതാണ് വേറൊരു രസം. അപ്പൊ ഇങ്ങനെയുള്ള യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത, ഇപ്പൊ തന്നെ കൊല്ലത്ത് കുട നന്നാക്കിക്കൊണ്ടിരുന്നത് അവനാണ് ഫാമിലി കോൺഫറൻസിൽ പ്രസംഗിക്കുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവരുടെ സ്റ്റാൻഡേർഡ് അതാണ്. അതാരാണ് ആള്? അല്ല, ഇപ്പൊ ആളുകളുടെ പേരൊന്നും പറയണ്ട. ബുദ്ധിയുള്ളവൻ ഗ്രഹിക്കട്ടെ, മൃഗത്തിന്റെ സംഖ്യ 666 എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ പേര് പറഞ്ഞു ഇനി ആളുകൾക്ക് ഇതുണ്ടാക്കണ്ടേ. ഞാൻ പറഞ്ഞത് ഇവരുടെ സ്റ്റാൻഡേർഡ് അതാണ്. എന്നിട്ട് ആർക്കെങ്കിലും ഒരു വീഴ്ച വന്നു കഴിഞ്ഞാലോ, ആ ആള് ഞങ്ങളുടെ കൂടെ ഉള്ളതല്ല കേട്ടോ. ഇവരുടെ ഇടയിൽ ഒരു പാസ്റ്റർ പുളിച്ച ചീത്ത പറഞ്ഞു, ഓഡിയോ ക്ലിപ്പ് പുറത്തായതുകൊണ്ട് അയാളും പുറത്തായി. അതുവരെ ഒരു കുഴപ്പമില്ല. അപ്പൊ ഇതാണ്, എന്തെങ്കിലും ഒരു വീഴ്ച വരുത്തണമെന്ന് അയാളും ഞങ്ങളുടെ കൂടെ ഉള്ളതല്ല. പാസ്റ്റർ കെ എബ്രഹാം പ്രസംഗിക്കാത്ത ഏതെങ്കിലും ഒരു സഭയോ കൺവെൻഷനോ ഉണ്ടോ? സകല സഭയിലും പ്രസംഗിച്ചിരുന്ന മനുഷ്യനാണ്. പക്ഷെ അയാൾക്കൊരു വീഴ്ച വന്നപ്പോ പെട്ടെന്ന് പറഞ്ഞു അയാൾ നമ്മുടെ ആളല്ല. അപ്പൊ ആ തരത്തിലാണ് നിരുത്തരവാദപരമായിട്ട്, അതുപോലെ തന്നെ ഉപദേശമില്ലാത്ത, ആശയങ്ങളില്ലാത്ത ഈ പെന്തക്കോസ്ത് ഒരു ദുരന്തമാണ്. അത് സംശയമില്ലാത്ത കാര്യമാണ്. നിശ്ചയമായിട്ടും അങ്ങനെ ഒരു കാരണം അവർക്ക് പ്രത്യേകമായ ഒരു ആശയമോ കാര്യങ്ങളോ ഇല്ല. ആശയമില്ലെന്നല്ല, ഈ ദൈവരാജ്യത്തെ സംബന്ധിച്ചുള്ള അവരുടെ കൺസെപ്റ്റ് തികച്ചും വികലമാണ്. കാരണം അത് ബൈബിള് പറഞ്ഞിരിക്കുന്ന ആശയമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കുറെ ചരക്കം പൊക്കിക്കൊണ്ടാണ് നടക്കുന്നത്. അവരെ എപ്രകാരം കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കഴിഞ്ഞ ഒരു ലൈവിൽ ശിവചാന്റെ കൂടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ സമൂഹത്തെ ഓർത്ത് സത്യത്തിൽ വലിയ ഭാരമുണ്ട്. എനിക്ക് അവരോട് ദേഷ്യമോ പുച്ഛമോ ഒന്നുമില്ല. സത്യത്തിൽ ഭയങ്കര സങ്കടമുണ്ട്, സഹതാപമുണ്ട് ആ സമൂഹത്തെ ഓർത്ത്. എങ്ങനെങ്കിലും അവരൊന്ന് ഈ റിയാലിറ്റി അറിഞ്ഞ് പുറത്തു വരണം, അനുഗ്രഹിക്കപ്പെടണം, അല്ലെങ്കിൽ അവർ ഈ ട്രൂത്ത് എന്നറിഞ്ഞ് ആ ട്രൂത്തിന്റെ പവറിനകത്ത് ഇവരൊന്ന് കയറിയാൽ ഭയങ്കരമായിട്ട് ഇവർക്ക് കയറി മുമ്പോട്ട് കയറി പോകാൻ പറ്റും. ആ ട്രൂത്ത് അറിഞ്ഞ ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പൊ പെന്തക്കോസ്തിലുണ്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള. പ്രത്യേകിച്ച് ഈ അർബൻ പോപ്പുലേഷൻ, ഈ നഗരങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാരുണ്ട്, നഗരങ്ങളിൽ നിന്നുള്ള യുവാക്കൾ, ഗ്രാമങ്ങളിൽ നിന്നുള്ള യുവാക്കളുണ്ട്. അവന്മാരാണ് ഈ നമ്മളെ വന്ന് ഈ ചീത്തയെ കുളിച്ചോണ്ടിരിക്കുന്നത്. പട്ടണങ്ങളിൽ നിന്നുള്ള വിദ്യാഭ്യാസമുള്ള പെന്തക്കോസ്ത് യുവജനങ്ങളിൽ നല്ലൊരു വിഭാഗവും ഈ കാര്യങ്ങളിൽ അവർ എൻലൈറ്റൻഡ് ആകുന്നുണ്ട്, അവർ ബോധവൽക്കരിക്കപ്പെടുന്നുണ്ട്. ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. അപ്പം നിങ്ങളത് ബോധവൽക്കരിക്കപ്പെടണം. അതിനെ നമ്മൾ എഴുതി തള്ളുന്നതല്ല. കാരണം ഇതൊരു പരമ അബദ്ധമാണ്, ഇതൊരു മതഭ്രാന്താണ്. നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുന്ന കാര്യമാണ് ആ സമൂഹത്തിന്റെ ഒരു, കാരണം കുറച്ചൊക്കെ ദൈവവചനത്തോട് ആഭിമുഖ്യമുള്ള ഒരു ഗ്രൂപ്പ്, അതിന്റെ റിയാലിറ്റി ഒന്നും തിരിച്ചറിയത്തില്ലെങ്കിലും ഒത്തിരി ആഭിമുഖ്യമുള്ള ഒരു ഗ്രൂപ്പ്. ഞാൻ ഒരു ക്ലിയർ കട്ടായിട്ട് കാര്യം പറയാം. കഴിഞ്ഞ ലൈവിൽ ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ ഇന്ന് ഈ വെളിപ്പാടുകൾ പ്രസംഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൂടെ കയറി വന്നതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ. അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു അടഞ്ഞ ലോകത്ത് തന്നെ നിൽക്കുകയായിരുന്നു. എനിക്ക് അത് പറയുന്നതിന് യാതൊരു മടിയില്ല. ഇതിനകത്തൂടെ കയറി വന്നതുകൊണ്ടാണ് ഈ വെളിപ്പാടിലേക്ക് വന്നതും പ്രസംഗിക്കാൻ തുടങ്ങിയതും ഒക്കെ. അപ്പൊ ഈ ഒരു ഗ്രൂപ്പും കൂടെ ആ ഒരു റിയാലിറ്റി അറിഞ്ഞ് ആ ഒരു സത്യത്തിലേക്ക് വന്നാൽ ഇവര് ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് ഇവർക്ക് ഉയർന്നു പോകാൻ പറ്റും. ഇവര് പക്ഷെ കെട്ടി അടയ്ക്കപ്പെട്ട ഒരു അതിനകത്തൊരു വലിയ വിഷയമുണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകള്, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ, ഇന്ത്യൻ സ്പിരിച്വാലിറ്റി തന്നെ വിവിധ ഭാഗങ്ങളുണ്ട്.
ഇപ്പൊ മീമാംസാകാരകന്മാരുണ്ട്, സാഖ്യാകാരകന്മാരുണ്ട്, പല ഡിവിഷൻസ്. പക്ഷെ അതിലേറ്റവും ടോപ്പ് പിന്നക്കിൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി അല്ലെ ഇന്ത്യൻ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അദ്വൈത ഫിലോസഫി, അദ്വൈത ദർശനം. ഈ അദ്വൈത ദർശനമാണ് അവർ ഏറ്റവും അഭിമാനത്തോടെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും ഈ വിദേശീയരായ ആളുകൾ പോലും വന്ന് വിസ്മയപൂർവം പഠിക്കുന്ന, വാവ് എന്ന് വെച്ച് പോകുന്ന അദ്വൈത ദർശനമാണ്. സത്യത്തിൽ ഈ അദ്വൈത ദർശനം 8-ാം നൂറ്റാണ്ടിൽ കാലടിയിൽ ജനിച്ച ശങ്കരാചാര്യരാണ് അദ്വൈത ദർശനം അവതരിപ്പിക്കുന്നത്. ആദിശങ്കരൻ. ആദിശങ്കരൻ അദ്വൈത ദർശനം അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഈസ്റ്റേൺ സുറിയാനി പിതാക്കന്മാർ ഈ യൂണിയൻ എന്നുള്ള കോൺസെപ്റ്റ് അവതരിപ്പിച്ചിരുന്നു. അപ്പൊ യൂണിയൻ എന്ന കോൺസെപ്റ്റ് സുറിയാനി പ്രാർത്ഥനാ പുസ്തകങ്ങൾ മുഴുവനുണ്ട്. ആ കാലഘട്ടത്തിൽ കേരളത്തിൽ സുറിയാനി പിതാക്കന്മാർ ധാരാളം വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായി. അതായത് ഇവിടുത്തെ ഈ ക്രിസ്ത്യാനിറ്റിക്കകത്ത് ഈ യൂണിയൻ എന്ന ദർശനം നിലനിൽക്കുകയും അങ്ങനെ സജീവമായ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കേരളത്തിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ശങ്കരാചാര്യർക്ക് ഈ ദർശനം കിട്ടിയെന്ന് പറയുന്നത്, ഈ യൂണിയൻ എന്ന കോൺസെപ്റ്റ് കിട്ടിയെന്ന് പറയുന്നത്. പക്ഷെ നിർഭാഗ്യവശാല ഈസ്റ്റേൺ തിയോളജി എന്ത് ചെയ്തു? ഈസ്റ്റേൺ തിയോളജി അട്ടിമറിക്കപ്പെട്ടിട്ട് വെസ്റ്റേൺ തിയോളജി കയറി വന്നു. അങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും അദ്വൈതമൊക്കെ പൈശാചികവും ഇതുമായി. എന്നിട്ട് എന്തുവേണ്ടി ഈ യൂണിയന്റെ തിയോളജി കയ്യിൽ കിടക്കുന്ന ഓർത്തഡോക്സ് വിഭാഗത്തിലുള്ളവർക്ക് പോലും അവരുടെ ശരിയായ പൈതൃകം എന്താണെന്നോ അവരുടെ ദൈവശാസ്ത്രത്തിന്റെ ശ്രേഷ്ഠതയും അപൂർവതയും എന്താണെന്നോ അവർക്കും അറിയത്തില്ല. അവരും ഇപ്പൊ ഈ വെസ്റ്റേൺ തിയോളജിയാ പറയുന്നത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞു, ഈ കിങ്ഡം ഓഫ് ഗോഡ് എന്നുള്ള കോൺസെപ്റ്റ് അവർക്കും അതാ ഗ്രഹിക്കേണ്ട അർത്ഥത്തിൽ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ സ്പിരിച്വാലിറ്റി, ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി എന്താണെന്ന് യേശുക്രിസ്തു പറഞ്ഞ എന്താണെന്നും അപ്പോസ്തലന്മാർ ഗ്രഹിച്ച എന്താണെന്നും അതേപടി ഒരു അൺആൾട്ടേർഡ് ഗോസ്പൽ അല്ലെങ്കിൽ കറയില്ലാത്ത സുവിശേഷം, നമ്മുടെ ഭാഷ പറഞ്ഞ ഗ്ലോറിയസ് ഗോസ്പൽ. മറ്റേ പാൽപ്പൊടിയും പഴന്തുണിയും കിട്ടി നമ്മുടെ അനിലൊക്കെ ക്രിസ്ത്യാനി ആയ പോലത്തെ അത്രയും സുവിശേഷമല്ല, കറയില്ലാത്ത അനിൽ എന്ന് പറഞ്ഞ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ ഫേസ്ബുക്കിൽ നമുക്ക് വിമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞു. വിമർശകരുണ്ട്. പക്ഷെ അത് നമ്മൾ ഉയർത്തുന്ന ആശയങ്ങളെ അവര് പ്രതിരോധിക്കുക, അത്രേ ഉള്ളൂ. അല്ല, വിമർശിക്കുന്നത് നല്ലതാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷെ അത് ക്രിയേറ്റീവ് ക്രിറ്റിസിസം ആയിരിക്കണം. ഇപ്പം ക്രിറ്റിസിസത്തെ സഹിഷ്ണുതയോടെ സ്വീകരിക്കുന്ന ഒരാളെ ക്രിയേറ്റീവ് ക്രിറ്റിസിസം ആയിരിക്കണം. ഞാന് കഴിഞ്ഞ ഇടയിൽ ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്തപ്പോ എന്നെ അമേരിക്കയിൽ നിന്ന് ശിവചാൻ അറിയാം, നമ്മുടെ അലക്സ് എന്ന് പറയുന്ന ബ്രദർ അമേരിക്കയിലുള്ളൂ. അലക്സ് ബ്രദർ എന്നോട് ഇങ്ങനെ ഒരു വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ്, ജോസ് ബ്രദറെ ഇന്ന ഒരു ആശയം, ഒരു വേർഡ് കണ്ടു, അത് തെറ്റല്ലേ, ഇന്ന പോലെ ഇടുന്നല്ലേ റെഡി, ശരിയാണ്. ഞാൻ നോക്കിയപ്പം ശരിയാണ്, അത് സത്യമാണ്. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ നെക്സ്റ്റ് നോട്ടീസ് പബ്ലിഷ് ചെയ്തപ്പോ നേരെ ആ വേർഡ് അതിനകത്ത് ചേർത്തു. കാരണം നമുക്കത് ഒരു ബോധ്യം ഉണ്ടായ ഒരു കാര്യമാണ്. നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരാൾ സ്നേഹപൂർവ്വം നമുക്കൊരു ഉപദേശം തരികയാണ്. അല്ലാതെ നമ്മളെന്തേലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഉടനെ അതിനകത്ത് ചാടിക്കേറി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബോധ്യം വരുത്താൻ വേണ്ടി ഈ കേരളത്തിലെ പെന്റക്കോസ്റ്റ് വിഭാഗങ്ങളിൽ, നമ്മൾ പെന്റക്കോസ്റ്റിലാണ് 25 കൊല്ലം. ഇനിയിപ്പം അല്ലെന്ന് ഇപ്പൊ അവർ ആര് പറഞ്ഞാലും നമ്മൾ അല്ലാതെ ആവുന്നില്ല. ഇപ്പം 25 വർഷം നമ്മൾ നിന്നൊരു സംഘടനയാണ്. അപ്പൊ അതിനകത്ത് പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ കത്തയക്കുകയും നേരിട്ട് സംസാരിക്കുകയും ഫോൺ വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ഞാൻ ചെയ്തു. അവരാരും ഒട്ടും ബോധേഡല്ല ഈ കാര്യങ്ങളിൽ. അല്ല, എല്ലാവർക്കും ഈ സ്വന്തം കാര്യം, അവരുടെ നിലനിൽപ്പ്, അവരുടെ സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് അതിനപ്പുറത്ത് നന്നാകണം ആർക്കും ആഗ്രഹമൊന്നുമില്ല. അവരുടെ ജീവിതാന്ത്യം വരെ ഇതെങ്ങനെയും ഓടിച്ചു കൊണ്ടുപോയി ആ സ്ഥാനം നഷ്ടപ്പെടാതെ അതിനകത്ത് ഓടിപ്പോ. കാരണം ഈ നമ്മുടെ ഒരു കർത്താവിന്റെ അഭിഷേകത്തിന് ഒരു പുതിയൊരു വെളിപ്പാട്ടിന് ആശയം പ്രസംഗിച്ചപ്പോ ന്യായവിധി പ്രസംഗിക്കുന്ന തോമസ് മാമൻ എന്ന് പറഞ്ഞ ചാനശ്ശേരിയിലുള്ള ദേവദാസനെ പോയി കണ്ടിട്ട് അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതായത് ഈ പ്രൊട്രിസം എന്ന് പറഞ്ഞ ആശയം സംസാരിച്ചപ്പോ അദ്ദേഹം ഇങ്ങനെല്ലാം കേട്ടിട്ട് പറഞ്ഞു, ഓക്കെ, ഇത് ശരിയായിരിക്കും, ഇത് പറഞ്ഞു കേട്ടിട്ട് ഇത് റൈറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ മോനെ, എന്റെ ആയുസൊക്കെ തീരാറായി, ഞാൻ ഇനിയും ഇത് എങ്ങനെ മാറ്റി പറയും? ഇത്രയും നാൾ ഞാൻ പ്രസംഗിച്ചു, പക്ഷെ എനിക്ക് ഇനിയും അത് തന്നെ എനിക്ക് പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ.
എന്ന് പറഞ്ഞുകൊണ്ട് അതപ്പം അവരുടെ വിഷയം. കാരണം നാളെ അവരത് മാറ്റി പ്രസംഗിച്ചാൽ അന്ന് വരെ അവർക്ക് കിട്ടിയിരുന്ന ഒരു അക്സെപ്റ്റൻസ് ആ സമൂഹത്തിൽ നഷ്ടപ്പെടും. അതുകൊണ്ട് ആരും സ്വന്തം ഇത് വിട്ട് ഇപ്പം കളിക്കാനായിട്ട് അതെ, അതിപ്പോ ഈ പുലിപ്പുറത്ത് കയറിയ പോലെ എങ്ങനെ താഴെ ഇറങ്ങുന്നത്? അതാ അപ്പം ഓരോ പെന്തക്കോസ്ത് പ്രീച്ചേഴ്സും ഒരു പുലിപ്പുറത്തിരിക്കുകയാണ്, മനസ്സിലായോ? അപ്പൊ ഈ പുലിപ്പുറത്ത് നിന്ന് ഞാൻ താഴെ ഇറങ്ങാൻ തീരുമാനിച്ചു. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ തന്നെയല്ല, ഞങ്ങളൊക്കെ ഈ ആശയത്തിലവരല്ലേ. കാരണം ഇങ്ങനെ നമ്മളൊക്കെ എങ്ങനെയാ അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രസംഗിക്കാൻ? ഞങ്ങൾ ആദ്യം ജോസ് പുലിപ്പുറത്ത് നിന്ന് ഇറങ്ങില്ല. പുലി ഇങ്ങനെ സ്പീഡിൽ പോകുമ്പോൾ ജോസ് ഒരു മരക്കൊമ്പ പിടിച്ച് രക്ഷപ്പെട്ട. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ പറഞ്ഞ ഈ പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഫാമിലി ഈ മിനിഞ്ഞാന്ന് തന്നെ വിളിച്ചു. ബാംഗ്ലൂർ 2 പിള്ളേരും ഹസ്ബൻഡും വൈഫും ചെറുപ്പക്കാരാ. അപ്പൊ അവര് ഓർത്തഡോക്സുകാരാ. അപ്പൊ അവർക്ക് പെട്ടെന്ന് ബിസിനസ് തകർന്നു ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഒക്കെ വന്നപ്പം അവർ നാട്ടിൽ ചെന്നു. അപ്പൊ കൊച്ചി ചെന്നപ്പം അവിടെ ഒരു ചർച്ച് ഉണ്ട്, ആ ഡാമിയൻ എന്നൊക്കെ പറഞ്ഞൊരു ചർച്ച. ഡാമിയൻ അവിടുത്തെ പാസ്റ്റർ പേര്. അപ്പൊ ആ ചർച്ചിൽ ചെന്ന് കൂടി കഴിഞ്ഞപ്പോഴേക്കും അവര് വിതിൻ 1 മന്ത് അവര് സൊല്യൂഷൻ പറഞ്ഞു. സൊല്യൂഷൻ എന്താ പറഞ്ഞേ? സുവിശേഷവാലിക്ക് ഇറങ്ങിക്കോളാൻ. സുവിശേഷവാലിക്ക് ഇറങ്ങിക്കോളാൻ. പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ നായർ നശിച്ച ചായക്കട തുടങ്ങും, നസ്രാണി നശിച്ച കശാപ്പ് തുടങ്ങും. ഈ നശിച്ചുപോയ നായന്മാരായ ചായക്കട കൊണ്ട് നസ്രാണിക്ക് നാശം വരുന്നത് അവൻ കശാപ്പ് പോത്തിനെ വെട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാം അറിയാലോ. ക്രിസ്ത്യാനികൾ ഈ കശാപ്പ് ഞാൻ ഏറ്റവും കുഴഞ്ഞു പോയനാ. അത് രണ്ടും മാറിയിട്ട് നശിക്കുന്ന നായന്മാരും നശിക്കുന്ന നസ്രാണികളും ചേക്കാറാനുള്ള ഒരു പരിപാടിയാണ് പെന്തക്കോസ്തിലെ സുവിശേഷവേല. ഇപ്പൊ കൊല്ലത്തുള്ള ഈ ഷമീർ എന്ന് പറഞ്ഞ ഒരുത്തൻ, അവന്റെ തന്നെ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വീടൊന്നുമില്ല, ഒരു ബാർബർ ഷോപ്പിന്റെ തിണ്ണെ കിടക്കായിരുന്നു. ബാർബർ ഷോപ്പ് അടയ്ക്കുന്നത് നോക്കിയിരിക്കുന്നത്, എന്റെ ബാർബർ ഷോപ്പിന്റെ തിണ്ണയിലാണ് കിടക്കുന്നത്. മിക്കവാറും രാവിലെ എഴുന്നേക്കും വായി മുടിയ അങ്ങനെ കിടന്ന്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ 9ാം ക്ലാസ്സേ ഉള്ളൂ. അവന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ എന്താ ഒരു ഭാഗം സുവിശേഷമാണ്. അതിനെന്തെങ്കിലും ഫോർമൽ എഡ്യൂക്കേഷൻ വേണോ? ഒന്നും വേണ്ട. ഈ വേദപുസ്തകം എടുത്തേച്ച് എന്തെങ്കിലും വിട്ടിത്തരം വിളിച്ചു പറയാനുള്ള ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ സുവിശേഷകനായി. അപ്പോഴേ ഇവരെ അന്നേരം റെഡ് കാർപ്പറ്റ് വെൽക്കം ആണ് ഇവിടെ, റെഡ് കാർപ്പറ്റ് വെൽക്കം. അപ്പം ഓക്കെ, അല്ല അത് ഒരു കാര്യം സത്യമാണ്. പക്ഷെ അപ്പൊ തന്നെ ഒത്തിരി അഭിഷക്തന്മാരായിട്ടുള്ള ദേവദാസന്മാരുണ്ട്. എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. വളരെ നിഷ്കളങ്കമായിട്ട് അവർ ബ്ലസ്സൺ ആയിട്ടുണ്ടല്ലെന്നല്ല, പക്ഷേ അവര് ഇങ്ങനെയുള്ള മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ പ്രത്യേക ഒരു ടാർഗറ്റ് വെച്ചോണ്ട് വന്നവരല്ല. അവര് ദൈവത്തിന്റെ കൃപാവരങ്ങളിൽ വളരെ നന്നായിട്ട് ഉപയോഗിക്കും. ഞാൻ പറഞ്ഞത് ജോസിന് മനസ്സിലായോ? അല്ല, എനിക്ക് മനസ്സിലായി. ഇന്ന് ആ വ്യക്തിയല്ല, ഇന്ന് പെന്തക്കോസ്തിലോട്ട് വന്നിരിക്കുന്നതിൽ ഒത്തിരി ആളുകളും മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ മിനിസ്ട്രിയിൽ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ആ മിനിസ്ട്രിയിൽ നിൽക്കുന്നതിൽ ഓരോരുത്തരും സ്വയം ശോധന ചെയ്യണം. നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ടാണ് പലരും ഈ മിനിസ്ട്രിയെ കണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്ന ഫാമിലി, ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഫാമിലിയുടെ കാര്യം പറയാം. അപ്പൊ ഇവര് ഈ ചർച്ച വന്നപ്പം അവിടെ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ സുവിശേഷങ്ങളൊക്കെ അതാ നല്ലത്, കാരണം മെയ് അനങ്ങാതെ കാശുണ്ടാക്കാം. അപ്പൊ ഈ മനുഷ്യൻ ആ സമയത്താണ് എന്റെ ലൈവ് കാണാൻ തുടങ്ങിയത്. ഓക്കെ, ഈ ജനുവരി തൊട്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു നമ്മുടെ ലൈവ് കാണാൻ തുടങ്ങി. അദ്ദേഹം 200 പേജിന്റെ ബുക്കിൽ ഇത് നോട്ട് എഴുതാൻ തുടങ്ങി. അടുത്ത ബുക്കായി അങ്ങനെ 10-25 ബുക്ക് ഇതെല്ലാം എഴുതി. അയാള് തിരിച്ചു വീണ്ടും ആ പ്രതിസന്ധിയും കടബാധ്യതയും ഉള്ള സ്ഥലത്ത് ചെന്നു. അയാൾ എന്നെ അവിടുന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പാസ്റ്ററുടെ ലൈവ് കണ്ടു. അപ്പം കാരണം നല്ലൊരു ചാൻസ് കിട്ടിയതാണ്. സുവിശേഷവാലിക്ക് ഇറങ്ങിയിരുന്നത്, പക്ഷെ എന്റെ മനസാക്ഷി എന്നെ അനുവദിക്കുന്നില്ല. കാരണം എനിക്കിപ്പോ സത്യസുവിശേഷം എന്താന്ന് മനസ്സിലായി. ആ സത്യസുവിശേഷം പോയി ഞാൻ പ്രസംഗിച്ചാൽ എന്റെ കടം പരിഹരിക്കപ്പെടത്തില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പം നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, ഈ പറഞ്ഞ സത്യങ്ങൾ മനസ്സിലായിട്ടും സത്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ഗ്രഹിച്ചാലും അതിനെതിരെ മനസ്സടച്ചു വെച്ചിരിക്കുന്നതോ അത് അവരെ വിലക്കുന്നത് എന്താണ്? അവർക്ക് കിട്ടുന്ന ഒരു വരുമാനമാണ്, അല്ലെങ്കിൽ അവരത് ഉപജീവനത്തിന് വേണ്ടി അല്ലെങ്കിൽ അവര് ഇതിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലാതെ സത്യസന്ധമായിട്ടും നിഷ്പക്ഷമായിട്ടും നിൽക്കുന്ന ആളുകൾക്ക് ഈ ട്രൂത്ത് മനസ്സിലാക്കാൻ മനം തിരിയാനൊന്നും ഒരു പ്രയാസവും ഇല്ല. നിങ്ങൾ ട്രൂത്തിലേക്ക് അത് സത്യമാണ്. ഈ ഒരു അല്ലാതെ പോലെ പല കാര്യങ്ങളെ ഇങ്ങനെ മനസ്സുടക്കി നിൽക്കുകയും
അവരുടെ എക്സിസ്റ്റൻസ് എന്നുള്ള ഒരു ആശയത്തിൽ നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ട്രൂത്ത് മനസ്സിലാക്കി പുറത്തു വരാനുള്ള ബുദ്ധിമുട്ട്. അതുപോലെ ജോസ് പറഞ്ഞു, ശരിക്കും അഭിഷിക്തന്മാരായ ആളുകൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപകളോ കൃപാവരങ്ങളോ പ്രാപിച്ച ആളുകൾ ശരിയായിട്ട് ഉള്ള ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ശരിയായിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഈ ട്രൂത്ത് കേട്ട് കഴിയുമ്പോൾ ആ ട്രൂത്തിനോട് അവർ പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നുമുണ്ട്. ഉണ്ട്. അപ്പൊ അവർക്ക് ഇപ്പം ഒരു ദർശനമുള്ള ആളോ ഒരു പ്രവചനമുള്ള ആളോ അങ്ങനെയുള്ളതിന് എല്ലാത്തിനും ഞാൻ നിരാകരിക്കുന്നില്ല. പക്ഷെ ട്രൂത്തിനോട് എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അവരിൽ ഹോളി സ്പിരിറ്റ് അല്ല. കാരണം പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ എനിക്കറിയാം. കാരണം അവർ ട്രൂത്ത് കേൾക്കുമ്പോൾ അവർ ആ ട്രൂത്തിൽ സന്തോഷിക്കും, സത്യത്തിൽ സന്തോഷിക്കും, ആ സത്യത്തിന് ചെവി കൊടുക്കും. പക്ഷെ ഇതിനോട് ചുമ്മാ എതിർത്ത് നിൽക്കുക, ഈ തരത്തിലുള്ള തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുക അപ്പോസ്തലിക ഉപദേശം അല്ല. സ്റ്റേജ് ആണ് പലരുടെയും വിഷയം. സ്റ്റേജ് ആണ്. ഞാൻ അതാ പറഞ്ഞത് ഇതൊരു വാണിഭമാണ്, ഒരു വാണിഭശാലയാണ്. ഇത്രയും ആളുകളെ ഒരുമിച്ച് കച്ചവടം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് അതിനകത്ത് പെട്ടിരിക്കുന്ന സാധാരണ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങണം. അതിനാണ് ഇത് പറയുന്നത്. നിങ്ങൾ സ്റ്റാർട്ട് തിങ്കിങ്, നിങ്ങൾ ചിന്തിക്കുക. ഇത് എന്നിട്ട് ഭേദാഭേദങ്ങളെ വിവേചിക്കുക, വിലയിരുത്തുക. ഇതാണോ ശരി? ഇത് ശരിയായ സുവിശേഷമാണോ ഈ പ്രസംഗിക്കുന്നത്? ഇയ്യോബിന്റെ പുസ്തകം 34-24 അതൊരു വിഷയമാണ്. അതുപോലെ എത്രയോ വിഡ്ഢിത്തങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ മുഴുവൻ വെറും വിഡ്ഢികളാക്കുകയാണ്. ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക. നിങ്ങളുടെ സഭയിൽ കഴിഞ്ഞ ആഴ്ച കേട്ടത് എന്താണ്? ശുദ്ധ ബോഷ്കല്ലേ കേട്ടിട്ട് കൈയടിക്കുന്ന ഒരു ഗ്രൂപ്പ് ഞാൻ കഴിഞ്ഞ ഒരു ലെവലിൽ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു സാഡിസ്റ്റിക് മെന്റാലിറ്റിയാണ് ഇവരുടെ. മറ്റുള്ളവരെ കുറ്റം പറയുമ്പോ അല്ലെങ്കിൽ ഒരാളെ ദൈവം തകർത്ത് കളയുമെന്ന് പറയുമ്പോ ആഹ്ലാദത്തോടെ കൈയടിക്കുകയും സ്തോത്രം പറയുകയും ചെയ്യുന്ന ഒരു മനോഭാവമുണ്ട്. അത് എല്ലാം ഈ ഒരു ഈ സുരക്ഷിതത്വമില്ലായ്മ അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി ഫീലിങ്ങിനകത്തുനിന്ന് ഉണ്ടായി വരുന്ന ആശയമാണെന്നാണ് എന്റെ ഒരു കണ്ടെത്തല്. തികച്ചും ശരിയാത്. ആ ഇൻസെക്യൂരിറ്റിയിൽ നിന്നുണ്ടാകുന്നതാണ്. ആ ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് മറ്റുള്ളവരുടെ എല്ലാം പകയും ഇവരുടെ അപകർഷതാബോധം അതിന്റെ അങ്ങേയറ്റത്താകുകയും പിന്നെ അതിൽ നിന്നെല്ലാം ഉരുത്തിരിയുന്ന ഒരു ദൈവശാസ്ത്രമാണ്. എന്നിട്ട് അത് വെച്ചാണ് പ്രസംഗിക്കുന്നത്. എക്സ്പീരിയൻസിനെ ദൈവശാസ്ത്രമാക്കും. അതാണ് നാട് വിട്ടു, വീട് വിട്ടു, നാമധേയ കൂട്ടം വിട്ടു, കാഠിന്യമായ ശോധനയിൽ യാനം ചെയ്തവരായി. ഇതാണ് പാട്ട് പാടുന്നത്. കൂടി ഒന്നായി വാഴാൻ. അതെ, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളില്ല. അപ്പൊ നമ്മുടെ പൗരാണിക ആരാധനാ ക്രമങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ 2 കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഒന്ന്, ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുക. 2, താഴ്മയോടെ നമ്മളെ സമർപ്പിക്കുക. അപ്പൊ കർത്താവ് എത്രയും ഉന്നതനാണെന്നുള്ളതിനെ പുകഴ്ത്തി കർത്താവ് അത്രയും വലിയവനും അത്യുന്നതനുമാണെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ കർത്താവ് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഈ 2 ഗോള്, ഈ 2 കാര്യങ്ങളാണ്. അല്ലാതെ ഇവര് പറയുന്ന ഇത്രയും ഹേറ്റ് സ്പീച്ച് ആണ് ഇവര് നടത്തിക്കൊണ്ടിരിക്കുന്നത്, വിദ്വേഷ പ്രഭാഷണം. അപ്പൊ ഇവര് ചെയ്യുന്നത് ഒരു മയമില്ലാതെ. ഇപ്പൊ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാലും അത് അവസാനിപ്പിക്കുന്നില്ല. കാരണം അറിയാമല്ലോ, ഇന്നും എഴുതി അഡ്വക്കറ്റാണ് ഈ പെന്തക്കോസിൽ വിദ്യാഭ്യാസം ഉള്ളവര് വളരെ വിരളമാണ്. അതിലുള്ള ഒരു അഡ്വക്കറ്റാണ് അഡ്വക്കറ്റ് അഭിലാഷ് സിയെ. അദ്ദേഹം ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം എനിക്കെതിരെ എന്തുമാത്രം ട്രോളുകളാണ് ഉണ്ടാക്കുന്നത്. ഒരു വക്കീലിന്റെ നിലവാരം പോലും ഇല്ലാതെ ട്രോളുകൾ ഉണ്ടാക്കിയിടുക, പോസ്റ്റുകൾ. ഇന്നും വന്നിട്ട് എഴുതിയിരിക്കുകയാണ്, ശ്രീനാരായണ ഗുരുവിനെ അപമാനിച്ചു. ഞാൻ ശ്രീനാരായണ ഗുരുവിനെ അപമാനിച്ചു എന്നുള്ളത് അതൊരു വ്യാജ സ്ക്രീൻഷോട്ടാണ്. അതുണ്ടാക്കിയത് ഹെവൻ ജോർജ് എന്ന് പറയുന്ന ഓട്ടോക്കാരനാണ് ഉണ്ടാക്കിയത്. എന്നിട്ടാണ് അടൂര് ഇവര് ഈ SNDP-ക്കാരെ എല്ലാം ഇളക്കി. അത് ജോസിന് നേരിട്ട് അറിയാവുന്നല്ലേ. അപ്പൊ അങ്ങനെ എന്നിട്ട് 450 പേര് ലൈവ് കാണാനിരിക്കുക. ഏതാ ഞാൻ അടൂര് അല്ല എന്ന് പറയുന്നല്ലേ, എന്നെ ഇവര് ലൈവായിട്ട് തല്ലുന്ന കാണാനായിട്ട്. അല്ല, അന്നത്തെ ആ സംഭവത്തിൽ അഭിലാഷൊന്നും ഇല്ല കേട്ടോ. ആ സംഭവത്തിൽ അഭിലാഷ് ഇല്ല. ഇന്ന് അഭിലാഷ് അത് എടുത്ത് എഴുതി. അഭിലാഷ് അതിനകത്തൊന്നും ഇല്ല. ആ സംഭവത്തിലൊന്നും അഭിലാഷൊന്നും ഇല്ല. ഇല്ല. അല്ല, ആ സംഭവം അല്ല ഞാൻ പറഞ്ഞ പെന്തക്കോസ്തുകാരുടെ നേതൃത്വത്തിൽ. അതെ, പെന്തക്കോസ്തുകാർ അതെനിക്കറിയാം. നമ്മളന്ന് സംസാരിച്ച് നമ്മളന്ന് ഒന്നിച്ചുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് നമ്മൾ അവിടെ പ്രസംഗിക്കുന്ന സമയത്ത് അമേരിക്കയിലൊക്കെ ഏകദേശം വെളുപ്പിന് 2 മണിയോ 2:30 അമേരിക്കയിൽ നിന്ന് 100-300 പേര് ഇങ്ങനെ ഉണർന്നിരിക്കുക, തല്ല് കിട്ടുന്ന കാണാൻ. അപ്പം അത്രയും മനസാക്ഷി ഇല്ലാത്ത ആളുകളാണ്. അപ്പൊ ഇവര് വിദ്വേഷ പ്രചാരണം നടത്തും. എന്നാണല്ലോ അവരുടെ സ്വപ്നങ്ങളെല്ലാം പൊലിഞ്ഞുപോയി. പെന്തക്കോസ്തുകാരുടെ മലർപ്പൊടി മുഴുവൻ തൂവിപ്പോയി. ഇതിനകത്ത്
അവരുടെ കമന്റ്സിലും അവരുടെ പോസ്റ്റുകളിൽ വരുന്ന കമന്റ്സിലും ഒക്കെ വരുന്ന കമന്റ്സിനകത്തെ അസഹിഷ്ണുത കാണുമ്പോൾ തന്നെ, കാരണം ഒന്ന് പറഞ്ഞതിനകത്തിന് പിന്നെ തെറിവിളിയാണ്, ആ ഒരു ശൈലിയിലേക്ക് അങ്ങ് മാറുക. പിന്നെ പറയുന്നത് മോഡിയോടോ BJP-യോടോ ഇപ്പം ജോസ് നിർണം വെച്ച് പുലർത്തുന്ന ഒരു വിയോജിപ്പ് അല്ലെങ്കിൽ എതിർപ്പ് അത് തികച്ചും രാഷ്ട്രീയ അധിഷ്ഠിതമാണ്. അത് സാമ്പത്തിക നയപരമായ കാര്യങ്ങളിൽ അത് ആരോഗ്യകരമാണ്, സ്വാഗതാർഹമാണ്, ആശയപരമായതാണ്. അതെ. പക്ഷെ ഇവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കുറച്ച് മുസ്ലിങ്ങളും ഈ പെന്തക്കോസ്തുകാരും ഈ BJP-ക്കും മോദിക്കും എതിരെ എഴുതുന്നത് അത് വൈകാരിക തലത്തിൽ അതല്ലെങ്കിൽ അതൊരു മതവിദ്വേഷ പ്രചരണമാണ് അവർ നടത്തി. കാരണം ഈ നമുക്ക് ഉണ്ടായ ഒരു മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ പല കാര്യങ്ങളും കാണാം. കാരണം നമുക്ക് കഴിഞ്ഞ ദിവസം ഒറീസയില് ഒരാളെ വണ്ടി തെറ്റായ സ്ഥലത്ത് പാർക്ക് ചെയ്തു എന്ന് പറഞ്ഞ് ഈ കുമാരമുളവടിയും കൊണ്ടുവന്ന് RSS കൂട്ടം കൂടി നടിക്കുന്ന ഒരു കാഴ്ച, പശുവിനെ കൊണ്ടുപോയെന്ന് പറഞ്ഞ് മനുഷ്യരെ തല്ലിക്കൊല്ലുന്ന പച്ചയായ കാഴ്ച, ഇതൊന്നും നമുക്ക് സാധാരണ നിലവാരത്തിൽ നമുക്ക് കണ്ട് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതൊക്കെ കാണുമ്പോൾ നിശ്ചയമായിട്ടും അതിനകത്തൊക്കെ ഉള്ളൊരു ആ ആശയം അങ്ങനെയുള്ള രീതികളിനകത്തുനിന്ന് മാറിയത് ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ വേഷം കെട്ടി കുമ്പനാട് കൺവെൻഷന് വന്ന ഒരാളോട് കുമ്പനാട്ട് ഉള്ള പെന്തക്കോസ്തുകാരനാ ചെയ്തത്. അല്ല അത് ശരിയാണ്. അല്ല, അങ്ങനെയുള്ള എല്ലാ മതസംവിധാനങ്ങളോടും നമുക്ക് എതിർപ്പാണ്. ഞാൻ പറഞ്ഞത് ഇവരൊട്ടും ഭേദമല്ല. അറിയാമല്ലോ, ഇവരുടെ ആശയങ്ങളോടും ആ തലത്തിൽ ഞാൻ വിയോജിപ്പുള്ള ആള് തന്നെയാണ്. ശിവചാൻ അത് അറിയാമല്ലോ, ആ തലത്തിലുള്ള ആശയങ്ങളോട് ഞാൻ എതിർപ്പ്. ഈ പെന്തക്കോസ്തുകാർക്ക് ഇപ്പം അല്പം ഇത് സ്വാധീനം കുറവുള്ളതുകൊണ്ടാ, എന്നിട്ടും ഇവന്മാര് കടന്ന് ചെയ്തെന്ന് കാണണം. കഴിഞ്ഞ ദിവസം ഒരു പെന്തക്കോസ്തു ഗ്രൂപ്പിന്റെ അഡ്മിൻ അവൻ എഴുതിയിരിക്കുക, എന്റെ മുമ്പിൽ വന്ന് നിന്നാൽ പിന്നെ തന്റെ വായിൽ ഒരു പല്ല് പോലും കാണത്തില്ലെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഇവന്മാരുടെ ഒക്കെ ആഗ്രഹം എന്നതാ, തല്ലണമെന്നും വെട്ടണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്, ആക്കമില്ലാത്തോണ്ട് അടങ്ങിയിരിക്കുന്നു. അങ്ങനെയുള്ള ആശയങ്ങൾ അല്ല, അത് ഇപ്പൊ ഏത് മേഖലയിൽ നിന്നുണ്ടായി. ഇപ്പൊ ശിവചാൻ ഈ ഇടുന്ന ലൈവിനകത്തും ആ നിലവാരത്തിൽ വന്ന് കമന്റ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അപ്പം അപ്പൊ പെന്തിക്കോസുകാരെ തല്ലിക്കൊല്ലണം എന്ന് അവര് പറയുന്ന ഒരു ആശയങ്ങൾ, അല്ലെങ്കിൽ അവര് ഏത് വിധേന ഒതുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പെന്തിക്കോസുകാരെ ഒതുക്കണമെന്ന് പറഞ്ഞ് ആശയം പ്രചരിപ്പിക്കുന്ന ചിലർ താഴെ വന്ന് കമന്റ് എഴുതുന്നവരുണ്ട്. അവരുടെ ആശയങ്ങളോടും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി എനിക്ക് യാതൊരു കാരണവശാലും യോജിക്കാൻ പറ്റത്തില്ല. കാരണം എന്റെ ഒരു രീതി ആശയങ്ങൾ അല്ലെങ്കിൽ എന്റെ അഭിപ്രായങ്ങൾ ആരോടും മുഖത്ത് നോക്കി തുറന്നു പറയുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് എനിക്ക് ആരോടും മനസ്സിൽ ഒരു ദേഷ്യം ഞാൻ വെച്ച് പുലർത്തുന്നില്ല. അത് പറഞ്ഞു കഴിയുമ്പോൾ അത് തീർന്നു, അവിടെ കൊണ്ട് ഞാൻ തീർന്നു. എനിക്ക് ആ വ്യക്തികളോട് പിന്നെ യാതൊരു വിദ്വേഷവും ഇല്ല. അത് പക്ഷേ ഇവിടുന്ന് പെന്തക്കോസുകാരോടായാലും പെന്തക്കോസുകാരിൽ നിന്ന് ഇങ്ങോട്ടായാലും ഏത് രീതിയിലാണെങ്കിലും ഈ അങ്ങനെയുള്ള ഒരു ചിന്താഗതി, ആ ഒരു സ്റ്റാൻഡിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. അതിപ്പോ ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിലും മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ക്രിസ്ത്യാനികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും, കാരണം കുറച്ചുകൂടെ മനുഷ്യത്വപരമായിട്ട് ഈ വിഷയങ്ങളെയൊക്കെ സമീപിക്കണം എന്നുള്ള ഒരു ബോധ്യമാണ് നമുക്കുള്ളത്. അതാ ഞാൻ പറഞ്ഞേ, ഈ 3 മതങ്ങളിലും അതിന്റെ പൗരാണിക മൂല്യങ്ങളെ മുറുകെ പിടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ മതസൗഹാർദ്ദവും സാഹോദര്യവും നിലനിന്നിരുന്നു. അതിന്റെ അകത്ത് നിന്ന് ഈ മതമൗലികവാദത്തിന്റെ തലത്തിലേക്ക് മാറിയപ്പോൾ മത തീവ്രവാദവും മതമൗലികവാദവും, അത് മതമൗലികവാദം എന്ന് പറഞ്ഞാൽ ഈ മൗലവിമാരും പാസ്റ്റർമാരും സന്യാസിമാരും ഈ പ്രസംഗിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഈ സംഘർഷം ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് തന്നെ നമ്മുടെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ കേരളത്തിലെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. എന്ത് സാഹോദര്യമായിട്ടാണ് എല്ലാവരും ഒരുമിച്ച് നടക്കുകയും സ്നേഹമായിട്ടാണ് എല്ലാവരും ഒരുമിച്ച്, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻസ്. ഞങ്ങളുടെ ഏരിയ മുസ്ലിംസ് ഇല്ല, ഹിന്ദുക്കൾ ധാരാളം ഉണ്ട്. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഇവിടെ പാടത്ത് ക്രിക്കറ്റ് കളിക്കാനും കബഡി കളിക്കാനും എല്ലാം ഞങ്ങൾ പിള്ളേർ സെറ്റ് എല്ലാം കൂടെ ഒന്നിച്ചു. ഇന്നങ്ങനെ ഇല്ല, യങ് ജനറേഷൻ അങ്ങനെ ഇല്ല. ഇന്ന് ഇങ്ങനെ ഇല്ലാത്തതിന്റെ ഒരു കാരണം ഞാൻ പറഞ്ഞത്, ഈ മതം തലയ്ക്ക് പിടിച്ച അല്ലെങ്കിൽ മതമൗലികവാദം തലയ്ക്ക് പിടിച്ച ആശയങ്ങൾ സത്യത്തിൽ ഇത് കാണുമ്പോൾ ഒത്തിരി വേദന തോന്നുന്നു. കാരണം പഴയ തലമുറയിൽ കഴിഞ്ഞ ദിവസം ഒരു ഹൈന്ദവ സഹോദരൻ, എന്റെ ഒക്കെ ഏജിൽ എന്നെയൊക്കെ അല്പം കൂടെ സീനിയറാണ്, അദ്ദേഹമായിട്ട് കണ്ട് ഇങ്ങനെ സംസാരിച്ചു. അദ്ദേഹവും ഈ പറഞ്ഞ സമാനമായ വേദന എന്നോട് പങ്കുവെക്കുക. എന്നോട് പറഞ്ഞു, ജോസൻ, നമ്മുടെയൊക്കെ ആ കാലഘട്ടത്തിൽ എന്ത് സ്നേഹമായിട്ട് എല്ലാവരും കഴിഞ്ഞിരുന്നത്. ഇന്ന് പിള്ളേർ ഈ മതമൗലികവാദം പ്രചരിപ്പിക്കുന്നതിൽ ക്രിസ്തീയ വിഭാഗത്തിൽ നിന്ന് ഈ മതമൗലികവാദത്തിന്റെ ചതുരംഗക്കാര് മുന്നോട്ട് വെച്ചത്
പെന്റക്കോസ്റ്റുകാരാണ്. അല്ലെന്ന് പറയാൻ പറ്റില്ല. അല്ലെന്ന് പറയാൻ പറ്റത്തില്ല, പെന്റക്കോസ്റ്റുകാരാണ്. പറ്റത്തില്ല. അപ്പം ഈ കേരളത്തിന്റെ സമാധാനാന്തരീക്ഷം തകർത്തതിലും മതമൗലികവാദം മുന്നോട്ട് കൊണ്ടുവന്നതിലും ഈ വിഭാഗീയതയും വിഘടനവും കൊണ്ടുവന്നതിലും എല്ലാം പ്രധാന പങ്ക് ഇവർക്കാണ്. എന്നിട്ടും ഇവരുടെ കൂടെയാണ് ദൈവമെന്നും ഇവര് ദൈവത്തിന്റെ ആളുകളാണെന്നും ഇവര് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്നും പറഞ്ഞു. എന്നിട്ട് ഇവർ 2 മാസം കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ഈ കാര്യം 8 നിലയിൽ പൊട്ടിപ്പോയത് കൊണ്ട് ഇവരുടെ കൂടെ ദൈവമില്ല, ഇവരെ ദൈവം കൈവിട്ടിരിക്കാം. അത് സമ്മതിക്കണം. മനസ്സിലായോ? എന്നിട്ട് ഇപ്പം പറയും ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല, ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. ജയിച്ചിരുന്നാലോ? ഞങ്ങൾ പ്രാർത്ഥിച്ചു പിടിച്ചതാന്ന് പറയാം. കാരണം അത് മുമ്പത്തെ പ്രസംഗത്തിനകത്തെ ആശയം തന്നെ അതാണല്ലോ, ഈ മുട്ടയിൽ തഴമ്പുള്ള ക്രിസ്ത്യാനി. ആ പറയുന്നതിനകത്ത് ഈ അഭിലാഷ് ബ്രദർ ഇന്ന് അതിനെ വിമർശിച്ചുകൊണ്ട്, അഡ്വക്കേറ്റ് അഭിലാഷ് ബ്രദർ അതിനെ വിമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ട് ഞാൻ കണ്ടു. അദ്ദേഹം വളരെ രസകരമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തിനോട് സഭാ നേതൃത്വം കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറെ പോയിന്റ് ഈ സഭാ നേതൃത്വം, സഭയ്ക്ക് നേതൃത്വം ഇരിക്കുന്നേ അല്ല, അദ്ദേഹം അംഗമായിരിക്കുന്ന ഏതെങ്കിലും സഭയിൽ അംഗമായിരിക്കുന്നെങ്കിൽ അവർ കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ ഇനിയും അത് എന്ത് ചെയ്യണം എന്നുള്ള വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. അതെങ്ങനെയാന്ന് ഈ പോക്കറ്റ് അടിക്കാരും പിടിച്ചുപറിക്കാരും അവർക്ക് വല്ലോ അങ്ങനെ നേതൃത്വം വല്ലതും ഉണ്ടോ? ഒരുമിച്ച് കൂടുമ്പോ തമാശ പറയണ നിനക്ക് എന്നാ കിട്ടി, കൂടുതൽ കിട്ടിയ ഷെയർ ചെയ്യും, ഇത്രയൊക്കെ എരിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവര് കമ്പിപ്പാരം കൊണ്ട് കൊള്ളക്കിറങ്ങുന്ന ഒരു സംസ്കാരമാണ്. അല്ലാതെ ഉത്തരവാദിത്തമുള്ള ഒരു സഭയല്ല ഇത്. ഉത്തരവാദിത്തമുള്ള സഭയാണെങ്കിൽ നിങ്ങളുടെ ഉപദേശം എന്താണ്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ആരാണെന്ന് ഞാൻ ചോദിച്ചിട്ട് ഒരു ഉത്തരവില്ലല്ലോ. ഉണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഈ ബിബ്ലിക്കൽ നോളജിൽ ഒത്തിരി അജ്ഞതയുണ്ട്. അത് അവര് പിടിച്ച മുയലിന് 3 കൊമ്പെന്നുള്ള ഒരു ആശയത്തിൽ നടക്കുകയാണ്. പക്ഷെ അതിനകത്തൊന്നും ഒത്തിരി ആൾക്കാര് ലിബറലായിട്ട് ചിന്തിക്കുന്നുണ്ട്, പുറത്തു വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ പുറത്തു വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് സന്തോഷം. അവർക്കും കൂടെ ആ ഒരു വെളിച്ചം കിട്ടട്ടെ. ഇത് നിസ്സാര കാര്യമല്ല ജോസ, ഇത് നിസ്സാര കാര്യമായിട്ട് ആളുകൾ ചിന്തിക്കും. കാരണം ആ പ്രസംഗം വൈറലാകുക, 2 TV ചാനലിൽ അത് കാണിച്ചു, ഇതിങ്ങനെ വൈറലായി പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഈ BJP ഗവൺമെന്റിനോടും ഈ രാജ്യത്തെ ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഈ രാജ്യത്തിന്റെ ഫെഡറൽ ഭരണകൂടത്തിൽ ഇന്ന് ഭൂരിപക്ഷത്തിൽ ഇരിക്കുന്ന BJP എന്ന പാർട്ടിയോടും ആ പാർട്ടി മുന്നോട്ട് വെച്ച പ്രധാനമന്ത്രിയോടുമുള്ള വ്യക്തമായ അസഹിഷ്ണുതയും വെറുപ്പും പ്രകടിപ്പിക്കുന്ന ഒരു പ്രസംഗമാണ്. അപ്പൊ അത് ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ എല്ലാം നിലപാടായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. മൊത്തത്തിൽ തല്ലുമേടിക്കാനുള്ള ഒരു വകുപ്പാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഒരു സ്നേഹിതനായ DYSP അദ്ദേഹം എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, ജോസിന്റെ ഒക്കെ ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ടോ, ഇയ്യോബിന്റെ പുസ്തകം 34:24 മോഡിയെ താഴെ ഇറക്കും ജോസിന്റെ ഒക്കെ ബൈബിളിൽ പറയുന്നുണ്ടോ എന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പൊ അത് പൊതുവിൽ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിന്റെ നിലപാടായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയും അതിനനുസരിച്ചുള്ള ഒരു റിയാക്ഷൻ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്യും. അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു പരിധി വരെ ഇതിനെല്ലാം വളവിട്ട് കൊടുക്കുന്നതും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും ഇവര് തന്നെയാണ്. അതാ പറഞ്ഞത്, യാതൊരു വിവരവും ഇല്ലാത്തവനെ പ്രസംഗിക്കാൻ കയറ്റുക. ഇവർക്ക് ഇതെല്ലാം ആത്മാവ് കൊടുത്തു, ആത്മാവ് അഭിഷേകം ചെയ്തു എന്നെല്ലാം പറഞ്ഞ് എന്ത് തോന്നിവാസം പറയുന്നതിന് ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ഈ പ്രസംഗം വരുന്നതിന് ഒരു മാസം മുൻപ് ഞാൻ യാദൃശ്യമായിട്ട് ഈ എബി എബ്രഹാം എനിക്കറിയാം, നമ്മളുമായിട്ട് പരിചയമുള്ള ആളാണ്. 1 മാസം മുൻപ്, ഈ പ്രസംഗം വരുന്നതിന് 1 മാസം മുൻപ് ഞാൻ തിരുവല്ലയിലെ സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ നിന്നപ്പോ എന്റെ ഒരു സ്നേഹിതൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ അവിടെ എബി എബ്രഹാം ആയിരുന്നു, തകർപ്പൻ പ്രസംഗമായിരുന്നു എന്നൊക്കെ പറഞ്ഞു, ഭയങ്കരമായിരുന്നു. ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് എന്റെ ദേവാസനെ വിവരക്കേട് കേൾക്കാൻ പോകരുത്. ഇങ്ങനെ തന്നെ ഞാൻ 1 മാസം മുമ്പ് പറഞ്ഞതാണ്. ഈ വെറുതെ കുറച്ച് ഷോ കാണിക്കും, വാക്കുകൾ തമ്മാനം ആടുന്നല്ലാതെ അതിനപ്പുറത്ത് യാതൊരു കഴമ്പും കാമ്പും ഉള്ള കാര്യങ്ങളല്ല. വെറുതെ വിവരക്കേട് കേൾക്കാൻ പോകരുത് എന്ന് പറഞ്ഞു. അദ്ദേഹം പിന്നൊന്നും പറഞ്ഞില്ല, ഞങ്ങൾ പിരിയുകയും ചെയ്തു. അതെ, അതുകൊണ്ട് പെന്റക്കോസ്റ്റിലെ യുവജനങ്ങളും ഞാൻ ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേറ്റഡ് ആയിട്ട് അല്പം ബോധമുള്ളവര്, അങ്ങനെയുള്ള നിങ്ങൾ സ്വയം ചിന്തിക്കണം. സ്വയം ചിന്തിച്ചിട്ട് ഈ പരമാബദ്ധത്തിൽ തുടരണമോ, ഇതൊരു ശുദ്ധ പോഷ്കാണ്, ഇനി അല്ല ഇതിനെ തിരുത്തി നമുക്ക് വ്യക്തമായ ഒരു ഉപദേശവും വ്യക്തമായ ഒരു ദൈവശാസ്ത്രവും വ്യക്തമായ ഒരു വേൾഡ് വിഷൻ, ഒരു ലോകവീക്ഷണവും നമുക്കുണ്ടെന്നും അത് ഇന്നതാണെന്നും പറയാൻ, അതില്ലെങ്കിൽ അത് രൂപപ്പെടുത്തി എടുക്കത്തക്ക വിധത്തിൽ ആർജവത്വമുള്ള ഒരു നേതൃത്വം നിങ്ങൾക്ക് വരുന്നെങ്കിൽ അതിൽ നിൽക്കുന്നേ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരെണ്ണം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഞാൻ ഉപേക്ഷിച്ചു. പക്ഷെ അത് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഇന്നലെ കാനഡയിൽ നിന്നുള്ള ഒരു പെന്തക്കോസ്ത് യുവാവ് എന്നെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ ഇപ്പോഴും ഹോപ്പ് കൈവിട്ടിട്ടില്ല പാസ്റ്ററെ, ഞങ്ങൾ വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ ചെയ്താൽ നല്ലതാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ 3 കാര്യം നമുക്ക് ഉണ്ടായിരിക്കണം. വ്യക്തമായ ഒരു നയം ഉണ്ടായിരിക്കണം, വേൾഡ് വിഷൻ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഈ പെന്തക്കോസ്ത് വേൾഡ് വിഷൻ എന്താന്ന് വെച്ചാൽ ഇവർക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വേൾഡ് വിഷൻ എന്നൊരു സംഘടന ഉണ്ട്, ആ കാര്യമല്ല. നിങ്ങളുടെ ലോകവീക്ഷണം എന്താണ്, പിന്നെ നിങ്ങളുടെ ദൈവശാസ്ത്രം എന്താണ്, ഉപദേശം.
ലോകവീക്ഷണം എന്ന് പറയുമ്പോൾ ലോകത്തെ കുറിച്ചൊരു വീക്ഷണമേ അവർക്കില്ലല്ലോ. കാരണം അവരടച്ചിട്ട മുറിക്കകത്ത് അവര് മാത്രം. പിന്നെ ഈ ലോകം എന്ന് പറയുന്നത് ഇത് നശിച്ചു പോകാനും തീ കത്തി പോകാനും ഉള്ളതാണ്, ഇതിനെ വെറുക്കണം എന്ന് പഠിപ്പിക്കുന്നവരെ സംബന്ധിച്ച് എന്തോന്ന് ലോകവീക്ഷണം. അത് തന്നെ, ഇതെല്ലാം പൂച്ചയ്ക്ക് എന്ത് പൊന്നൊരുക്കുന്നിടത്ത് കാര്യം എന്ന് പറഞ്ഞതുപോലെ ലോകം ഏത് വഴിക്കെങ്കിലും പോട്ടോ, നമുക്കെന്താ, നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മൾ അങ്ങോട്ട് പറന്നു പോകാനാണ് എന്നൊരാശയം പഠിപ്പിക്കുന്നവരെ സംബന്ധിച്ച് അത് തെറ്റല്ലേ? കൂട്ടമായി മനോരോഗികളെ സൃഷ്ടിക്കരുത്. അതാണ് 100% നമ്മളിപ്പോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന കാര്യം അതാണ്. ഇപ്പൊ ഈ സ്വർഗത്തിൽ പോകാം, അങ്ങോട്ട് പോകാം, പറന്നു പോകാം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ആശയം അങ്ങേയറ്റം തെറ്റാ. ബൈബിളിൽ എങ്ങും പറയാത്ത കാര്യം. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. അല്ല, അതിനകത്ത് എന്റെ ദേശം ഇവിടെയല്ല എന്ന് പറഞ്ഞ് നമ്മൾ പാടും. ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അപ്പൊ അതിന്റെ ആ അർത്ഥം ശരിയായ വിധത്തിൽ മനസ്സിലാക്കാതെയാണ് ഇത് ഇവര് ഗ്രഹിക്കുന്നത്. ഈ വി ആർ സോജേണേഴ്സ്, നമ്മൾ ഈ ലോകത്ത് പരദേശികളാണ്, അന്യരാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ആശയം ആ അർത്ഥത്തിലല്ല ഗ്രഹിക്കുന്നത്. നമ്മളെ ഇവിടുന്ന് കൊണ്ടുപോയി വേറെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകും എന്നുള്ള രീതിയിലാണ് അവർ ഗ്രഹിക്കുന്നത്. അത് തെറ്റായ പഠിപ്പിക്കലാണ്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഇവരുടെ ഫ്രസ്ട്രേഷനും ഇവരുടെ നിരാശയ്ക്കും ഇവരുടെ തകർച്ചയ്ക്കും ഇവരുടെ ഈ ലോകത്തോടുള്ള വെറുപ്പിനും എല്ലാം കാരണം ഇവരുടെ ഈ ബേസിക് ടീച്ചിങ്. അതെന്ന് മാറുന്നു, അത് ഈ സമൂഹം രക്ഷപ്പെടും. അല്ല, അങ്ങനെയല്ലത്. കാരണം ഇവർക്ക് കിട്ടുന്ന ആശയങ്ങൾ അനുസരിച്ച് ഈ ലോകത്തെ വെറുക്കണം, ലോകത്തെ പകയ്ക്കണം. അപ്പോൾ തന്നെ ഇവർ ഈ ലോകത്ത് ജീവിക്കുന്നതുകൊണ്ട് ലോകത്തിൽ നിന്ന് പലതും ഇവർ ആഗ്രഹിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു വടംവലി, ഒരു ആന്തരിക സംഘർഷം ഇവരിൽ രൂപപ്പെടും. ഏതോ ഒരു ജോൺസൺ ചാക്കോ എന്ന് പോട എന്ന് എഴുതിയിട്ടുണ്ട്. എത്ര നല്ല ഭാഷയാണ് ഇവർ ഉപയോഗിക്കുന്നത്. കാരണം സ്വർഗത്തിൽ പോകാനിരിക്കുന്നവരായതുകൊണ്ടേ. അല്ല, നമ്മൾ അത്രയും മനസ്സിലാക്കുക. അതിന് കാണുമ്പോൾ ഒരു പെന്തക്കോസുകാരനാണെന്ന് മനസ്സിലാക്കുക. ഇന്ന് പെന്തക്കോസുകാരാണ് ഏറ്റവും കൂടുതൽ ഈ സോഷ്യൽ മീഡിയയിൽ ചീത്ത വിളിക്കുന്നത്. ഏറ്റവും വൃത്തികെട്ട ചീത്തകൾ വിളിക്കുന്നത് പെന്തക്കോസുകാരാണ്. അത് ഞാൻ ആരോപിക്കുന്നതല്ല, നിങ്ങൾ പെന്തക്കോസ് ഗ്രൂപ്പുകളിൽ കൂടെ നോക്കിയാൽ മതി. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ മനസ്സിലാക്കുന്നത് ഇവർക്കുള്ള ആ തെറ്റായ ബോധ്യങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക. നിങ്ങൾ അത് ഒരു നല്ല രീതിയിലാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുന്നെങ്കിൽ നല്ല കാര്യം. പക്ഷെ കൂട്ടമായി മനോരോഗികളെ സൃഷ്ടിക്കുകയാണ്. ഇവരെല്ലാം ഈ പ്രശ്നത്തിലാണ് കിടക്കുന്നത്. ഈ പ്രശ്നത്തിൽ കിടന്ന് ഇവർ സ്ട്രഗിൾ ചെയ്യുകയാണ്. സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഒരു സ്ട്രഗിളാണ് ഈ സിനിമ കാണാൻ. ഇവര് സിനിമ കാണത്തില്ലെന്നാണ് സങ്കല്പം, കാണാൻ പാടില്ലെന്നാണ് വെപ്പ്. പക്ഷെ ഇവരെല്ലാം ഈ സിനിമകൾ മുഴുവൻ കാണുന്നുണ്ട്. അല്ലെ പിന്നെ ഈ സിനിമ വെച്ചുള്ള ട്രോൾ എങ്ങനെയാ വരുന്നത്? ഇവർക്ക് എനിക്കെതിരെ തന്നെ ഒരു 10-20 ട്രോള് സിനിമാ നടന്മാരെയൊക്കെ വെച്ച് വന്നു. ഞാൻ തന്നെ ഞെട്ട്, ദൈവം, ഈ പെന്തക്കോസ്തുകാർ സിനിമയൊക്കെ കാണുമോ? അപ്പൊ അങ്ങനെയുള്ള ആന്തരിക സംഘർഷങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇവർക്ക് ഈ ഉപേക്ഷിക്കണമെന്ന് പുസ്തകത്തിൽ ലിഖിതമായി അല്ലെങ്കിൽ ഉപദേശമാണെന്ന് പറഞ്ഞ് എഴുതി വെക്കുകയും അത് ഉപേക്ഷിക്കാൻ പറ്റാത്ത ശാരീരിക മാനസിക അവസ്ഥ ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇതിന് ഇടയ്ക്ക് കടന്ന് ഇവർ അനുഭവിക്കുകയാണ്, സ്ട്രഗിൾ ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ റിയാലിറ്റിയിലേക്ക് വന്നാൽ വേദപുസ്തകം ഇവർ ഓപ്പണായിട്ട് പഠിക്കാൻ തയ്യാറായാൽ ഇതിനെല്ലാം ഉള്ള സൊല്യൂഷൻ അതിനകത്തുണ്ട്. എല്ലാത്തിനുള്ള സൊല്യൂഷൻ. ജോസ് കേട്ടാ, ഈയിടെ ഒരാൾ പ്രസംഗിക്കുന്നത് ഒരു ക്രിസ്തുമസ് കരോൾ സംഘം ഒരു വലിയ വീട്ടിൽ ചെന്നു, വലിയൊരു തറവാട്ടിൽ ചെന്നു. അപ്പൊ കരോൾ ഗ്രൂപ്പിനെ അവർ വീട്ടിൽ വെൽക്കം ചെയ്തു. അവരിങ്ങനെ സന്തോഷമായിട്ട് ഒരു പാട്ടൊക്കെ പാടി. അത് കഴിഞ്ഞപ്പം ഈ കേക്കും ജ്യൂസും കൊടുത്തു. പിള്ളേർ ഇതൊക്കെ അല്ലേ, ചെറുപ്പക്കാർ പിള്ളേരൊക്കെ വലിയ വീടാ. അപ്പൊ അവരിങ്ങനെ ഇത് സന്തോഷത്തോടെ അവിടുത്തെ പിള്ളേരെല്ലാം സെർവ് ചെയ്തപ്പം ഈ സാന്താക്ലോസ് ഉണ്ട്. സാന്താക്ലോസ് നടുക്കൊന്ന് ചാടി സാന്താക്ലോസിനെ എല്ലാവരും കണ്ട് പിള്ളേരും ഒക്കെ സന്തോഷിക്കുക. അപ്പൊ കേക്കും ജ്യൂസും വന്നപ്പം ഈ കേക്ക് തിന്നാൻ വേണ്ടി സാന്താക്ലോസ് എന്ത് ചെയ്തു? ഈ മോഹംമൂടി പൊക്കി കഴിഞ്ഞപ്പം അവിടുത്തെ ഒരു മഹാവൃത്തികെട്ടവനായിരുന്നു ഈ വേഷം കെട്ടിരുന്നത്. അപ്പം വീട്ടുകാർ അപ്പോഴേ ഇറങ്ങടാ വീട്ടിൽ നിന്ന് പറഞ്ഞ് അവനെ എന്ത് ചെയ്തു? ഇറക്കി വിട്ടു. അപ്പൊ ഇവനെ വീട്ടിൽ കയറ്റാൻ പോലും കൊള്ളത്തില്ലാത്തവനായിരുന്നു. മുഖംമൂടി മാറിക്കഴിഞ്ഞപ്പം മനസ്സിലായി. കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം ഇങ്ങനെ ഒരാൾ അയച്ചെന്ന്. അപ്പൊ അത് കൊള്ളാം. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഉള്ള മുഖംമൂടികൾ വെച്ച് സ്വയം വിശുദ്ധനാണെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് ഇവരുടെ സ്വകാര്യതകളിൽ ഇവര് തന്നെ മുഖംമൂടി എടുത്ത് നോക്കി കഴിയുമ്പോൾ ഇവര് മഹാവൃത്തികെട്ടവരാണ് ഇവർക്ക് തന്നെ മനസ്സിലാക്കുക. ആ ഗിൽറ്റാണ്. പിന്നെ പ്രാർത്ഥിക്കാനുള്ള പായ വന്നിരിക്കുമ്പോ കർത്താവെ ഞങ്ങൾ വിളിക്കപ്പെട്ട വിശുദ്ധ ജനമാണല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും എന്ത് ചെയ്യാണ്? കഴുകാൻ തുടങ്ങും. രക്തം കൊണ്ട് കഴുകും. അപ്പൊ ഹിപ്പോക്രസിക്ക് മേൽ ഹിപ്പോക്രസി, ആത്മവഞ്ചന, മുഖംമൂടികൾ, ഇങ്ങനെയുള്ള
ആശയ വൈരുദ്ധ്യങ്ങൾ വന്നിട്ട് ഇവർക്ക് ആന്തരിക സംഘർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിൽ നിന്നെല്ലാം വിടുവിക്കുന്ന ഒരു സുവിശേഷമാണ് ക്രിസ്തുവിന്റെ സുവിശേഷം. അത് തേജസ്സുള്ള സുവിശേഷമാണ്. നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരണം. ഭാവിക്കേണ്ടതിന് മീതെ ഒരുത്തനും ഭാവിച്ചുയരരുത്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരുകയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പെന്തക്കോസ് കാരെല്ലാം തന്നെ ഒരുപോലെ കുറ്റവാളികളാണ്. അതിൽ ഏറ്റവും അങ്ങേയറ്റത്തെ കുഴപ്പത്തിൽ നിൽക്കുന്നത് TPM എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. അവരുടെ ഇടയിൽ കുറെ വിശുദ്ധന്മാരുണ്ട്. ആ വിശുദ്ധന്മാർ അനുഭവിക്കുന്നിടത്തോളം ഫ്രസ്ട്രേഷൻ ഈ ഭൂമിയിൽ ആരും അനുഭവിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സ്ഥിതി. അപ്പൊ ഞങ്ങളുടെ മോദിജി ജയിച്ചു. ഇവിടെ ജനാധിപത്യം ഏത് രീതിയിൽ പോകുമെന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. അതൊക്കെ ചുമ്മാ കമലഹാസൻ പറയുന്നതാണ്. കമലഹാസൻ ചുമ്മാ ആളുകൾ ഇളക്കാൻ വേണ്ടി പറയുന്ന കമലഹാസൻ പറഞ്ഞെന്നുള്ള ആശയത്തിലല്ല. അതായത് ഗാന്ധി വധം പുനരാവിഷ്കരിക്കുന്ന ഒരു നിലയിലേക്ക് വരെ കാര്യം നീങ്ങി ആ ഒരു രീതിയിൽ എന്താ നമുക്ക് മറ്റ് ഒരുപാട് കാര്യങ്ങൾ നോക്കി. ഇപ്പം വേറെ പ്രത്യേക ഒരു വിഷയമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ മത സംവിധാനങ്ങളൊന്നും നമ്മുടെ വിഷയമല്ല. ഞാൻ അതുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു ആശയമേ എനിക്കില്ല അതുമായിട്ട് ബന്ധപ്പെട്ട്. തികച്ചും മനുഷ്യത്വപരമായ രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളിലൂടെ നമ്മൾ നോക്കിയാൽ ഒരുപാട് അപജയങ്ങൾ രാജ്യത്ത് വരുത്തിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ശരിയാ. പക്ഷെ ഞാൻ ഈ അപജയങ്ങൾക്കെല്ലാം മുകളിൽ രാജ്യസുരക്ഷ എന്നുള്ള ഒരു പോയിന്റാ. ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും അതാ കണ്ടത്. ഞാൻ ആദ്യം തൊട്ട് പറയുന്ന രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും ഉണ്ടാകുന്ന വെല്ലുവിളി, പ്രത്യേകിച്ച് ഇസ്ലാമിക ഭീകരവാദം, ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ വിഷയം അതാണ്. ആ ഇസ്ലാമിക ഭീകരവാദത്തെ ചെറുത്ത് നിൽക്കാൻ ഈ BJP ഗവൺമെന്റിന് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാജ്യം സുരക്ഷിത കരങ്ങളിലാണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അതിന് ഞാൻ സന്തോഷിക്കുന്നത് അതുകൊണ്ടാണ്. ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു കൊച്ചു ബെഡേ കിടക്കാണ്. ആ കട്ടിലിൽ ഒരു മൂർക്കം പാമ്പുണ്ട്, കട്ടിലിന്റെ കീഴിൽ ഒരു തവളയുണ്ട്. നമ്മൾ ആദ്യം കൈകാര്യം ചെയ്യേണ്ടത് തന്നെയാണ് ആ കട്ടിലെ കിടക്കുന്ന മൂർഖനല്ലേ, അതോ തവളയാണോ? അപ്പൊ നമ്മൾ തവള താഴെ ഉണ്ടെന്നും മുകളിൽ ഒരു പല്ലി ഇരിപ്പുണ്ടെന്നൊക്കെ ഈ പറയുന്നത് അതൊക്കെ ഉണ്ട്. പല്ലി മോശമാണ്, തവള മോശമാണ്. പക്ഷെ പാമ്പ് അവിടെ കിടക്കുന്നിടത്തോളം കാലം ഒന്നാമത്തെ പ്രാധാന്യം ഇന്ത്യൻ ജനത കണ്ടത് പാകിസ്ഥാനിൽ നിന്നും ഉള്ള ഈ വിഘടനവാദികളുടെ അല്ലെങ്കിൽ തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റവും ഇസ്ലാമിക ഭീകരവാദ രാജ്യത്തിനകത്ത് വളരുന്നതും ഒരു രാജ്യസുരക്ഷയ്ക്കും ദേശീയ താല്പര്യത്തിനും ലോക സമാധാനത്തിനും വെല്ലുവിളിയാണ്. അതിനെ ചെറുക്കാനും അതിനെ ഫലപ്രദമായി നേരിടാനും ഈ ഒരു ശക്തമായ ഗവൺമെന്റ് വേണമെന്ന് ഇന്ത്യൻ ജനത കണ്ടു. അതുകൊണ്ടാണ് ഈ കപട ദേശീയം. കാരണം അതിനകത്ത് ദേശീയതയും രാജ്യസ്നേഹവും ഒക്കെ വെറും കപടതയാണ്. കാരണം ഷൂ നക്കി കൊടുക്കുകയും 50 തവണ മാപ്പ് എഴുതി കൊടുക്കുകയും ചെയ്ത് പുള്ളികളെയൊക്കെ രാജ്യസ്നേഹികളായിട്ട് പ്രഖ്യാപിക്കാൻ വീർ സവർക്കർ എന്നൊക്കെ എഴുതിയ ആ സംവിധാനത്തെയൊക്കെ അല്ല, അത് നമ്മൾ ഈ ചരിത്രത്തിനകത്ത് ഒത്തിരി വിധി വൈപരീത്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാര് ഇന്ത്യ ചൈന യുദ്ധം വന്നപ്പോ EMS പറഞ്ഞു തന്നതാ ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും പറയപ്പെടുന്ന ഭൂപ്രദേശം എന്നാ. അതെ, അല്ല അതിപ്പോഴും അങ്ങനെയാണല്ലോ. ഇപ്പോഴും പറയുന്നത് കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞിടയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റിൽ അല്ല, ഈയിടെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു പെങ്കൊച്ചുണ്ടല്ലോ, അവളൊരു പുസ്തകം എഴുതില്ല, മധുര മനോജ ചൈനയോ ചങ്കിലെ ചൈനയോ ചങ്കാണ് ചങ്കിലെ ചൈന എന്ന് പറയുന്നത് ചിന്താജറോ. ഞാനത് പറയാൻ വരികയായിരുന്നു. അപ്പൊ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞെന്താ, ചൈനയ്ക്കെതിരെ ഉള്ള ഒരു വിഷയമെന്ന് പറഞ്ഞു മറ്റ് രാജ്യങ്ങളുടെ കൂടെ ഇന്ത്യയും ചേർന്നുകൊണ്ട് ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്ന് പറഞ്ഞു മനസ്സിലായി. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂറ് ഈ രാജ്യത്തോടല്ല, അങ്ങോട്ട് തന്നെയാണ് 100%. ഈ പറയുന്ന BJP-ക്കാര് പറയുന്നത് രാജ്യസ്നേഹം അവരുടെ വാക്കിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരിക്കലും അവർക്ക് ഈ രാജ്യത്തോട് പ്രതിബദ്ധതയോ പൂർവ്വം ഇല്ല. അതിന് നിശ്ചയമായിട്ടും ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്ന പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടിക്ക് അവകാശപ്പെടാൻ പറ്റുന്ന ദേശസ്നേഹവും രാജ്യ താല്പര്യവും ഒന്നും ഈ പറയുന്ന ഒരു പാർട്ടികൾക്കും ഇല്ല എന്നുള്ളത് പകൽ പോലെ വെളിച്ചവും ചരിത്രങ്ങൾ എഴുതി വെച്ചിട്ടുള്ള വെളിപ്പെടുത്തുന്ന വസ്തുതയുമാണ്. കോൺഗ്രസിന്റെ പാരമ്പര്യത്തെ ഞാൻ നിഷേധിക്കുന്നില്ല. കാരണം ഈ രാജ്യത്തിന് വേണ്ടി പ്രധാനപ്പെട്ട 3 രക്തസാക്ഷികൾ കോൺഗ്രസിനുണ്ട്: മഹാത്മാഗാന്ധി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി. 3 പേര് രക്തം ചിന്തി. അങ്ങനെ ഒരു പാരമ്പര്യം വേറൊരു പാർട്ടിക്കും ഇല്ല. ഇവര് കുറെ കാലമായിട്ടാണ് അപ്പൊ ഞാൻ ചോദിച്ച ഈ രാഹുൽ ഗാന്ധിയെ പോലെ ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്തിന് വേണ്ടി തന്റെ മുത്തശ്ശിയെയും സ്വന്തം പിതാവിനെയും നഷ്ടപ്പെട്ട 2 കുട്ടികളാണ് രാഹുലും പ്രിയങ്കയും.
അവരെ പോലെ ഈ രാജ്യത്തിനോടുള്ള കൂറ് പറയാൻ, രാജ്യത്തോടുള്ള സ്നേഹം ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഒരു പരമോന്നത പദവിയിലിരിക്കാൻ യോഗ്യരായിട്ടുള്ള ഒറ്റ വ്യക്തികളും BJPക്ക് അകത്തുനിന്നില്ല. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഒരാളുണ്ടെങ്കിൽ പറ. ഇവരുടെ അത്രയും യോഗ്യതയുള്ള ആരുമില്ല അതിനകത്ത്. കാരണം ഇവർക്ക് അപ്പൻ നഷ്ടപ്പെട്ടത്, ഇവരുടെ മുത്തശ്ശി നഷ്ടപ്പെട്ടത് ഈ കുഞ്ഞുങ്ങളുടെ കൺമുൻപിലാണ്. അത് ഈ രാജ്യത്തിന് വേണ്ടിയാണ്. അതെ, പക്ഷേ ഈ ആധുനിക കാലഘട്ടത്തിൽ വൈകാരികതകൾക്ക് അങ്ങനെ വലിയ സ്ഥാനമില്ല. വൈകാരികത എന്നുള്ളതല്ല, യാഥാർത്ഥ്യങ്ങൾ. വെറും വൈകാരികതയല്ല, യാഥാർത്ഥ്യങ്ങൾ നമ്മൾ സത്യങ്ങൾക്ക് നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ല. അല്ല, സത്യങ്ങൾക്ക് ഇപ്പൊ തന്നെ ഒരു പക്ഷേ രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം കിട്ടുമായിരിക്കും. അങ്ങനെയെങ്കിൽ അടുത്ത 5 വർഷം മികച്ച ഒരു പ്രതിപക്ഷ നേതാവായിട്ട് പുള്ളി ശക്തി തെളിയിച്ചാൽ അടുത്ത ഇലക്ഷനിൽ അദ്ദേഹത്തിന് അത് വരട്ടെ. അതിപ്പോ എന്തോ ആകട്ടെ. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇവര് ഈ പറയുന്ന കപട ദേശീയതയും കപട സംവിധാനം, കാരണം നമുക്കറിയാം ജനതാല്പര്യമോ ഒന്നും മുൻനിർത്തി ഭരിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റ് അല്ല ഇത്. കാരണം ഒത്തിരി ഉണ്ടാക്കും അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. അല്ല ജോസഫ്, ഞാൻ സമ്മതിച്ചു. ഇപ്പൊ ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുകാരനെ തന്നെ ഈ സ്റ്റാലിൻ, തമിഴ്നാട്ടിലെ സ്റ്റാലിൻ, ചന്ദ്രബാബു നായിഡു, മമതാ ബാനർജി, മായാവതി, അഖിലേഷ് നീർക്കോലികളെല്ലാം മൂർഖനാണെന്ന് പറഞ്ഞ് പത്തി വിരിച്ച് ഇവരുടെ എല്ലാ സപ്പോർട്ടോടുകൂടി ഇരിക്കുന്ന ഒരു ദുർബലമായ ഗവൺമെന്റ് ആയിരിക്കും. ഇപ്പം നമുക്കറിയാം ഈ ലോക രാജ്യങ്ങളെ തന്നെ തകർക്കാനുള്ള ചൈനീസ് അജണ്ടയുണ്ട്. ഈ ചൈനയുടെ ഏജന്റുമാർ കോടാനുകോടി ഡോളറുമായിട്ട് ലോകം മുഴുവൻ ചുറ്റി നടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ദുർബലമായ ഗവൺമെന്റ് ആണ് ഇന്ത്യയിൽ ഇരിക്കുന്നതെങ്കിൽ അവർക്ക് ബ്രൈബ് ചെയ്യാനും വീഴിക്കാനും ഇന്ത്യ രാജ്യത്തെ തന്നെ കുട്ടിച്ചോറാക്കാനും വളരെ എളുപ്പമാണ്. കാരണം ഈർക്കിലി പാർട്ടി പറഞ്ഞതിനെ വിലയ്ക്ക് വാങ്ങിക്കാൻ ബ്രൈബിന് ഇപ്പൊ ഇരിക്കുന്ന ഈ ഭൂരിപക്ഷം ഉണ്ടെന്ന് പറയുന്ന പാർട്ടികൾ മോശമാണെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഇവര് വാങ്ങിച്ചിടത്തോളം ബ്രൈബും കുംഭകോണവും ആരാ നടത്തിയിട്ടുള്ളത്? കാലഘട്ടത്തിൽ അത് സംഭവം ശരിയാണ്. ഒറ്റ പാർട്ടി ആകുമ്പം അതിന്റെ വ്യത്യാസമുണ്ട്. അതേസമയം ഈർക്കിലി പാർട്ടികളാകുമ്പം ഈ ഇടനാഴികളിൽ സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കും. രാഷ്ട്രീയ അധികാര ഇടനാഴികളിൽ ഞാഞ്ഞൂലുകൾ വിഹരിക്കും. ഇതിപ്പം ഡൽഹി ഇല്ലെന്ന് പറയുന്നില്ല. ഇവിടുന്ന് പാലായി വരെ ഡൽഹിക്ക് പുളി പോകും. പാലായി വരെ വ്യക്തമായ അധികാരത്തോടു കൂടി ഒരു കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ ആഗ്രഹമാണ്. ഇറ്റ്സ് എ ഡ്രീം. പക്ഷെ ഏതായാലും ആര് ഭരിച്ചാലും ഒരു സുശക്തമായ ഗവൺമെന്റ്, ഒരു ഭൂരിപക്ഷമുള്ള സ്വയം നിർണായ അധികാരമുള്ള ഒരു ഗവൺമെന്റ് ഇപ്പൊ അത് BJPക്ക് കിട്ടി. തനിച്ച് ഭൂരിപക്ഷം കിട്ടി. അത് രാജ്യത്തിന് നല്ലതാണ്. പിന്നെ അവരുടെ നയങ്ങളോ കാര്യങ്ങളോ അത് നമ്മളെ രാജ്യത്തിനൊന്നും ഇത് നല്ലതൊന്നുമല്ല ശിവജയ. കാരണം നമുക്കറിയാം ഈ മൻമോഹൻ സിംഗ് ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം അന്നും കൂട്ടുകക്ഷി ഭരണമായിരുന്നു. അന്ന് ക്രൂഡ് ഓയിലിന്റെ വില 140 150ഓളം എത്തിയ പെട്രോൾ പ്രോഡക്റ്റിന്റെ വില എത്ര? 40 രൂപയ്ക്ക് പെട്രോളും 25 രൂപയ്ക്ക് ഡീസലും കൊടുക്കുമെന്ന് പറഞ്ഞാണ് ഇവർ അധികാരത്തിലേറിയത്. അധികാരത്തിലേറി കഴിഞ്ഞപ്പോൾ ഈ ജനത്തെ ഞെക്കിപ്പിഴിഞ്ഞ് വാങ്ങിക്കുകയല്ലാതെ എക്സൈസ് ഡ്യൂട്ടി എത്ര ശതമാനമാണ് കൂട്ടിയത്? ഡീസലിന്റേത് ഏകദേശം 14 രൂപയോളം ഈ മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ഡീസലിന്റെ എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയത്. അപ്പൊ അതൊന്നും നമുക്ക് കണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അതെല്ലാം രാജ്യ നന്മയ്ക്കാണ്. ഇതെല്ലാം കൂടെ എന്നിട്ട് എന്ത് ചെയ്തു? മല്യ അല്ലെങ്കിൽ ലളിത് മോദി, നീരവ് മോദി ഇങ്ങനെയുള്ള കോർപ്പറേറ്റുകൾക്ക്, അംബാനി ഇങ്ങനെയുള്ള കോർപ്പറേറ്റുകൾക്ക് ഗിഫ്റ്റ് കൊടുത്തു. റഫാലിൽ തന്നെ വളരെ വ്യക്തമായ അഴിമതിയല്ല നടന്നിട്ടുള്ളത്. എത്ര ശക്തമായി നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യം. ഞാൻ ജോസിനോട് പറഞ്ഞു, ജോസെ ഈ വിഷയങ്ങള് അമേരിക്കയോ പോലെയോ യൂറോപ്പിലെ രാജ്യങ്ങൾ പോലെയോ ഉള്ള ഒരു സൊസൈറ്റിയിലായിരുന്നെങ്കിൽ 10 വണ്ടി ഇവർ തോറ്റേനെ. പക്ഷെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം പറഞ്ഞ ആളുകൾ ഇല്ലിറ്ററേറ്റ്സ് ആണ്. ഇല്ലിറ്ററേറ്റ്സ് ആയിട്ടുള്ള സാധാരണ അവരെ സംബന്ധിച്ച് മോഡി എല്ലാവരും കളിയാക്കിയ ഒരു വിഷയമുണ്ട്, കക്കൂസ് പണിതെന്ന്. ഇപ്പൊ കക്കൂസ് പണിതിന്റെ പ്രയോജനം മനസ്സിലായോ? കക്കൂസ് കുട്ടികളെ വോട്ട് ചെയ്തു. ഇപ്പൊ ഈ നോർത്ത് ഇന്ത്യയിലെ കോടാനുകോടി ആളുകളെ സംബന്ധിച്ച് കക്കൂസ് ഒരു കാര്യമായിരുന്നു. ഫേസ്ബുക്കിൽ കൂടെ നടന്നവർക്ക് കക്കൂസ് പ്രശ്നമല്ല. മോഡിക്ക് മനസ്സിലായി എന്താ പ്രശ്നം. ഇന്നലെ ഞാൻ കണ്ട ഒരു വീഡിയോ, വാട്സാപ്പിൽ വന്നൊരു വീഡിയോ. അതിനകത്ത് ഒരു പയ്യൻ, ഒരു കൊച്ചു പയ്യൻ, എനിക്ക് വന്നിട്ട് 19, 21 വയസ്സുണ്ടാവും. അവൻ പറയാ, അവനോട് കക്കൂസ് പണിതന്നെ. അവനോട് തന്നെ മറുപടി പറയാം, അത് ജനങ്ങൾക്ക് വയറ്റിൽ നിന്ന് പോകുന്ന വിഷയത്തെക്കാൾ മുമ്പേ വയറ്റിലോട്ടും എല്ലാം ചെല്ലുന്ന വിഷയമാണ് ആവശ്യം. വയറ്റിലോട്ടും എല്ലാം ചെന്നെങ്കിലല്ലേ വയറ്റിൽ നിന്ന് പോകാനുണ്ടാവും. അതുകൊണ്ട് ആദ്യം ആ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ. അല്ല, പക്ഷെ ഇപ്പൊ അനുഭവത്തിൽ വന്നപ്പോ കണ്ടില്ലേ,
അല്ല, അനുഭവത്തിൽ എന്ന് പറഞ്ഞാല് ഇതൊരു ഈ പറഞ്ഞ പോലെ ഇല്ലിട്രേറ്റ്സിന്റെ കണ്ണിൽ പൊടിയിട്ടു കുറച്ച് കാര്യങ്ങൾ നേടി എന്നുള്ളതല്ലാതെ ഇതിനെ ഒരു ആത്യന്തികമായ ജയമെന്നോ ഒരു ആശയത്തിന്റെ ജയമെന്നോ അല്ലെങ്കിൽ ഒരു തത്വത്തിന്റെ വിജയമെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരു കാരണവശാലും അതിനെ നമുക്ക് അംഗീകരിക്കാൻ അല്ല. പിന്നെ ഞാൻ പറയട്ടെ, നമ്മളിപ്പോ അമേഠിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടില്ലേ? അപ്പൊ അതേപറ്റി നമുക്ക് എന്നാ പറയാൻ പറ്റുന്നേ? അപ്പൊ അവിടെ പോലും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അമേഠിയിൽ വളരെ വളരെ വ്യക്തമായി നമുക്കറിയാം ഈ തവണ സ്ട്രോങ് റൂമിൽ നിന്ന് പോലും വോട്ടിംഗ് മെഷീനുകൾ കടത്തിക്കൊണ്ട് ഈ ഗൗരി ലങ്കേഷ് എന്ന് പറഞ്ഞ ആൾ കൊല്ലപ്പെട്ടത് എന്താണ് വിഷയം? വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേട് അവര് പുറത്തു കൊണ്ടു, അവരറിഞ്ഞ വിഷയം അവര് പുറത്തു കൊണ്ടുവരുന്നു എന്നുള്ള വിഷയമായപ്പോഴാണ് അവർ കൊല്ലപ്പെട്ടത്. വ്യക്തമായി ഇങ്ങനെയുള്ള വിഷയം നമുക്കറിയാം. വളരെ പക്ഷപാതിത്വപരമായല്ല, ഇലക്ഷൻ കമ്മീഷനെ പോലും പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ പോലും അവർക്ക് മാത്രം ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു. അവരെ ചെയ്യുന്ന തെറ്റുകളെ എല്ലാം പൊതിഞ്ഞു വെച്ചുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാനത് ചോദിക്കട്ടെ, രാജ്യത്ത് ഇത്രയും വലിയ അഴിമതി ആരോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന, ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന ആശയങ്ങൾ വന്നിട്ട് പോലും വിവിപാറ്റ് എണ്ണണമെന്ന് പറഞ്ഞിട്ട് അത് എണ്ണണ്ട എന്ന് പറയുന്നതിലെ വൈരുദ്ധ്യം എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല? അപ്പൊ ഞാൻ പറയുന്ന ഒരു ആശയം, കോൺഗ്രസ് അടക്കമുള്ള എല്ലാ പാർട്ടിയും ഈ വോട്ടിംഗ് മെഷീൻ വെക്കാൻ എഗ്രി ചെയ്തല്ലേ? ആരെങ്കിലും ഡിസഗ്രി ചെയ്തു? അല്ല, ഇത് അന്ന് എഗ്രി ചെയ്തു. പക്ഷെ ഇതിനെ ദുരുപയോഗം ചെയ്യുമ്പോ ഇന്ന് നമുക്കറിയാം, ശിവചാൻ അറിയാലോ, അതായത് എല്ലാ വലിയ വികസിത രാജ്യങ്ങളിൽ പോലും ഇത് പരാജയമാണെന്ന് കണ്ട് ഉപേക്ഷിച്ച സംവിധാനമാണ് പലയിടത്തും. അപ്പൊ പിന്നെ ഇതിനെ അവര് പക്ക അത് പർച്ചേസ് ചെയ്തിരിക്കുകയാണെന്നുള്ള കാര്യം പകൽ പോലെ വിളിച്ച് ഏതൊരു കൊച്ചു കുഞ്ഞിനും മനസ്സിലാകുന്ന കാര്യമാണ്. പിന്നെ എന്റെ ഒരു ആശയം, ഞാൻ വളരെ നാളുകളായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ശിവചാൻ മുമ്പേ പറഞ്ഞില്ല, ഈ ഇല്ലിട്രേറ്റ്സിനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്ന ഒരു ആശയമുണ്ട്. ഈ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഇത്രയും ഈ 4 സ്റ്റേറ്റുകൾ മാറി ഇപ്പൊ ഈ സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ എന്നൊക്കെ പറഞ്ഞ പോലെ നിൽക്കുന്ന പോലെ തലയിൽ ചാണകം വെച്ചിരിക്കുന്നവരുമായിട്ടുള്ള ഈ ഒരു കോൺഫ്ലിക്ട്സിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ പറ്റും. ഇതൊരു പ്രത്യേക രാജ്യമായിട്ട് ഇതിനെ ഈ സൗത്ത് ഇന്ത്യയെ മാറ്റി അങ്ങനെ ഒരു ഭരണം കൊണ്ടുവരണം. ഇത് ഇത്രയും വലിയൊരു രാജ്യം ഇട്ട് ആർക്കും എങ്ങും എത്തിച്ചെല്ലാനും പറ്റുന്നില്ല, ഭരിക്കാനും പറ്റുന്നില്ല, നോക്കാനും പറ്റുന്നില്ല. അപ്പൊ പിന്നെ രണ്ട് സംസ്കാരമാണ്. ഈ നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്നത് ഇന്ന് വെറും പേപ്പറിൽ മാത്രമേ ഉള്ളൂ. മനസ്സിലായി? ഏകത്വമൊന്നുമില്ല. അപ്പം ഇതിനെ 2 സംസ്കാരമാണ്. ഒരു രീതിയിൽ ഇത് മോര് മുതിരയും പോലെ ഇത് യോജിക്കുകയാണ്. അപ്പൊ ഇത് 2 സംസ്കാരമായിട്ട് ഉള്ള സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യ ആയിട്ട് 2ആയിട്ട് പിരിഞ്ഞ് ഇതിനൊരു പ്രത്യേക ഭരണ സംവിധാനവുമായിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ് എന്റെ ഒരു ആശയം. അപ്പൊ നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇത്രയേ ഉള്ളൂ. വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടെ ചീട്ട് തർക്കങ്ങളെ പരിഹരിക്കുന്നത് ബൈബിളിലുണ്ട്. ഇപ്പൊ വോട്ടാണ് തർക്കങ്ങളെ പരിഹരിക്കുന്നത്. അപ്പം വോട്ട് ഇട്ടു, മോഡി ഭരണത്തിൽ വന്നു, BJP ഭരണത്തിൽ വന്നു, മോഡി ഈസ് അവർ പ്രൈം മിനിസ്റ്റർ, അദ്ദേഹത്തിന് നന്നായിട്ട് ഭരിക്കാൻ കഴിയട്ടെ. അപ്പം നമ്മൾ വെറുതെ അദ്ദേഹം ഭരിക്കട്ടെ. പക്ഷെ ഈ നമ്മൾ അതെ, ഇനിയെങ്കിലും നിങ്ങൾ ഈ പെന്റക്കോസ്റ്റൽ മാക്രി കുഞ്ഞുങ്ങൾ പാണ്ടിലോർക്ക് നേരെ മസിൽ പിടിക്കുന്ന പരിപാടി അവസാനിപ്പിക്കുക. വഴിയിൽ ഇറങ്ങി നിൽക്കുക. കോൽത്തടി കയറ്റി ലോറി വരുമ്പം മസിൽ പിടിച്ച് മറിക്കാന്നുള്ള രാത്രി പ്രാർത്ഥനകളും ഉപവാസ പ്രാർത്ഥനകളും അതെല്ലാം ഫലശൂന്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. തുടങ്ങി അബദ്ധമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മത്സര വെല്ലുവിളികളും ഗോഗ്വാവിളികളും എല്ലാത്തരം പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്നും നിങ്ങൾ പിന്മാറണം. നല്ല പൗരന്മാരായി, വിശ്വാസികളായി, ശാന്തതയും അച്ചടക്കവുമുള്ള ഭരണാധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന നല്ല മര്യാദക്കാരായിട്ട് നടക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജോസിന് എന്തെങ്കിലും കൺക്ലൂഡ് ചെയ്യാണ്ട് കൺക്ലൂഡ് ചെയ്തോ? അല്ല, എന്റെ ആശയം അത് തന്നെയാണ്. പെന്തക്കോസ്തുകാർ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഇമോഷൻസ് വിട്ട്, വൈകാരികത വിട്ട്, അതിനപ്പുറമായിട്ട് വിചാരങ്ങളെ കുറച്ചുകൂടെ സാമൂഹിക ബോധ്യവും സാമൂഹിക പ്രതിബദ്ധതയുമുള്ളവരായിട്ട് മാറി ആ ഒരു യാഥാർത്ഥ്യ പ്രതിബദ്ധത, സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഒരു വലിയ വിഷയമാണ്. അത് തീരെയില്ല. അപ്പൊ ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റും കാര്യങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ച് ക്രിയേറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു ആർജവത്വം ഉണ്ടാവുകയും അങ്ങനെ ആ തലത്തിൽ ജീവിക്കാനും പ്രചരിപ്പിക്കുവാനും നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടാം. അതിനൊന്നും ഇപ്പം ഈ ദൈവമക്കളാണെന്ന് പറഞ്ഞാൽ യാതൊരു ഒരു വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ ഇതിനൊന്നും രാഷ്ട്രീയത്തിൽ നിന്നും നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇതിനകത്ത് എല്ലാ വിഷയങ്ങളും നമുക്ക് ഇടപെടാം. രാഷ്ട്രീയത്തിലൊക്കെ ഇടപെടാം. അതിനെന്നാ കുഴപ്പം? ഒരു മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തായിരുന്നു.
കൂട്ടിക്കലർത്തരുത്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കലർത്തരുത്. അതിനകത്ത് അതിൻ്റെതായ കാഴ്ചപ്പാടുണ്ടാവണം. ദൈവഭക്തി പേഴ്സണലായിട്ട് നിങ്ങളുടെ ദൈവഭക്തി നടത്തുക. പക്ഷേ അത് തെരുവിലേക്ക് വലിച്ചഴക്കാതിരിക്കുക. ഇന്ന് ഈ പറയുന്ന ഒരു മതത്തിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവന്നിട്ട് അതിനകത്ത് രാഷ്ട്രീയം കളിക്കുന്നുണ്ട്. ഇത് വേണ്ടെന്ന് പറയുന്നവർ മതത്തിനകത്ത് രാഷ്ട്രീയം കളിക്കുന്നുണ്ട്. അതാണ് ഇതിനകത്ത് ഒരു കോൺട്രഡിക്ഷൻ. അപ്പൊ അതൊഴിവാക്കി യാഥാർത്ഥ്യ ബോധത്തോടെ ഈ മായിക പ്രപഞ്ചത്തിൽ നിന്ന് പുറത്തു വന്ന്. ഈയിടെ ഒരാൾ പറഞ്ഞു, നമ്മുടെ മതം എന്ന് പറഞ്ഞാൽ ജെട്ടി പോലെയാണ്, സൂപ്പർമാൻ ധരിക്കുന്നല്ലോ, പുറത്ത് ധരിക്കാതിരുന്നാൽ മതി. അപ്പൊ നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. ഞങ്ങളെ കണ്ടത് എല്ലാവർക്കും നന്ദി. താങ്ക് യു. God bless you. God bless you.